ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു ഡ്രാമ ലവർ. നമ്മൾ ഇന്ന് ഒരു പുതിയ ഡ്രാമയാണ് കാണാൻ പോകുന്നത്. ഈ ഡ്രാമയുടെ വൺ ലൈനർ എന്താന്ന് ചോദിച്ചാൽ, ഒരു സൂപ്പർ സ്റ്റാറിന്റെ അടുത്ത് ആക്സിഡന്റലി മാനേജർ ആയിട്ട് വർക്ക് ചെയ്യാൻ പോകുന്ന നമ്മുടെ ഹീറോയിൻ. അവള് എന്തൊക്കെ കഷ്ടപ്പാടിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത്, പിന്നെ എങ്ങനെ അവര് രണ്ടുപേരും കൂടി പ്രണയിക്കുന്നു എന്നൊക്കെയുള്ള കഥയാണിത്. അപ്പോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം, അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണോടെ എനേബിൾ ചെയ്ത് വെക്കാം. ഇപ്പോ നമുക്ക് കഥയിലേക്ക് പോകാം. ഓപ്പണിംഗ് സീനിൽ തന്നെ നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. ഇവളിപ്പോ ഒരു സ്കൂളിലെ ടെമ്പററി ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. നമ്മുടെ ഹീറോയിന്റെ പേര് സാജിമ എന്നാണ്. ഇപ്പൊ കുട്ടികളോട് ആർട്ട് ക്ലാസ്സിന് വേണ്ടി മിൽക്ക് കൊണ്ടുവന്നു എന്ന് ചോദിച്ചതും, അപ്പോ കൊണ്ടുവന്ന കുട്ടികളെല്ലാവരും കൊണ്ടുവന്ന ടീച്ചർ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് പൊക്കി കാണിച്ചുകൊണ്ടിരിക്കുവാണ്. അതില് ഒരു കുട്ടി മാത്രം കൊണ്ടുവന്നിട്ടില്ല. എന്തു പറ്റി നിനക്കെന്ന് ചോദിക്കുമ്പോ, ഞാൻ ഇന്ന് എംടി ബോട്ടിലാ കൊണ്ടുവന്നത്. അവനാ പറഞ്ഞ ഇന്ന് എല്ലാവരും എംടി ബോട്ടിലാ കൊണ്ടുവരണ്ടെന്ന്, അതുകൊണ്ടാ ഞാനും കൊണ്ടുവന്നെന്ന് പറഞ്ഞിട്ട് ഒരു പയ്യനെ ചൂണ്ടിക്കാട്ടിട്ട് പറയുന്നുണ്ട്. ആ കുരിപ്പാണെങ്കിൽ ഞാൻ പറഞ്ഞത് എന്തിനാ നീ വിശ്വസിക്കുന്നേ, നിനക്കെന്താ ബോധമില്ലേ എന്ന് പറഞ്ഞിട്ട് കളിയാക്കാനായിട്ട് തുടങ്ങി. ഇത് കേട്ടതും ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ആ കുട്ടിയെ നോക്കി ചിരിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. പാവം ആ പെൺകുട്ടി, നീ ഒരു നുണയനാണെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞിരുന്ന് കരയാനായിട്ട് തുടങ്ങുവാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയിനും ആ കുട്ടി ചെറുക്കന്റെ അടുത്ത് വന്നിട്ട്, ഇതെല്ലാം നിന്റെ ഫ്രണ്ട്സ് അല്ലേ, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ഇതൊക്കെ വളരെ തെറ്റാണ്, മര്യാദയ്ക്ക് അവളോട് സോറി പറയാൻ പറയുമ്പോ ഞാൻ എന്തിനാ അവളോട് സോറി പറയുന്നേ, ഞാൻ പറയുന്നത് എന്തിനാ അവള് വിശ്വസിക്കുന്നേ, അത് അവളുടെ തെറ്റല്ലേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചെറിയ വായില് വലിയ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇപ്പോ ഇത് കേട്ടതും ഹീറോയിന് ടെൻഷൻ ആകാനായിട്ട് തുടങ്ങി. സോറി പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടെൻഷനായിട്ട് ഒച്ചയെടുത്തതും ആ പയ്യൻ പേടിച്ച് കാറിക്കൂവി കരാനായിട്ട് തുടങ്ങി. ഇപ്പോ കട്ട് ചെയ്താൽ നമ്മുടെ ഹീറോയിനും അവളുടെ തിങ്സ് എല്ലാം എടുത്ത് തൂക്കി പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. കുറച്ചു മുമ്പ് ഒരു പയ്യനെ ചീത്ത പറഞ്ഞില്ലേ, ആ പയ്യന്റെ അച്ഛൻ ഒരു കൗൺസിലർ ആണ്, അവന്റെ അമ്മ എന്തോ PT ചെയർമാനോ മറ്റോ ആണ്. അവരുടെ മകനെ ഇങ്ങനെ ഒച്ചയെടുത്ത് കരയിപ്പിച്ച് അവര് വെറുതെ ഇരിക്കോ? ഇവളും ഇവിടെ ടെമ്പററി ആയിട്ടാണല്ലോ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഒന്നും നോക്കിയില്ല, അപ്പൊ തന്നെ ജോലി എടുത്ത് കളഞ്ഞിട്ട് പറഞ്ഞു വിട്ടു. ഇപ്പോ ശോകത്തില് അടുത്ത ജോലി നോക്കണമല്ലോ ഈശ്വര എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോ അപ്പൊ ഹൗസ് ഓണർ മുത്തശ്ശൻ ഒരു ലെറ്റർ നീട്ടുന്നുണ്ട്. ഇനി ഇതെന്താണാവോ എന്ന് ചിന്തിച്ചിട്ട്, ഇതെന്താ മുത്തശ്ശൻ എന്ന് ചോദിക്കുമ്പോ, ഞാൻ പറഞ്ഞില്ലേ എന്റെ വീട് ഞാൻ വിൽക്കാൻ പോകുവാണെന്ന്, നീ മറന്നുപോയോ മോളെ എന്ന് ചോദിക്കും. തീർന്ന് വരുമ്പോഴെല്ലാം ഒന്നിച്ചേ വരൂ എന്ന് പറഞ്ഞിട്ട്, ശരി കുറച്ചു നേരത്തിനുള്ളിൽ കാലിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. ഇപ്പോ കട്ട് ചെയ്താൽ കുത്തിയിരുന്ന് ഏത് സ്കൂളിലാണ് വേക്കൻസി ഉള്ളതെന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്ത് വിളിച്ചുകൊണ്ടേയിരിക്കുവാണ്. പക്ഷെ അവള് ചോദിക്കുന്നവരോടൊത്തും വേക്കൻസി ഇല്ല, പിന്നെ വിളിക്കെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്ത് വിടും. പാപി ചെല്ലുന്നിടം പാതാളം എന്ന് കേട്ടിട്ടുണ്ട്, അത് ഞാൻ എന്ത് പാപോ ചെയ്തേ ദൈവമേ എന്ന് പറഞ്ഞിട്ട് അവൾ ആകെ സെഡ് ആയിട്ട് ഇരിക്കുമ്പോ അടുത്തിരുന്ന് ഒരു ഫോൺ റിംഗ് ചെയ്യുന്നുണ്ട്. ഇവളും എടുക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചിട്ട് ഇപ്പൊ അറ്റൻഡ് ചെയ്താൽ അപ്പുറത്തുള്ളവൻ അലറാനായിട്ട് തുടങ്ങി. ഇപ്പോ നീ ടൈം എത്രയായെന്ന് നോക്ക്, നീ ഇതെവിടെയാ ഉള്ളത്, മര്യാദക്ക് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇവളും തിരിച്ച് സംസാരിക്കാനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ സംസാരിക്കാനും വിടുന്നില്ല. അതിനുള്ളിൽ കോള് കട്ട് ചെയ്തിട്ട് പോകും. ഇപ്പോ വേറെ വഴിയേ ഇല്ല, ശരിയെന്ന് പറഞ്ഞിട്ട് ആ ഫോൺ എടുത്ത് അവര് പറഞ്ഞ സ്റ്റുഡിയോയിലേക്കാണ് വരുന്നത്. അങ്ങനെ വരുന്ന വഴിയെ ഒരു പയ്യൻ പുറത്തേക്ക് വരുന്നത് കണ്ടതും, സാർ ഇവിടെ സ്റ്റുഡിയോ B എവിടെയാണെന്ന് ചോദിക്കും. ദേ അവിടെയാണുള്ളതെന്ന് പറഞ്ഞിട്ട് ആ പയ്യൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോ അവളുടെ കയ്യിലിരിക്കുന്ന ആ ഫോൺ അവൻ കാണുവാണ്. ഇത് കണ്ടതും, സോറി പെർമിഷൻ ഇല്ലാതെ ആർക്കും അങ്ങനെ ഉള്ളിലേക്കൊന്നും പോവാൻ പറ്റില്ല, ഇത് കൊണ്ടുവന്ന് തന്നതിന് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അവൻ അവളുടെ കയ്യിലിരിക്കുന്ന ഫോൺ വാങ്ങാനായിട്ട് നോക്കുവാണ്. ഇവൻ എന്തേ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ആ ഫോൺ അവന്റെ കയ്യിലേക്ക് കൊടുക്കുന്നേയില്ലേ ഇവള്. അങ്ങനെ ഈ ഫോണിന് വേണ്ടി രണ്ടും കൂടി പിടിവലിയായി. ഇപ്പോ ഹീറോയിനൊന്ന് ആഞ്ഞു വലിച്ചതും കാല് സ്ലിപ്പായി രണ്ടുപേരും കൂടി നിലത്ത് കിടക്കുന്നുണ്ട്. നോക്കിയാൽ ഫോൺ അവിടെ ഓരത്തായിട്ട് ഇങ്ങനെ നീങ്ങി കിടക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവന്റെ മേലെയും. ഇപ്പോ അവിടെ നിന്ന് കട്ട് ചെയ്താൽ ആ പയ്യനെ ഫോട്ടോഷൂട്ട് എടുത്തോണ്ടിരിക്കുവാണ്. ഇവൻ വേറെ ആരുമല്ല, ഇവനാണ് ഈ കഥയുടെ ഹീറോ. ഇവന്റെ പേര് ഫുജി ഷിറോ എന്നാണ്, നമുക്ക് ഷിറോ എന്ന് വിളിക്കാം. ഷിറോ ഒരു വളർന്നു വരുന്ന റുക്കി ആക്ടറാണ്. അവൻ ഈ ഏജൻസിയുടെ കീഴിലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ അവരവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഇവിടെ നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. അവളും അവിടെയുള്ള മാനേജറിന്റെ അടുത്ത് ആ ഫോൺ കൊണ്ടുപോയി ഏൽപ്പിക്കുന്നുണ്ട്. അവരും അതൊക്കെ വാങ്ങി വെച്ചിട്ട് വളരെ താങ്ക് യു മോളെ എന്ന് പറഞ്ഞതും അടുത്തായിട്ട് ഫുഡൊക്കെ വരുന്നുണ്ട്. അത് കണ്ടതും ഇവൾക്ക് വിശക്കാനായിട്ട് തുടങ്ങി. അത് കഴിച്ചാൽ കൊള്ളാന്നുണ്ട്, അതുകൊണ്ട് വേറെ ഒന്നും നോക്കിയില്ല. ഉടനെ ഒരു ഫുഡ് വാങ്ങി കഴിച്ചിട്ട് അത് കൊണ്ടുവന്ന് ഡസ്റ്റ്ബിൽ ഇടാനായിട്ട് നോക്കുമ്പോ സെയിം ടൈം നമ്മുടെ ഷിരോയും കൊണ്ടുവന്നിടുന്നുണ്ട്. അതിലാണെങ്കിൽ ഇനിയും നിറയെ വെജിറ്റബിൾസ് ഒക്കെ ബാക്കിയുണ്ട്. നീയൊന്നും സ്കൂളിൽ മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ലടാ എന്ന് പറഞ്ഞിട്ട് പെറുപെറുക്കുമ്പോ ഇത് നമ്മുടെ ഷിരോയുടെ കാതിൽ കേൾക്കുന്നുണ്ട്. അവൻ തിരിഞ്ഞു നിന്നതും ഇവളെ കണ്ടിട്ട്, ഓ നിങ്ങളാണോ എന്ന് ചോദിച്ചിട്ട് അടുത്തേക്ക് വരും. എന്നിട്ട് എന്റെ ഫാൻസിനാർക്കും കുറച്ചു മുമ്പ് നടന്ന കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല കേട്ടോ എന്ന് പറയും. എന്ത് ഫാൻസോ, സോറി എന്തോ മിസ്
മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് നടന്നതാണ്, ക്ഷമിക്കണമെന്ന് അവളും പറയും. അത് കഴിഞ്ഞ് അത് പിന്നെ നിങ്ങൾ ഇങ്ങനെ ഇതേപോലെ ഫുഡൊന്നും വലിച്ചെറിയരുത്, ക്യാരറ്റ് എല്ലാം കഴിക്കുന്നേ, എന്നാലല്ലേ വിറ്റമിൻസ് ഒക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുവാണ്. ഇത് കേട്ടിട്ട് ശിരു ആണെങ്കിൽ ഇവളെന്താ ടീച്ചറെ പോലെ പറയുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ അവൾ അവിടെ നിന്ന് പോകുമ്പോ അവളാണെങ്കിൽ അവളുടെ റിസ്യൂമും അവിടെ മറന്നു വെച്ചിട്ടാണ് പോയത്. അത് മാനേജർ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് സാജിമ സാജിമ നിക്കെന്ന് പറഞ്ഞ് വിളിച്ചു കൂവിക്കൊണ്ട് പിന്നാലെ ഓടുന്നുണ്ട്. ഇത് കേട്ട് ഷിരോയും എന്ത് സാജിമയോ എന്ന പോലെ ഇങ്ങനെ ഡൗട്ടോടെ നോക്കി നിൽക്കുവാണ്. ഇപ്പോ കട്ട് ചെയ്താൽ നമ്മുടെ ഹീറോയിനെ അവരുടെ ഓഫീസിൽ പിടിച്ചിരുത്തിയിരിക്കുവാണ്. എന്താ പറഞ്ഞത്, ഞാൻ ഇവിടെ വർക്ക് ചെയ്യണമെന്നോ? ഒരിക്കലുമില്ല, ഇതൊരു എന്റർടൈൻമെന്റ് ഏജൻസി അല്ലേ, പക്ഷേ ഞാനൊരു ടീച്ചറാണ്, സത്യമായിട്ട് ഇതൊന്നും എനിക്ക് സെറ്റ് ആവില്ല എന്ന് അവൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ്. ഇത് നോക്കുമോളെ, നിന്നെ ഞാൻ എവിടെ ട്രെയിനിങ് മാനേജർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്, നിനക്ക് വേണമെങ്കിൽ വേറെ ജോബ് കിട്ടുന്നത് വരെ ഇവിടെ വർക്ക് ചെയ്യാം. ഇത് കേട്ടതും ഈ ഐഡിയ കൊള്ളാലോ എന്ന് അവൾ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് എന്നാ ശരി ഓക്കെ എന്ന് പറഞ്ഞ് അവള് സമ്മതിക്കുവാണ്. ഇത് കേട്ടതും മാനേജർ അപ്പോ സന്തോഷം, നീ നാളെ മുതല് ഷിരോയുടെ കൂടെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് എന്ന് പറയും. ഇവൾക്ക് ഇപ്പോഴും അറിയില്ല ഷിരോ ആരാണെന്ന്. എന്നിട്ടും എല്ലാം അറിഞ്ഞ പോലെ തലയാട്ടിക്കൊണ്ട് ഓക്കെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവർ ഇത് കേട്ടിട്ട് എന്ത് ഷിരോയോ എന്ന പോലെ വായും പൊളിച്ചു നോക്കുവാണ്. അപ്പോ അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു കണ്ണാടി വെച്ച ആള് വന്നിട്ട് ഓ ഷിരോന്റെ കൂടെയോ, വളരെ കഷ്ടമോളെ എന്ന് പറയും. ഇവൾക്കാണെങ്കിൽ ഒരു പിടിയും കിട്ടുന്നില്ല. ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ നോക്കുമ്പോ നീ TV ഒന്നും കാണാറില്ലേ എന്ന് ചോദിക്കും. അതിന് ഇപ്പോ ഫോൺ ഉണ്ടല്ലോ സാർ, അതിലാണ് എല്ലാം കാണുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അവളും. ഇത് കേട്ട് അയാള് പെട്ടെന്ന് കണ്ണാട ഊരി മാറ്റിയിട്ട് ഞാൻ ആരാണെന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായില്ല? ആ, നിങ്ങളിവിടെ വർക്ക് ചെയ്യുന്ന ക്ലർക്ക് അല്ലേ എന്ന് ചോദിക്കും. ആര് പറഞ്ഞു? ബെസ്റ്റ് ആക്ടർ അവാർഡ് 5 തവണ വാങ്ങിയ ആക്ടർ ഞാനാണ് അസഹീന എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബിൽഡപ്പ് ഒക്കെ ഇട്ട് ഇൻട്രോ കൊടുക്കുവാണ്. അപ്പോ നിങ്ങൾ എന്തിനാ ഇവിടെ ഇങ്ങനെ പണിയെടുക്കുന്നതെന്ന് അവള് തിരിച്ചു ചോദിക്കുമ്പോ ഓ അതൊക്കെ ഒരു വലിയ കാരണങ്ങളാണെന്ന് വേറൊരു ലേഡി പറയും. ഇത് കേട്ട് അയാളും ഒന്ന് താന്നിട്ട് അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ ചെവിയിൽ വന്ന് സ്വകാര്യമായിട്ട് പറയും. ഇവളും ശരി ശരി അതൊക്കെ പറഞ്ഞിട്ട് തലയാട്ടുന്നുണ്ട്. അപ്പോ ആ ലേഡി വന്ന് നമ്മുടെ ഹീറോയിന്റെ കയ്യിൽ ഒരു ബുക്ക് കൊടുത്തിട്ട് ഇനി മുതൽ പിക്കപ്പ് ചെയ്യുന്നത് മുതൽ എല്ലാ ജോലിയും നീ വേണം ഷിരോയുടെ കൂടെ ചെയ്യാനെന്ന് പറയും. അവളും ഓക്കെ പറയുന്നുണ്ട്. ഇപ്പോ കട്ട് ചെയ്താൽ നമ്മുടെ ഹീറോയിൻ കാറും എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഷിരോയ്ക്ക് കോള് ചെയ്താൽ അവനാണെങ്കിൽ അറ്റൻഡ് ചെയ്യുന്നില്ല. ശരി നോക്കാമെന്ന് പറഞ്ഞ് അവന്റെ റൂമിലേക്ക് വന്ന് കോളിംഗ് ബെൽ അടിച്ചതും ഉള്ളിൽ നിന്നൊരു പെണ്ണ് വരുന്നുണ്ട്. ആരാ നീ? ഓ നീ അവനെ മയക്കാൻ വന്നവളാണോ എന്ന് ചോദിച്ചതും ഇല്ലില്ല, ഞാൻ ഇവിടെ മാനേജറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്, ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്ന് സന്തോഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പിന്നിൽ നിന്ന് ഷിരോ പാതി ഡ്രസ്സോട് കൂടി അവിടേക്ക് വരുന്നുണ്ട്. ഇങ്ങനെ കണ്ടതും അവള് നേരെ അവന്റെ മുഖത്തേക്ക് നോക്കുന്നില്ല. പെട്ടെന്ന് കണ്ണു മൂടിയിട്ട് ശരി ഞാൻ ഇവിടേക്ക് വരണമെന്ന് കരുതിയതല്ല, എന്നാലും നിങ്ങൾ വേഗം റെഡി ആവും, ഷൂട്ടിന് പോകണമെന്ന് പറഞ്ഞിട്ട് വിളിക്കും. അപ്പോ ഹീറോയും നീ ആ സ്കൂൾ ടീച്ചർ അല്ലേ എന്ന് ചോദിക്കുമ്പോ ഇപ്പോഴാണ് അവള് തല പോക്കി നോക്കുന്നത്. ഇപ്പോഴാണ് അവൾക്ക് മനസ്സിലാകുന്നത് അത് നീ അല്ലേടാ എന്ന രീതിയിൽ അവൾ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ഇപ്പോ കട്ട് ചെയ്താൽ രണ്ടുപേരും ഒന്നിച്ച് ഒരു ചെറിയ ഷൂട്ടിങ്ങിന് വന്നിരിക്കുവാണ്. അതെന്തോ ഒരു ടേസ്റ്റ് നോക്കുന്ന ഷോ പോലെ ഉണ്ട്. ഇവനും കഴിച്ചൊക്കെ നോക്കിയിട്ട് വാവ് സൂപ്പർ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് തള്ളി മറിച്ചോണ്ടിരിക്കുവാണ്. അങ്ങനെ കമന്റ് ഒക്കെ കൊടുത്തിട്ട് എഴുന്നേറ്റ് വരുമ്പോ ഇത് കേട്ടിട്ട് ഇവളും സത്യമായിട്ട് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും. ഇല്ലില്ല എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ലെന്ന് അവൻ പറയുമ്പോ പിന്നെ എന്തിനാ നിങ്ങൾ കള്ളം പറഞ്ഞതെന്ന് അവള് ചോദിക്കും. ഇത് കേട്ട് അവനൊന്ന് ചിരിച്ചിട്ട് അതെന്റെ ജോലിയാണ് മോളെ എന്ന് പറഞ്ഞിട്ട് പോകുവാണ്. ടീച്ചർ ആയതുകൊണ്ട് നമ്മുടെ ഹീറോയിന് കള്ളം പറയുന്നത് തീരെ ഇഷ്ടമല്ല എന്നാ തോന്നുന്നത്. ഇപ്പോ അത് കഴിഞ്ഞ് വേറൊരു ഷൂട്ടിംഗ് തുടങ്ങുന്നുണ്ട്. ഇവളടുത്തേക്ക് വരുമ്പോ ഇവനാണെങ്കിൽ ഒരു ആവശ്യമില്ലാതെ ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ്. അല്ല നിങ്ങൾ എന്തിനെങ്ങനെ ചിരിക്കുന്നതെന്ന് ചോദിച്ചതും അതോ അടുത്ത ഷോട്ട് എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ട് എടുക്കാൻ പോകുന്നേ, അതുകൊണ്ട് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യുന്നതാ, ആരംഭിച്ചതും ചിരിച്ചോളം കേട്ടു എന്ന് പറഞ്ഞിട്ട് അവൻ അവിടേക്ക് പോയിരിക്കുവാണ്. ഇപ്പോ ഇവളും ശരിയെന്ന് പറഞ്ഞിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ്. ഇപ്പോ കൗണ്ട് ഡൗൺ ഇട്ട് ആക്ഷൻ പറഞ്ഞതും നമ്മുടെ ഹീറോയിന് മാത്രം വയറ് താങ്ങി പിടിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. ഇത് കണ്ട് എല്ലാവരും സൈലന്റ് ആയിട്ട് അവളെ തന്നെ ഒരുമാതിരി നോക്കുന്നുണ്ട്. എന്തേത് സെറ്റില് സൈലന്റ് ആയിട്ട് ഇരിക്കണം എന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ നമ്മുടെ ഹീറോയിനെ പിടിച്ച് ചീത്ത പറയാനായിട്ട് തുടങ്ങും. ഇതെല്ലാം വില്ലത്തനത്തോടെ ചെയ്ത് കൂട്ടിയിട്ട് ഷിരോ അവിടെ ചിരിച്ചുകൊണ്ട് നോക്കിയിരിക്കുന്നുണ്ട്. ഇവളും ഒന്നും മനസ്സിലാവാതെ സോറി സോറി എന്ന് പറഞ്ഞിട്ട് ഇപ്പോ ഹീറോയിനെ നോക്കിയത് അവൾക്ക് നല്ല ടെൻഷൻ ആകുന്നുണ്ട്. അവൻ എന്നോട് കള്ളം പറഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് കണ്ണുരുട്ടി പേടിച്ചോണ്ട് നിൽക്കുവാണ്. ഇപ്പോ കട്ട് ചെയ്താൽ അവളുടെ ഫ്രണ്ടിന്റെ കൂടെ ഒരു ബാറിൽ ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. എന്നെ കൊണ്ട് അവനെ ഒരിക്കലും ക്ഷമിക്കാനായിട്ട് പറ്റില്ല. അവൻ എന്ത് ദ്രോഹിയാണെന്നറിയോ, എന്റെ അടുത്ത് കള്ളം പറഞ്ഞിട്ട് എന്നെ എത്ര നാണം കെടുത്തിയെന്ന് അറിയോ എന്ന് പറഞ്ഞിട്ട് അവള് പെറുപെറുത്തോണ്ടിരിക്കുവാണ്. ഇതെല്ലാം നോർമൽ അല്ലേടി, വിട്, ഒരു വലിയ സ്റ്റാറിന്റെ അടുത്ത് മാനേജറായിട്ട് ജോയിൻ ചെയ്തിരിക്കുവാണ്. അവനാണെങ്കിൽ നിന്നെ അസിസ്റ്റന്റിനേക്കാളും മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാരമില്ല, ഇതെല്ലാം ശീലമായിക്കോളും, വിടടി എന്ന് പറഞ്ഞ് ഫ്രണ്ടും പറയുന്നുണ്ട്. അതും പറഞ്ഞ് ജോബ് കിട്ടുന്ന വരെ ഉള്ളൂ,
കിട്ടിയതും ഇവിടെ നിന്ന് ഞാൻ ഓടി രക്ഷപ്പെടുമെന്ന് അവള് പറയുവാണ്. അവനൊരു കള്ളം പറഞ്ഞെന്ന് പറഞ്ഞ് നീ എന്തിനാ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നതെന്ന് ഫ്രണ്ട് ചോദിച്ചതും ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെന്ന് പറഞ്ഞിട്ട് അവളൊരു കഥ പറയാനായിട്ട് തുടങ്ങുവാണ്. അങ്ങനെ ഫ്ലാഷ് ബാക്ക് കാണിച്ചാൽ ഇവള് സ്കൂളിൽ പോകുമ്പോ ഇവള് മാത്രം ജിം ഡ്രസ്സിലാണ് വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാവരും നോർമൽ ഡ്രസ്സിലാണ് വന്നിരിക്കുന്നത്. നീ എന്തിനാണ് ഇന്ന് ജിം ഡ്രസ്സിൽ വന്നിരിക്കുന്നത് എന്ന് ഫ്രണ്ട്സുകൾ ചോദിച്ചതും സോയാണ് പറഞ്ഞത് ഇന്ന് എല്ലാവരും ജിം ഡ്രസ്സായിട്ടിട്ട് വരണ്ടേന്ന്, അതുകൊണ്ട് ഞാൻ ഇതിട്ടിട്ട് വന്നേന്ന് പറയും. ഇത് കേട്ട് ആ സോയു പയ്യനും ഷീചാൻ എന്തിനാ നീ അതെല്ലാം വിശ്വസിക്കുന്നേ, ഞാൻ പറയുന്നതെല്ലാം നീ അതേപോലെ വിശ്വസിക്കുമെന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. ആ ചിരി അവളുടെ കാതില് മുഴങ്ങി മുഴങ്ങി കേൾക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഇതേപോലെ ചെറിയ വയസ്സില് ആ പയ്യൻ തുടരെ കളിയാക്കിക്കൊണ്ടിരുന്ന എന്നാ തോന്നുന്നേ. ഇപ്പോ തിരികെ ഇവൻ പറ്റിച്ചതും അവൾക്ക് ആകെ ടെൻഷനായി. ആ സമയത്ത് സ്കൂളിൽ നടന്ന പോലെ എന്റെ ജീവിതത്തിൽ ഇനി നാണം കെടാൻ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അവള് പുലമ്പിക്കൊണ്ടേ കിടക്കുവാണ്. ഇപ്പോ കട്ട് ചെയ്താൽ അടുത്ത ദിവസം പിന്നെയും അവനെ പിക്കപ്പ് ചെയ്യാനായിട്ട് വന്നിരിക്കുവാണ്. എപ്പോഴത്തെ പോലെ അവൻ കോൾ എടുക്കുന്നില്ല. ശരിയെന്ന് പറഞ്ഞ് മേലിലേക്ക് വന്ന ഉള്ളിൽ നിന്ന് ഒരു പെണ്ണിറങ്ങി ഓടുന്നുണ്ട്. ഇവനാണെങ്കിൽ പാതി ഡ്രസ്സോട് കൂടി അവളുടെ പിന്നാലെ ഓടി വരുന്നുണ്ട്. ഇവന് ഇത് തന്നെയാണ് പണി എന്നാ തോന്നുന്നേ. ഇത് കണ്ട് ഇവളും മര്യാദയ്ക്ക് ഡ്രസ്സ് ഇട്ടിട്ട് പുറത്തേക്ക് വാ, ഇതെല്ലാം കാണാൻ എന്റെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ദൈവം എന്ന് പറഞ്ഞിട്ട് പെറുപുറത്തോണ്ട് അവളും പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോ രണ്ടുപേരും കൂടി കാറിൽ ഒന്നിച്ച് വന്നുകൊണ്ടിരിക്കുവാണ്. അല്ല, നേരത്തെ ഒരു പെണ്ണ്, ഇപ്പോ വേറൊരു പെണ്ണ് വരുന്നു. നിങ്ങൾ ശരിക്കും ആരെയാ ലവ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ അതാണ് ഞാനും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരോടെ എനിക്ക് ഫീലിങ്സ് ഉള്ളത് അവരെയാണ് ഞാൻ ലവ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയും. അപ്പോ നിങ്ങൾ അവരെ വെച്ച് ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുവാണോ എന്ന് ചോദിച്ചതും ആര് പറഞ്ഞു ഞാൻ അവരെ വെച്ച് ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുവാണെന്ന്? എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ സീരിയസ് ആയിട്ട് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുവല്ലോ എന്ന് അവൻ പറയുവാണ്. ശരി ശരി, എന്തോ ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് എനിക്ക് അറിയാം. പക്ഷേ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരേ ഒരു പേഴ്സൺ മാത്രം ഞാൻ പറയുന്ന കള്ളവും ഞാൻ പറയുന്ന സത്യങ്ങളെല്ലാം വിശ്വസിക്കായിരുന്നു. ഇത് കേട്ടതും നമ്മുടെ ഹീറോയിൻ സാരമില്ല, അങ്ങനെ ഒരു പേഴ്സൺ എങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടല്ലോ എന്ന് പറയുമ്പോ അതും കള്ളമാണെന്ന് പറഞ്ഞതും അത്രേ ഉള്ളൂ. അവൾക്ക് ആകെ ടെൻഷൻ ആകുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ബോസ് ആയി പോയില്ലേ. അതുകൊണ്ട് മനസ്സിലെന്തോ അവനെ പച്ചയ്ക്ക് പറഞ്ഞിട്ട് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോ അവള് അടുത്തത് ഒരു ഷൂട്ടിംഗ് സ്പോട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതൊരു ചെറിയ മൂവി പോലെയുണ്ട്. അതിലൊരു ബ്രേക്കപ്പ് സീനാണ് ഉള്ളത്. അതിൽ ഹീറോ കുറെ ഡയലോഗ് ഒക്കെ പറഞ്ഞിട്ട് പിന്നെയും പ്രൊപ്പോസ് ചെയ്യണം. അതാണ് സീൻ വരുന്നത്. അപ്പോ ഹീറോ സീനില് ഈ 10 വർഷത്തിനുള്ളില് ഒരു നാള് പോലും നിന്നെ ഞാൻ ഓർക്കാതെ ഇരുന്നിട്ടില്ല. ഞാൻ എന്നെ കൺട്രോൾ ചെയ്യണം എന്നാ വിചാരിച്ചേ. പക്ഷെ എന്റെ മനസ്സ് ഞാൻ പറയുന്നത് കേൾക്കുന്നേ ഇല്ല. ഞാൻ എപ്പോഴും നിന്നെ ലവ് ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും എന്ന് പറഞ്ഞതും ഇത് കാണുന്ന ഇവൾക്കാണെങ്കിൽ എന്തോ ഇവളോട് പ്രൊപ്പോസ് ചെയ്ത ഫീലിൽ അങ്ങനെ നോക്കി നിൽക്കുവാണ്. ഇവിടെ ഹീറോയും ഇമോഷണൽ ആയിട്ട് ഞാൻ നിന്നെ ലവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞതും വായും പൊളിച്ചിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഇവള്. ഇപ്പോ പെട്ടെന്ന് കട്ട് പറഞ്ഞതും എല്ലാവരും നോർമൽ മോഡിലേക്ക് വന്ന് ഹീറോ ജോളിയായിട്ട് ആ ഹീറോയിനോട് സംസാരിക്കാനായിട്ട് തുടങ്ങി. പക്ഷെ ഹീറോയിൻ മാത്രം ആ ഫീലിംഗിൽ അങ്ങനെ സ്റ്റക്ക് ആയ പോലെ നിൽക്കുവാണ്. അതേ ടൈം മാനേജർ അടുത്ത് വന്നിട്ട് ഇതേപോലെ കള്ളത്തരത്തോടെയാണ് ഇവരെല്ലാം സന്തോഷമായിട്ട് ഇരിക്കുന്നത്. വന്ന് നിനക്കും അത് ശീലമായിക്കോളും എന്ന് പറഞ്ഞിട്ട് പോകുവാണ്. ഇപ്പോ നൈറ്റ് രണ്ടുപേരും വർക്കൊക്കെ കഴിഞ്ഞ് വെളിയിലേക്ക് വരുമ്പോ നിങ്ങൾ സത്യമായിട്ട് ഇന്ന് സൂപ്പറായിട്ട് ആക്ട് ചെയ്തു എന്ന് പറയും. എന്തിനാ നീ ഇങ്ങനെ വലിയ കള്ളങ്ങളൊക്കെ പറയുന്നതെന്ന് അവൻ പറഞ്ഞിട്ട് പോയതും ഇല്ലില്ല, സത്യമായിട്ടും നിങ്ങളോട് കള്ളം പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനാ, നിങ്ങൾ നല്ല പോലെ ആക്ട് ചെയ്തത് അത് പറയണമെന്ന് തോന്നി, അതാ ഞാൻ പറഞ്ഞതെന്ന് പറയും. ഇപ്പോ പെട്ടെന്ന് അവിടേക്ക് ഒരുത്തൻ കയറി വരുന്നുണ്ട്. ഹേയ് ഷിരോ, എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്റെ പെണ്ണിന്റെ മേലെ തന്നെ കൈ വെക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ ചുറ്റി ഇവിടെ ചുറ്റി ഇപ്പോ പിന്നെയും എന്റെ ആളുടെ അടുത്ത് തന്നെ നീ വന്നല്ലേ എന്ന് പറഞ്ഞിട്ട് അവനെ അടിക്കാനായിട്ട് വന്നതും നമ്മുടെ ഹീറോയിനാണെങ്കിൽ പെട്ടെന്ന് കയറി നടുക്ക് നിൽക്കും. തടുക്കാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുവാണ് അവള്. അവനാണെങ്കിൽ വേഗം നമ്മുടെ ഹീറോനെ പിടിച്ച് തള്ളിയതും സീച്ചാൻ എന്ന് പറഞ്ഞിട്ട് ഹീറോ അവളെ ഒരു വഴിയെ കൈ പിടിച്ച് രക്ഷപ്പെടുത്തുന്നുണ്ട്. ഇവളും ഷോക്കായിട്ട് അങ്ങനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അടുത്തുള്ളവരെല്ലാം ഒച്ചയെടുത്തതും ആ അടിക്കാൻ വന്നവൻ ഓടിക്കളയും. ഇപ്പോ പതിയെ നമ്മുടെ ഹീറോയിൻ എഴുന്നേറ്റ് സീച്ചാൻ എന്നല്ലേ നിങ്ങൾ വിളിച്ചത്, എങ്ങനെയത് നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിക്കുമ്പോ ഓ ഞാൻ അങ്ങനെയാണോ പറഞ്ഞതെന്ന് അവൻ പറഞ്ഞിട്ട് തിരിഞ്ഞു നിൽക്കുവാണ്. അതെ, ഇതേപോലെ തന്നെയാണ് നിങ്ങൾ പറഞ്ഞത്. ഇതേപോലെ സ്കൂളിൽ പഠിക്കുമ്പോ ഒരു പയ്യൻ എന്നെ ഇതേപോലെ വിളിക്കുമായിരുന്നു. അപ്പോ നിങ്ങളെന്ന് പറഞ്ഞ് അവള് ഡൗട്ടോടെ അവനെ തന്നെ നോക്കുമ്പോ ഫ്ലാഷ് ബാക്കില് ആ കുട്ടി പയ്യൻ ഇവളെ നോക്കി സീച്ചാൻ സീച്ചാൻ എന്ന് പറഞ്ഞ് ചിരിച്ചതൊക്കെ അവൾക്ക് ഓർമ്മ വരുന്നുണ്ട്. ഇവിടെ ഹീറോയും ഹീറോയിനെ നോക്കി അതേപോലെ ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഒരിക്കലുമില്ല എന്ന് പറഞ്ഞിട്ട് അവള് ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പൊ നമ്മുടെ ഹീറോ അവളുടെ അടുത്തേക്ക് വന്നിട്ട് അപ്പോ അവസാനം നിനക്ക് എന്നെ ഓർമ്മ വന്നു അല്ലേ? ഇത്ര വർഷമായിട്ട് ഞാൻ നിന്നെ എത്രത്തോളം മിസ് ചെയ്തെന്ന് അറിയോ സീച്ചാൻ? ഞാൻ പറയുന്നത് അതേപോലെ വിശ്വസിക്കുന്ന ഒരേ ഒരു പെണ്ണ് എന്നവൻ അടുത്ത് വന്നിട്ട് അവളെ ചെവിയില് പറയുവാണ്. ഇത് കേട്ടിട്ട് എന്ത് ഇവനോ
എന്റെ ജീവിതത്തിൽ കാണാൻ പാടില്ലെന്ന് വിചാരിച്ച ഒരേ ഒരാൾ ഇവനാണ്. അങ്ങനെ പറഞ്ഞിട്ട് അവള് ഷോക്കായിട്ട് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുവാണ്. ഇപ്പൊ അവിടെ നിന്ന് കട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ ഷൂട്ടിങ്ങിന് വന്നിരിക്കുവാണ്. ഷീരോ ഇറങ്ങിയതും ഫാൻസ് എല്ലാവരും കൂടി അവനെ ചുറ്റി വളയ്ക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. അങ്ങനെ അവന്റെ ക്രേസി ഫാൻസിന്റെ അടുത്ത് നിന്ന് എങ്ങനെയോ രക്ഷപ്പെടുത്തി ഹീറോയിനുമായിട്ട് അകത്തേക്ക് വരുമ്പോ ഇപ്പൊ അവിടെ ജോലി ചെയ്യുന്ന ഒരാൾ വന്നിട്ട്, നിങ്ങളും എന്റെ സാറും ടെറിക്കോ മീറ്റിംഗ് ഉള്ളതല്ലേ, അപ്പോ എല്ലാം ഓക്കെ അല്ലെന്ന് ചോദിച്ചിട്ട് കൺഫേം ചെയ്തിട്ട് പോയതും ഇത് കണ്ട് നമ്മുടെ ഹീറോയിൻ ടെറിക്കോയോ അങ്ങനെ പറഞ്ഞാ എന്താന്ന് ചോദിക്കും. ഓ അതോ, അതിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ ടേപ്പ് റെക്കോർഡിംഗ് എന്നാണ്. ഇവിടെ നടക്കുന്നതെല്ലാം നിന്നോട് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞിട്ടാ പോയതെന്ന് പറയും. ഓ അങ്ങനെയാണല്ലേ എന്ന് ചോദിച്ചിട്ട് അവളും തലയാട്ടിക്കൊണ്ട് കേട്ട് നിൽക്കുന്നുണ്ട്. ശരി ശരി, ഞാൻ പോയിട്ട് ചേഞ്ച് ചെയ്ത് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുമ്പോ ഇവളുടനെ അവളുടെ ഫോൺ എടുത്തിട്ട് എല്ലാവരും സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്യാനായിട്ട് തുടങ്ങും. അവരും ഇവളെ ഒരുമാതിരിയൊക്കെ നോക്കുന്നുണ്ട്. പെട്ടെന്ന് നോക്കിയാൽ ഇവള് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരാൾ കണ്ടിട്ട്, ഏയ് എന്താ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിന്നോട് ആരാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അവളെ പിടിച്ച് ചീത്ത പറയാനായിട്ട് തുടങ്ങും. ഇവിടെ ഈ മേക്കപ്പ് ഇട്ടിരിക്കുന്നത് ആന്റി ആണോ അങ്കിളാണോ എന്ന് അറിയില്ല, ഇവളെ ആരോ ഉള്ളിലേക്ക് അലോ ചെയ്തെന്ന് പറഞ്ഞിട്ട് അവരവിടെ ഇരുന്ന് കാറാനായിട്ട് തുടങ്ങും. അപ്പോഴാണ് പിന്നിൽ നിന്ന് നമ്മുടെ ഹീറോ വന്നിട്ട്, ടെറിക്കോ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് എന്നാണ് അർത്ഥം. ഒന്നുമില്ല, അവരെന്നെ ജസ്റ്റ് മീറ്റിങ്ങിന് വേണ്ടി വിളിച്ചിട്ട് പോയതാണെന്ന് പറഞ്ഞിട്ട് പോകും. ഇവൻ പിന്നെയും ഇവളെ ട്രിക്ക് ചെയ്ത് പറ്റിച്ചോണ്ടിരിക്കുന്നോണ്ട് എന്നെ കൊണ്ട് ദിവസം ഇങ്ങനെ നാണം കെടാനൊന്നും പറ്റില്ല, ഇപ്പോഴേ ഞാൻ ഈ ജോലി വിട്ട് പോകുവാണെന്ന് പറഞ്ഞിട്ട് അവിടെ കടന്ന് കാറാനായിട്ട് തുടങ്ങുവാണ്. ഇപ്പോ കട്ട് ചെയ്താല് അവൾ ഓഫീസിലാണ് ഉള്ളത്. അവിടെ നമ്മുടെ അസഹീനെ നിൽക്കുന്നുണ്ട്. അവര് നമ്മുടെ ഹീറോയിനെ കണ്ടിട്ട്, അല്ല നീ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു എന്നല്ലേ പറഞ്ഞത്, ഇവളാണെങ്കിൽ ഓൾറെഡി ആകെ ടെൻഷനിൽ ഇരിക്കുവാണല്ലോ. ഇപ്പോ ഇവരും ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ട്, അതേ ഓൾഡ് മാൻ, നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും അറിയണോ എന്ന് ചോദിക്കും. ഇവളയാളെ ഓൾഡ് മാൻ എന്ന് വിളിക്കുന്നത് കേട്ടിട്ട്, ആരോടാ നീ പറയുന്നേ, എന്നോടാണോ, എന്നെ കണ്ടാൽ നിനക്ക് അങ്ങനെയൊക്കെയാണോ തോന്നുന്നതെന്ന് ചോദിച്ചിട്ട് ആകെ ശോകത്തിൽ അവിടെ നിന്ന് നടന്നു പോകുന്നുണ്ട്. ഇപ്പോ ഇതൊക്കെ കേട്ടുകൊണ്ട് നിന്ന ആ ലേഡി ഉണ്ടല്ലോ, അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആ ലേഡി, അവരുടെ പേര് ഹെറ എന്നാണ്. അവരെ നമുക്ക് ഹെറ ആന്റി എന്ന് വിളിക്കാം. ഇപ്പോ ഹെറ ആന്റി വന്നിട്ട്, നിനക്കറിയാവോ, അസഹീന 5 വർഷം മുമ്പ് ഒരു വലിയ സ്റ്റാർ ആയിരുന്നു. പിന്നീട് ഏതൊരു പെണ്ണുമായിട്ട് ചേർന്ന് എന്തോ കള്ളത്തരങ്ങളൊക്കെ ചെയ്തു പിടിക്കപ്പെട്ടു. പിന്നീട് അവന്റെ കമ്പനിയാണ് അവൻ വാങ്ങിയ കടമെല്ലാം അടച്ചത്. ഇപ്പോ ആ കടം തീർക്കാൻ വേണ്ടിയാണ് ഇവൻ ഇങ്ങനെ ഇവിടെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുവാണ്. ഇത് കേട്ടത് നമ്മുടെ ഹീറോയിന് അയ്യോട എന്നൊക്കെ ആവുന്നുണ്ട്. ഇപ്പോ അവിടെ നിന്ന് കട്ട് ചെയ്താൽ നെക്സ്റ്റ് ഡേ ഹീറോയെ പിക്കപ്പ് ചെയ്യാൻ വരുമ്പോ പിന്നെയും ഒരു പെണ്ണിറങ്ങി ഓടുന്നുണ്ട്. അതിന് പിന്നാലെ ഇവനും വന്ന് ഇളിച്ചോണ്ട് നിന്നിട്ട്, ശരി ഞാൻ വേഗം പോയി ഡ്രസ്സ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകും. ഇപ്പോ അവൾ അവനോട് ചോദിക്കും, അല്ല നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഇതൊക്കെ ആരെങ്കിലും അറിഞ്ഞ് വലിയ ന്യൂസ് ആക്കിയാൽ എന്ത് ചെയ്യും, നിങ്ങളുടെ കരിയർ തന്നെ സ്പോയിൽ ആയില്ലേ എന്ന് ചോദിക്കും. ഇത് കേട്ടതും ഹീറോ, ആഹാ നീ മാനേജറെ പോലെയൊക്കെ പറയാൻ പഠിച്ചല്ലോ എന്ന് പറഞ്ഞ് അവളെ കളിയാക്കിയതും, അങ്ങനെയല്ല, നിങ്ങൾ ഇങ്ങനെ ഡെയിലി ഓരോരോ പെണ്ണിന്റെ കൂടി ഇരിക്കുന്നതിന് പകരം നിങ്ങൾക്കുള്ള ഒരു പാർട്ട്ണറിനെ നിങ്ങൾക്ക് തേടിക്കൂടെ, അങ്ങനെയാണെങ്കിൽ ആവശ്യമില്ലാതെ നേരത്തെ ഓരോരുത്തന്മാര് വന്ന് അടിക്കുന്ന പോലെ പിന്നീട് അങ്ങനത്തുള്ള പ്രശ്നങ്ങളൊന്നും വരില്ലല്ലോ എന്ന് പറയും. ഓ അതേലേ, അത് നല്ല ഐഡിയ ആണ്. എന്നാ സീചാൻ നീ എന്റെ പാർട്ട്ണർ ആയിരിക്കാമോ എന്ന് ചോദിച്ചതും ഇവള് ഷോക്കായി. എന്താ പറഞ്ഞെന്ന് പറഞ്ഞ് തിരിയുമ്പോഴേക്കും ഇവനാണെങ്കിൽ ക്ലോസ് ആയിട്ട് വന്ന് നിൽക്കുവാണ്. ഇവള് പെട്ടെന്ന് പേടിച്ചു പോകുന്നുണ്ട്. ഇല്ല, ഞാൻ വെറുതെ പറഞ്ഞതാ, മര്യാദക്ക് റോഡ് നോക്കി വണ്ടി ഓടിക്കണേന്ന് പറഞ്ഞിട്ട് അവൻ തിരികെ അവന്റെ സീറ്റിലേക്ക് ഇരിക്കുവാണ്. അടുത്തത് നമ്മുടെ ഹീറോയ്ക്ക് ഒരു ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുവാണ്. അതിലെ ഇന്റർവ്യൂ എടുക്കുന്ന ചേച്ചി, ശരി നിങ്ങള് ലവിനെ കുറിച്ച് എന്താണ് വിചാരിക്കുന്നതെന്ന് ചോദിക്കും. ലവ് എന്നത് ജീവിതത്തില് ഒരേ ഒരു പെണ്ണിന് മാത്രം കൊടുക്കാനുള്ളതാണ്. നമ്മുടെ ലവും അവൾക്ക് തന്നെ കൊടുക്കണം, അവൾക്ക് മാത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗായിട്ട് തള്ളി മറിച്ചുകൊണ്ടിരിക്കുവാണ് സാറ്. ഇത് കേട്ട് ഇന്റർവ്യൂ എടുക്കുന്ന ചേച്ചി ഇംപ്രസ് ആയി. സാർ നിങ്ങൾ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് സ്വീറ്റ് ആണ്, നിങ്ങൾക്ക് കിട്ടുന്ന പെണ്ണ് ഒരുപാട് ഭാഗ്യം ചെന്നാന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷത്തിൽ അവനെ പൊക്കിയടിച്ചോണ്ടിരിക്കുവാണ്. ഇവിടെ ഹീറോയിനും ഇതെല്ലാം കേട്ട് നിന്നിട്ട് പച്ചയ്ക്ക് കള്ളം പറയാൻ ഇയാൾക്ക് നാണമില്ല എന്ന പോലെ നോക്കി നിൽക്കുവാണ്. ഇപ്പോ കട്ട് ചെയ്താൽ നൈറ്റ് പിന്നെയും അവളുടെ ഫ്രണ്ടുമായിട്ട് ബാറിൽ കുടിച്ചുകൊണ്ടിരിക്കുവാണ് അവള്. നീ വിഷമിക്കേണ്ടടി, ഇതേപോലെ ഒരു സ്ഥലത്ത് വേക്കൻസി ഉണ്ട്, നീ പോയി ഒന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നോക്ക്, കിട്ടിയാ നിനക്ക് അതൊരു ഉപകാരമായില്ലേ എന്ന് പറഞ്ഞതും, നീ ആടി എന്റെ യഥാർത്ഥ ഫ്രണ്ട്, ഒരുപാട് താങ്ക്സ് അടി എന്ന് പറഞ്ഞിട്ടേ എനിക്ക് തങ്ങാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലേസ് കണ്ടെത്തി കഴിഞ്ഞു, ഇന്റർനെറ്റിൽ കണ്ടതാ, ഇത് കുറച്ച് പ്രൈസും ചീപ്പായിട്ട് തോന്നി, കാണാനും സൂപ്പർ, അതുകൊണ്ട് ഫസ്റ്റ് റെന്റ് വരെ പേ ചെയ്ത് കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ അവിടേക്ക് താമസം മാറും എന്ന് പറഞ്ഞ് അവള് വളരെ സന്തോഷത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അടുത്ത ദിവസം ഹീറോയിൻ ഹെറ ആന്റിയുടെ കൂടെ ഒരു പ്ലേസിലേക്ക് വന്നിരിക്കുവാണ്. നമ്മുടെ ഹീറോ ഷീരോ ഒരു വലിയ സൂപ്പർ സ്റ്റാർ ഒന്നുമല്ല,
മാത്രമല്ല വളർന്നു വരുന്ന ഒരു റുക്കി ആക്ടറാണ്. അതുകൊണ്ട് അവസരങ്ങൾ തേടി തേടി കൊടുക്കണം, അത് ഏർപ്പെടുത്തി കൊടുക്കുന്നത് ഇവരുടെ ജോലിയാണ്. അതുകൊണ്ട് ഡയറക്ടറോടും പ്രൊഡ്യൂസർമാരോടൊക്കെ ഇതേപോലെ ഇവർ നല്ല പോലെ അഭിനയിക്കും, ഇവർക്ക് നിങ്ങൾ അവസരങ്ങളൊക്കെ കൊടുക്കണം എന്നൊക്കെ ചോദിക്കണം എന്നാ തോന്നുന്നത്. അതിനു വേണ്ടിയിട്ട് ഹെറ ആന്റിയുടെ കൂടെ അവളും വന്ന് എല്ലാവരോടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോ പെട്ടെന്ന് ഹെറ ആന്റിക്ക് ഒരു പ്രധാനപ്പെട്ട ജോലി വന്നതും നീ വേണം ആ പ്രൊഡ്യൂസറോട് സംസാരിക്കാൻ, നോക്കിയൊക്കെ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് അവള് തനിച്ചാക്കി അവിടെ നിന്ന് പോകും. നമ്മുടെ ഹീറോയിനും വേറെ വഴിയില്ല, മുമ്പ് പരിചയമില്ല, എന്റെ തലയെഴുത്ത് അല്ലാതെ എന്തെന്ന് പറഞ്ഞിട്ട് പ്രൊഡ്യൂസറുമായിട്ട് ചിരിച്ചിരിച്ച് സംസാരിക്കാനായിട്ട് തുടങ്ങും. ഇതേപോലെ ഇവർക്ക് അവസരങ്ങളൊക്കെ കൊടുക്കണം, ഇവര് ഒരു നല്ല ആക്ടർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് തള്ളി മറിച്ചുകൊണ്ടിരിക്കുവാണ്. പക്ഷെ അവര് മൈൻഡ് പോലും ചെയ്യുന്നില്ല. ശരി ശരി വെച്ചിട്ട് പോയെന്ന് പറഞ്ഞിട്ട് അവളെ ഇഗ്നോർ ചെയ്ത് വിടും. ഇപ്പോ വേറൊരാള് വന്നിട്ട് സംസാരിച്ചതും അയാള് ചിരിച്ചു കളിച്ച് ജോളിയായിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങുവാണ്. ഓ, അപ്പോ നമ്മളോട് മാത്രമാണല്ലോ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് അവള് പിന്നെയും അടുത്ത് ചെന്നിട്ട് ഇതേപോലെ ഇവര് നല്ല പോലെ ആക്ട് ചെയ്യും, ഹാൻസം ആണ്, കഴിവുള്ള പയ്യനാണെന്നൊക്കെ പറഞ്ഞിട്ട് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ ചേർത്ത് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഡയറക്ടറും ഇവള് വിടുന്ന ലക്ഷണമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ഷീറ്റ് എടുത്ത് നീട്ടിയിട്ട് ഇത് ഫില്ലപ്പ് ചെയ്തിട്ട് വരാനായിട്ട് പറയും. ഇത് കണ്ടതും അവള് ഹാപ്പി ആയിട്ട് സാരില്ലല്ലോ, ഞാൻ കാരണം അവർക്ക് ഒരു വലിയ അവസരം കിട്ടാൻ പോകുവാണെന്ന് പറഞ്ഞിട്ട് സന്തോഷത്തിൽ ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്താൽ അതിങ്ങനെ സൈഡ് റോളിലൊക്കെ അഭിനയിക്കുന്നവരില്ലേ, അവർക്ക് വേണ്ടിയുള്ള ഫോമാണ് കൊടുത്തുവിട്ടിരിക്കുന്നത്. എത്ര ധൈര്യം ഉണ്ടെങ്കിൽ അവൻ ഇത് നിന്റെ കയ്യിൽ കൊടുത്തുവിടും, നിനക്ക് മുമ്പ് പരിചയമൊന്നുമില്ലല്ലോ, അതുകൊണ്ടാണ് നിന്റെ കയ്യിൽ ഇത് തന്നു വിട്ടതെന്ന് പറയും. ഇത് നോക്കുമ്പോളെ ഞാൻ ഷീറോയെ ഒരു വലിയ ആക്ടർ ആക്കണം എന്നാ വിചാരിക്കുന്നത്, ഇതേപോലെ സൈഡ് റോളിലൊന്നും അഭിനയിക്കാൻ ഞാൻ അവനെ കൊണ്ട് സമ്മതിക്കില്ല, ഇനിയെങ്കിലും കുറിച്ച് ശ്രദ്ധിക്കെന്ന് പറഞ്ഞിട്ട് ആ ഫോമും വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇട്ടിട്ട് അവരവിടെ നിന്ന് പോകുവാണ്. നമ്മുടെ ഹീറോയിനും സോറി സോറി, ഇനി മുതൽ ഇങ്ങനെ ഒന്നും നടക്കില്ല, ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോ ഇവിടെ നടന്നതെല്ലാം കേൾക്കുന്ന നമ്മുടെ ഹീറോയും ആ ഫോം എടുത്ത് അവന്റെ കയ്യിലേക്ക് വെക്കുവാണ്. ഇപ്പോ വെളിയിലേക്ക് വരുമ്പോ നമ്മുടെ ഹീറോയിനാണെങ്കിൽ മുമ്പിലായിട്ട് ഇങ്ങനെ നടന്നു പോകുവാണ്. ഇവളാണെങ്കിൽ ടീച്ചർ ജോബ് തേടിക്കൊണ്ടിരിക്കുവാണല്ലോ. സോ നാളെ ഇന്റർവ്യൂ ഉണ്ട്, മറക്കാതെ വരണം എന്ന് പറഞ്ഞിട്ട് അവളുടെ ഫ്രണ്ട് അവളെ വിളിച്ചു പറയുന്നുണ്ട്. ഇത് കേട്ടതും അവൾക്ക് അത്രയൊരു സന്തോഷത്തിൽ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുവാണ്. ഇത് നമ്മുടെ ഹീറോയും കാണുന്നുണ്ട്. ഇപ്പൊ അടുത്ത ദിവസം റെസ്യൂം എല്ലാം എടുത്തിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഹീറോയുടെ അടുത്ത് നിന്ന് കോള് വരുന്നുണ്ട്. ഇന്ന് ഞാൻ ലീവ് പറഞ്ഞതാണല്ലോ, പിന്നെ എന്തിനാ ഇവൻ വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അറ്റൻഡ് ചെയ്താൽ സീച്ചാൻ ഞാൻ ഓഡീഷന് പോകാമെന്ന് തീരുമാനിച്ചു, നീ ഇന്നലെ കൊണ്ടുവന്ന് കൊടുത്തില്ലേ ആ ഓഡീഷന്, ഇപ്പൊ ഞാൻ അവിടെയാണ് ഉള്ളതെന്ന് പറഞ്ഞതും അല്ല പക്ഷേ മാനേജർ അത് വേണ്ട എന്നല്ലേ പറഞ്ഞത്, ഇല്ല ഞാൻ പോകാമെന്ന് തീരുമാനിച്ചു, ഇത് എന്റെ മാത്രം തീരുമാനമാണെന്ന് പറയും. ശരി ശരി നിങ്ങൾ പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അവള് കോള് കട്ട് ചെയ്യാനായിട്ട് നോക്കുമ്പോ ഇവിടെ എല്ലാവരും അവരുടെ മാനേജറുമായിട്ടാ വന്നിരിക്കുന്നത്. എന്റെ മാനേജർ മാത്രം എന്റെ കൂടെയില്ല, നീ വന്നില്ലെങ്കിൽ എന്റെ കരിയർ എന്താകും, എന്റെ സൂപ്പർ സ്റ്റാർ ആവാനുള്ള ആഗ്രഹം അവിടെ തീരൂ എന്ന് പറഞ്ഞിട്ട് അവൻ കോള് കട്ട് ചെയ്ത് വിടും. ഇതൊക്കെ കേട്ട് കഴിയുമ്പോ അവൾക്കും അവൻ എന്തെങ്കിലും കാട്ടട്ടെ എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ അവളെ കൊണ്ട് പറ്റുന്നേ ഇല്ല. ആ ഇന്റർവ്യൂ അവിടെ കളഞ്ഞിട്ട് ഓടി ഓടി ഇവനെ കാണാനായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവള് വരുമെന്ന് ഇവന് അറിയാവുന്നത് പോലെ ഉണ്ട്, ചിരിച്ചുകൊണ്ട് കൂളായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പോ നമ്മുടെ ഹീറോയിനും ഓടി പിടിച്ച് അവൻ ഉള്ളിടത്തേക്ക് വന്നാൽ ഇവൻ പറഞ്ഞ പോലെ വേറെ മാനേജേഴ്സ് ഒന്നുമില്ല, ഇവൾ ഒരുത്തി മാത്രമേ ഉള്ളൂ. പിന്നെയും അവളെ പറ്റിച്ചു. ഇപ്പോ ഇതൊക്കെ കാണുമ്പോ അവൾക്ക് നല്ല ടെൻഷൻ ആകുന്നുണ്ട്. എന്നാലും എന്തെങ്കിലൊക്കെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഓഡീഷന് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് അവള്. അടുത്തത് നമ്മുടെ ഹീറോയുടെ ചാൻസ് ആണ്. അവനെ ആണെങ്കിൽ അവിടെയുള്ള പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും ഒന്നും വലിയ മൈൻഡ് ഒന്നും കൊടുക്കുന്നില്ല. പക്ഷെ അവൻ ആക്ട് ചെയ്യാൻ തുടങ്ങിയതും എല്ലാവരും ഞെട്ടുന്നുണ്ട്. എല്ലാവരും കണ്ണും തള്ളി ആശ്ചര്യത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അത്രയ്ക്ക് സൂപ്പർ ആയിട്ട് ഇമോഷണൽ ആയിട്ടാണ് ആ സീൻ അവൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ആക്ടിംഗ് ഒക്കെ കഴിഞ്ഞു വന്നിരുന്നതും ഹീറോയിന് അവന് ടിഷ്യൂ പേപ്പർ ഒക്കെ എടുത്ത് കൊടുത്തോണ്ടിരിക്കുവാണ്. അപ്പൊ അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഓഫീസിലേക്ക് വന്നതും നമ്മുടെ ഹെറ ആന്റി സന്തോഷത്തിൽ ഒരു നോട്ടീസ് അവർക്ക് കൊടുക്കുന്നുണ്ട്. നോക്കിയാൽ ഇവനൊരു ഓഡീഷന് പോയില്ലേ, ആ സൈഡ് റോളിൽ ആക്ട് ചെയ്തിട്ട് ഒരു മെയിൻ റോളിന് ഇവന് സെലക്ഷൻ കിട്ടിയിരിക്കുവാണ്, ഇതെല്ലാം നീ കാരണമാണ് നടന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇല്ലില്ല, ഇവര് സൂപ്പർ ആക്ട് ചെയ്തുകൊണ്ടാണ് ഇവർക്ക് സെലക്ഷൻ കിട്ടിയതെന്ന് അവളും പറയും. ഒരു മാനേജറായി നീ നല്ല ജോലിയാണ് ചെയ്തിരിക്കുന്നത്, നീയേ ഈ വർക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ എന്താന്ന് ചോദിക്കുമ്പോ അവളൊന്നും മിണ്ടാതെ നോക്കി നിൽക്കുവാണ്. സാലറിയും കൂട്ടിത്തരാമെന്ന് പറഞ്ഞതും ഇത്രേ ഉള്ളൂ, അവൾക്ക് 100 സമ്മതം, ശരി ശരി എന്ന് പറഞ്ഞിട്ട് തലയാട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ആ സന്തോഷത്തില് ഇപ്പോ വീട്ടിലേക്ക് വന്നിട്ട് അവളൊരു അപ്പാർട്ട്മെന്റ് കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടേക്ക് പോകാൻ വേണ്ടി മൊത്ത തിങ്സും അവള് പാക്ക് ചെയ്ത് വണ്ടിയിൽ കയറ്റി പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുമ്പോ അവൾക്ക് ആ സമയത്ത് ഒരു കോള് വരുന്നുണ്ട്. എടുത്ത് സംസാരിക്കുമ്പോഴാണ് അറിയുന്നത് ഇവള് ഓൺലൈൻ കണ്ടിട്ടാണല്ലോ പേ ചെയ്തിരിക്കുന്നത്. നോക്കിയാൽ അത് തട്ടിപ്പുകാരാണ്, അങ്ങനെ ഒരു പ്ലേസേ ഇല്ല. ഇവളുടെ കയ്യിൽ നിന്ന് കാശ് അടിച്ചുകൊണ്ട് അവര് പോയി. തീർന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇപ്പൊ അങ്ങനെ അവള് ചുറ്റി നടക്കുവാണ്. നേരെ വഴിയില്ലാതെ ഹീറോയുടെ അടുത്തേക്ക് വരുമ്പോ എന്തുപറ്റി, കാറിന് എന്തുപറ്റി എന്ന് ചോദിക്കും. ഞാൻ വീട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിരുന്നതാ, പക്ഷെ ഓൺലൈനിൽ ഒരു ഫ്രോഡിന്റെ കയ്യില് കാശ് കൊടുത്തിട്ട് പറ്റിക്കപ്പെട്ടു എന്ന് പറയും. ഇത് കേട്ട് ആശ്വസിപ്പിക്കുന്നതിന് പകരം
എന്ത് പറ്റിച്ചിട്ട് പോയെന്ന് ചോദിച്ചിട്ട് അവൻ ഇരുന്ന് ചിരിക്കാനായിട്ട് തുടങ്ങി. ഇപ്പോ ഞാൻ പറയുന്നത് മാത്രല്ല നീ വിശ്വസിക്കുന്നേ, എല്ലാവരും പറയുന്നത് വിശ്വസിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. നിങ്ങൾ ഓവറായിട്ട് ചിരിക്കൊന്നും വേണ്ട, എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ട് അവളുടെ വീട്ടിലേക്കാ ഞാൻ പോകാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവൾക്കിപ്പോ കോള് ചെയ്ത് നോക്കിയാൽ എന്ത് അതിന്നാണോ? സോറി ഡി, ഇന്ന് എന്റെ വീട്ടിൽ എന്റെ ബോയ് ഫ്രണ്ട് ഉണ്ട്, ഇന്ന് പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവള് കോള് കട്ട് ചെയ്യും. ഇത് നമ്മുടെ ഹീറോയിൻ കേട്ടിട്ട് നിനക്ക് വേണമെങ്കിൽ നിന്റെ തിങ്സ് എല്ലാം എന്റെ വീട്ടിൽ വെച്ചുകൂടെ എന്ന് ചോദിക്കും. അപ്പോ ഇവളാണെങ്കിൽ ഒരുമാതിരി നോക്കുന്നുണ്ട്. അതെ, ഇന്ന് നീ ഫുള്ളും ഈ ട്രക്കുമായിട്ട് എന്നെ പിക്കപ്പ് ആയിട്ട് ഡ്രോപ്പ് ചെയ്തോണ്ടിരുന്ന എനിക്കല്ല അതിന്റെ നാണക്കേട്, അതുകൊണ്ട് പറഞ്ഞതാണെന്ന് പറയും. അപ്പോ ഇവൾക്കും അത് ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ട്. എന്നാ നിങ്ങള് എന്റെ തിങ്സ് മാത്രം വെച്ചാ മതി എന്ന് പറയുമ്പോ എന്ത് തിങ്സ് മാത്രോ? അപ്പോ നിനക്ക് തങ്ങാൻ വേറെ ഇടം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇല്ല എന്ന് അവള് സൈലന്റ് ആയിട്ട് പതിയെ പറയുവാണ്. എനിക്കറിയാം നിനക്കൊരു ബോയ് ഫ്രണ്ട് പോലും ഇല്ലെന്ന് പറഞ്ഞിട്ട് അവൻ ചിരിച്ചിട്ട് നേരെ വണ്ടിയിലേക്ക് കയറിയിരിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചിട്ട് അവളും പിന്നാലെ കയറി ചെന്നിരിക്കുന്നുണ്ട്. ഇപ്പോ അവൻ അവളുടെ കയ്യിലേക്ക് പതിയെ പിടിച്ചിട്ട് സീച്ചാൻ എന്തുകൊണ്ട് എന്റെ കൂടെ എന്റെ വീട്ടിൽ നീ തങ്ങിക്കൂടെ എന്ന് ചോദിക്കും. ഹീറോയിനാണെങ്കിൽ ഇത് കേട്ട് ഷോക്കായിട്ട് ഇങ്ങനെ അവനെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പോ അവിടെ നിന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ നമ്മുടെ ഹീറോയിനും അവളുടെ തിങ്സുകളെല്ലാം എടുത്തുകൊണ്ട് അവന്റെ വീട്ടിലേക്ക് വന്നിരിക്കുവാണ്. ഇത് നമ്മുടെ ഏജൻസിയുടെ അപ്പാർട്ട്മെന്റ് ആണ്, അതുകൊണ്ട് നീ പേടിക്കേ വേണ്ട എന്ന് പറഞ്ഞിട്ട് അവനും അവളെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. ഇല്ലില്ല, നിങ്ങൾ എന്റെ തിങ്സ് മാത്രം ഇവിടെ വെച്ചാൽ മതി എന്ന് പറയുമ്പോ എന്ത് തിങ്സ് മാത്രോ? അപ്പോ നീ എവിടെയാ താമസിക്കാൻ പോകുന്നതെന്ന് ചോദിക്കും. അവളും ഇത് കേട്ടിട്ട് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് തല കുനിച്ച് നിൽക്കുവാണ്. ഇപ്പൊ ഹീറോ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് വന്ന് നിന്നിട്ട് നോക്ക്, നീ ഇവിടെ സ്റ്റേ ചെയ്യുവാണെങ്കിൽ ഞാൻ വേറൊരു പെണ്ണിനെയും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരില്ല എന്നവൻ പറയും. ഇത് കേട്ടതും അവളും അവനെ ഒരുമാതിരി നോക്കുന്നുണ്ട്. നീ ഇവിടെ താമസിച്ചാൽ നിനക്കല്ലേ ബെനിഫിറ്റ് ഉള്ളത്, നിനക്ക് റെന്റ് ഒന്നും പേ ചെയ്യേണ്ട വരില്ലല്ലോ എന്ന് പറയുമ്പോ അത് ശരിയാണല്ലോ, ഞാൻ ഇവിടെ താമസിച്ചാൽ എനിക്ക് വാടകയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് അവൾ അങ്ങനെ ചിന്തിക്കുവാണ്. പിന്നെ എന്താ ആലോചിക്കുന്നേ, ഇനി നമ്മൾ റൂംമേറ്റ്സ് ആന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് കൈ കൊടുക്കുമ്പോ ഇല്ലില്ല, നിങ്ങൾ പിന്നെയും പെണ്ണുങ്ങളെ കൂട്ടി ഇവിടേക്ക് വന്നാലോ, എന്തൊക്കെയാണെങ്കിലും ഇനിയിപ്പോ നമ്മൾ ഒരുമിച്ച് താമസിച്ചാലും തനിയായിട്ട് ഫുഡ് കഴിക്കണം, തനിയായിട്ട് ബാത്റൂം പോലും ടൈം വെച്ച് വേണം യൂസ് ചെയ്യാൻ, പിന്നെ നിങ്ങൾ ഈ ഭാഗത്തേക്ക് വരാനേ പാടില്ലെന്ന് പറഞ്ഞിട്ട് നിറയെ നിബന്ധനകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇത് കേട്ട് ഹീറോയും അല്ല നീ മറന്നു പോയിട്ടൊന്നുമില്ലല്ലോ, ഞാനാണ് നിന്നെ സ്റ്റേ ചെയ്യാൻ ഇവിടെ അനുവദിച്ചതെന്ന്. അപ്പോ ഹീറോയിനും ഇത് കേട്ട് എന്നോട് ക്ഷമിക്കണം, പക്ഷേ നിങ്ങൾ സ്റ്റേ ചെയ്യാൻ സമ്മതിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്, എന്റെ കയ്യിൽ ആവശ്യത്തിന് പണം വന്നാ ഞാൻ എന്റെ തിങ്സുമായിട്ട് അപ്പോ തന്നെ ഇവിടെ നിന്ന് പോയിക്കോളാം എന്ന് പറയും. അപ്പോ നെക്സ്റ്റ് ഡേ നമ്മുടെ ഹീറോയുടെ വീട്ടില് ബോക്സുകളെല്ലാം അടക്കി വെച്ച് അതിന്റെ നടുക്ക് നിന്ന് അവൾ ഉണരുന്നുണ്ട്. ഉണർന്നതും ഇപ്പോ ഹീറോയുടെ വീട്ടിലാണെന്ന് ഓർമ്മ വന്ന് ഞെട്ടി എഴുന്നേക്കുമ്പോ നമ്മുടെ ഹീറോ ഷർട്ടില്ലാതെ അവിടേക്ക് വന്നിട്ട് ഞാൻ നിനക്ക് ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വേഗം വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഇവനെ ഇങ്ങനെ കണ്ട് അവള് പെട്ടെന്ന് കണ്ണു മൂടിയിട്ട് നിങ്ങൾക്കൊന്ന് ഷർട്ട് ഇട്ടിട്ട് ഇതിൽ കൂടെ നടന്നൂടെ, ഒരു പെണ്ണ് നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നതല്ലേ, ഞാൻ എന്റെ വീട്ടില് ഇങ്ങനെയൊക്കെയാണ് നടക്കാറെന്ന് പറയുമ്പോ എന്നാ ഇനി അങ്ങനെ നടക്കില്ല, ഞാൻ ഇവിടെ ഉള്ളപ്പോഴെങ്കിലും നിങ്ങൾ ഷർട്ട് ഇട്ടിട്ട് നടന്നാ മതി എന്ന് പറഞ്ഞിട്ട് അവള് ചീത്ത പറയും. ഇവന് ശരിയെന്ന് പറഞ്ഞിട്ട് പോയി ഒരു ഷർട്ട് ഇട്ടിട്ട് വന്നിട്ട് ശരി ഇതെല്ലാം തീർന്നു പോയി, പിന്നെ ഇതെല്ലാം കഴുകി വെക്കണം, എല്ലാം ക്ലീൻ ചെയ്ത് വെക്കണമെന്ന് പറയുമ്പോ ഇപ്പോഴാണ് ഹീറോയിന് മനസ്സിലാകുന്നത് റെന്റില്ലാതെ പിടിച്ചു നിർത്തിയിട്ട് അവൻ അവളെ അവന്റെ സർവന്റ് ആയിട്ട് യൂസ് ചെയ്തോണ്ടിരിക്കുവാണെന്ന്. ഇപ്പോ പെട്ടെന്ന് അവൻ വന്ന് അവളുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് ഇത് നോക്ക് സീച്ചാൻ, ഇന്ന് മുതല് നമ്മള് രണ്ടുപേരും നല്ലൊരു റൂംമേറ്റ്സ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് വീടിന്റെ കീ അവളുടെ കയ്യിലേക്ക് കൊടുക്കും. അവളും അത് വാങ്ങിയിട്ട് അവൻ ഒരുമാതിരി നോക്കുന്നുണ്ട്. ഇപ്പൊ അവിടെ നിന്ന് കട്ട് ചെയ്താൽ പുതിയൊരു മൂവിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഹീറോ സെലക്ട് ആയില്ലേ, ഇപ്പോ അതിനു വേണ്ടിയുള്ള മീറ്റിംഗ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹീറോയും വളർന്നു വരുന്ന ഒരു ചെറിയ ആക്ടർ ആണല്ലോ, അതുകൊണ്ട് എല്ലാവരോടും നല്ല പോലെ ഇടപഴകി ഇൻട്രോ ആകുന്നുണ്ട്. ഇപ്പോ ഇവരെടുക്കാൻ പോകുന്ന മൂവി ഒരു അമ്മ മകൻ തീമിലുള്ള മൂവി ആണെന്ന് തോന്നുന്നു. സോ അമ്മയായിട്ട് അഭിനയിക്കുന്ന ആക്ട്രസ് വളരെ ഫേമസ് ആയിട്ടുള്ള ആക്ട്രസ് ആണ്, അതുകൊണ്ട് നമ്മുടെ ഹീറോയും അവിടേക്ക് വന്ന് വളരെ റെസ്പെക്റ്റോട് കൂടി അവർക്ക് ബഹുമാനം കൊടുക്കുമ്പോ അതേസമയം നമ്മുടെ ഹീറോയിൻ ഇടയ്ക്ക് കയറി വന്ന് ഹായ് എന്റെ പേര് സാജിമ, ഞാൻ ഇവരുടെ മാനേജറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഇതാ എന്റെ വിസിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ട് അവളുടെ വിസിറ്റ് കാർഡ് അവരുടെ നേരെ നീട്ടുവാണ്. ഇത് കണ്ട് നമ്മുടെ ഹെറ ആന്റി ഓടി വന്നിട്ട് എടി നീ എന്തൊക്കെ ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് അവളെ മാറ്റി നിർത്തും. പക്ഷെ ആക്ട്രസ് വളരെ സ്വീറ്റ് ആണെന്ന് തോന്നുന്നു. ഇല്ല സാരമില്ല, എന്തെങ്കിലും ആവശ്യം വന്നാ എനിക്ക് വിളിക്കാലോ എന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ നിന്ന് ആ വിസിറ്റ് കാർഡ് വാങ്ങി വെക്കുന്നുണ്ട്. ഇപ്പോ കട്ട് ചെയ്താൽ നമ്മുടെ ഹീറോയിൻ അവളുടെ ഓഫീസിലാണുള്ളത്. സോ മാനേജറും ഇപ്പോ നമ്മുടെ ഹീറോയിനെ നോക്കിയിട്ട് ഈ മൂവിയിൽ മാത്രം അവൻ സൂപ്പർ ആയിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ സത്യമായിട്ടും തീർച്ചയായിട്ടും അവൻ ഒരു വലിയ സ്റ്റാർ ആയിട്ട് മാറും. ഇതൊരു സാധാരണ മൂവിയല്ല, അവന്റെ കരിയറിന് വേണ്ടിയുള്ള ബേസ് ആണെന്ന് വേണമെങ്കിൽ പറയാമെന്ന് പറഞ്ഞ് വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇതാണോ അവരുടെ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും ആശ്ചര്യത്തോടെ നോക്കുന്നുണ്ട്. ഇപ്പോ നൈറ്റ് ഫുഡുമായിട്ട് അവള് വീട്ടിലേക്ക് വരുമ്പോ നമ്മൾ തനിയെ ഫുഡ് കഴിക്കണമെന്നല്ലേ പറഞ്ഞതെന്ന് പറയും. ഞാൻ അതിന് ഓക്കെ പറഞ്ഞതാണോ എന്ന് ഹീറോ ചോദിച്ചതും അതൊന്നും സാരമില്ല, പക്ഷേ ഹെറ ആന്റി പറഞ്ഞു നിങ്ങളെ നല്ല പോലെ
നോക്കണേന്ന്. എന്നാലും സാരമില്ല, വാ ഒന്നിച്ച് കഴിക്കാമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോ അവനാണെങ്കിൽ അഭിനയിക്കാൻ പോകുന്ന മൂവിയുടെ സ്ക്രിപ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുവായിരിക്കും. ഉടനെ സീചാൻ, നീ ഈ റോളിന്റെ സ്ക്രിപ്റ്റ് ഒന്ന് വായിക്കി, എന്നാലേ എനിക്ക് നല്ലപോലെ ആക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞതും നോ എന്ന് പറഞ്ഞാലും അവൻ വിടാൻ പോകുന്നില്ലല്ലോ. അതുകൊണ്ട് ഹീറോയിനും കുറച്ച് ഇമോഷണൽ ആയിട്ട് ഡയലോഗ് ഒക്കെ പറയാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അവസാനം എപ്പോഴത്തേം പോലെ വേണ്ട വേണ്ട, നീ നോർമൽ ആയിട്ട് വായിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവളെ അവൻ കളിയാക്കി വിടുന്നുണ്ട്. ഇപ്പോ അടുത്തതായിട്ട് രണ്ടുപേരും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങി. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ പിക്കിൾസ് മാത്രം എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. നീയും എന്റെ അമ്മയെ പോലെ പിക്കിൾസ് കഴിക്കുമെന്ന് ചോദിച്ചതും ഇവളാണെങ്കിൽ അപ്പോഴും ആ സ്ക്രിപ്റ്റ് വായിച്ചുകൊണ്ടിരിക്കുവാണ്. പക്ഷെ ഇവൻ ഇമോഷണൽ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അതൊന്നും അറിയാതെ അവൾ ഇങ്ങനെ തുടരെ വായിച്ചുകൊണ്ടിരിക്കുവാണ്. ഇപ്പോ പെട്ടെന്ന് തിരിഞ്ഞതും അവനാണെങ്കിൽ ക്ലോസ് ആയിട്ട് വന്നിരുന്ന് അവളെ തന്നെ ഇങ്ങനെ നോക്കുവാണ്. കണ്ടതും ഞെട്ടിപ്പോയി ഒരൊറ്റ തള്ളു വെച്ച് കൊടുത്തതും ഇവനാണെങ്കിൽ കറങ്ങി നേരെ താഴെ വന്ന് വീഴുന്നുണ്ട്. പെട്ടെന്ന് അവളും സോറി സോറി, ഞാൻ അറിയാതെ ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് അവനോട് സോറി ചോദിക്കാനായിട്ട് തുടങ്ങുവാണ്. അവനാണെങ്കിൽ നിലത്ത് കിടന്ന് ചിരിക്കുന്നുണ്ട്. ഇപ്പോ അടുത്ത ദിവസം ആ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഹീറോയും വളരെ ഇമോഷണൽ ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇവന്റെ ലൈഫില് ഇവന്റെ അമ്മയുടെ കൂടെ ഏതോ ഇമോഷണൽ ആയിട്ട് കണക്ട് ഉണ്ടെന്നാ തോന്നുന്നത്. ഏതോ ഒരു പ്രോബ്ലം സംതിങ്, അതേപോലെ ആ കണക്ട് വെച്ച് ഇവൻ വളരെ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. വളരെ ഇമോഷണൽ ആയിട്ട് കരഞ്ഞുകൊണ്ട് ഇത് ആക്ട് ചെയ്ത് തീർത്തതും ഇത് കണ്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹീറോയിനും സൂപ്പർ എന്ന് പറഞ്ഞ് അവനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തത് ആ മദറായിട്ട് ലീഡ് ചെയ്തില്ലേ ആ ആക്ട്രസ്. ആ ആക്ട്രസിന്റെ അടുത്ത് നമ്മുടെ ഹീറോയിൻ ഫുഡ് എല്ലാം കൊണ്ടുപോയി കൊടുക്കുമ്പോ എനിക്കിത് വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് വളരെ സ്വീറ്റ് ആയിട്ട് സംസാരിച്ചിട്ട് അത് വാങ്ങി വെക്കുവാണ് അവര്. അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയിനും ഒന്നും മടിച്ചിട്ട്, ഞാൻ നിങ്ങളോട് ഒന്ന് പറയണം, ഞാൻ പ്രൊഫഷണൽ ഒന്നും അല്ല, പക്ഷെ നിങ്ങൾ വളരെ നന്നായിട്ട് ആക്ട് ചെയ്തതെന്ന് പറയുമ്പോ ആക്ട്രസ് അവരോട് പറയും, ഇപ്പോഴല്ലേ നീ ഈ പ്ലേസിലേക്ക് എത്തിയിട്ടുള്ളൂ, ആദ്യം നീ നിന്നെ കുറവ് പറയുന്നതൊന്ന് നിർത്ത്. ഇല്ലില്ല, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല എന്ന് പറഞ്ഞ് അവള് പറയാനായിട്ട് വരുമ്പോഴേക്കും നീ പറഞ്ഞില്ലേ അവനും വളരെ നന്നായിട്ട് ആക്ട് ചെയ്തത്, ഇതേപോലെ നീ എപ്പോഴും അവന്റെ കൂടെ തന്നെ ഉണ്ടാകണം. നിങ്ങൾ വിചാരിക്കും ആക്ടർ എന്നാൽ എപ്പോഴും ചുറ്റി 4 പേര് കൂടെ ഉണ്ടാകും, അവരൊരിക്കലും ലോൺലി ആയിട്ട് ഫീൽ ചെയ്യില്ല എന്നൊക്കെ. പക്ഷേ സത്യത്തില് അവര് വളരെ ലോൺലി ആയിരിക്കും. എപ്പോഴും നീ അവന്റെ കൂടെ തന്നെ ഉണ്ടാകണം, അവന് സപ്പോർട്ടീവ് ആയിട്ട് ഇരിക്കണം എന്ന് പറയുമ്പോ നമ്മുടെ ഹീറോയിനും ശരി ശരിയെന്ന് പറയുന്നുണ്ട്. ഇപ്പോ അവള് ക്യാബിനിലേക്ക് വരുമ്പോ നിങ്ങൾ വളരെ നന്നായിട്ട് ആക്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് അവനെ അവളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവനാണെങ്കിൽ ഞാൻ ഓവർ ആയിട്ടാ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. അതങ്ങനെയല്ല, നമ്മുടെ ഒരു കാര്യം ഗോളായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് പറയും. ആഹാ, പിന്നെ നീ ടീച്ചറെ പോലെ സംസാരിക്കാൻ തുടങ്ങിയോന്ന് അവൻ ചോദിച്ചതും ഇല്ല സോറി എന്ന് അവള് പറയും. ഇത് കേട്ട് അവൻ എഴുന്നേറ്റ് നിന്ന്, ശരി നീ പറഞ്ഞത് നമ്മള് ഗോള് തേടി പോകണമെന്നല്ലേ. അപ്പോ കറക്റ്റ് ആയിട്ട് അവളുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അത് അറ്റൻഡ് ചെയ്തിട്ട് എന്താ പറഞ്ഞത്, ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഓടിക്കളയും. പിന്നെയും അവള് എന്തോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനാണ് പോകുന്നത്. അവൾ അടുത്ത ജോലി തേടിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇത് കണ്ടതും നമ്മുടെ ഹീറോയ്ക്ക് ചെറിയ സാഡ് ആയെന്ന് തോന്നുന്നു. അവനും അതൊക്കെ കേൾക്കുന്നുണ്ട്. ഇപ്പോ കട്ട് ചെയ്താൽ നമ്മുടെ ഹീറോയിൻ ആ ടീച്ചറിന്റെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ ഹീറോയുടെ അടുത്ത് നിന്ന് മെസ്സേജുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. എനിക്ക് തീരെ വയ്യ, എനിക്ക് വയറുവേദനയാണ്, എനിക്ക് നെഞ്ചുവേദന പോലെ തോന്നുന്നു, എന്റെ തലയാണെങ്കിൽ പൊട്ടിത്തെറിക്കുന്ന പോലെ, എനിക്ക് എന്തോ സീരിയസ് ആയിട്ട് നടക്കാൻ പോവുകയാണ്, നീ ഇപ്പോ തന്നെ ഇവിടേക്ക് വരണമെന്ന് പറഞ്ഞിട്ട് അടുത്തത് അവന്റെ അടുത്ത് നിന്ന് കോള് വരുന്നുണ്ട്. അറ്റൻഡ് ചെയ്ത്, ശിരോ നിങ്ങൾക്ക് എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോ ഇവനാണെങ്കിൽ തീരെ പറ്റുന്നില്ല, തീരെ വയ്യാത്ത പോലെ സംസാരിക്കാൻ പറ്റാതെ സംസാരിക്കുവാണ്. ഇത് കേട്ടതും അവൾക്ക് ആ ആക്ട്രസ് ലേഡിയും ഇവളുടെ മാനേജറും പിന്നെ ആ ഹെയർ ആന്റിയൊക്കെ പറഞ്ഞത് നമ്മുടെ ഹീറോയെ നല്ലപോലെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞത് അവളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, ആ ഇന്റർവ്യൂവും ക്യാൻസൽ ചെയ്ത് നമ്മുടെ ഹീറോയെ കാണാനാണ് അവൾ അടിച്ചു പിടിച്ച് ഓടി വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഓടി വന്ന് ഓപ്പൺ ചെയ്ത് അകത്ത് കയറി നോക്കിയാൽ അവനാണെങ്കിൽ ചിരിച്ചുകൊണ്ട് സർപ്രൈസ് എന്ന് പറഞ്ഞ് കാറി കൂവിക്കൊണ്ട് നിൽക്കുവാണ്. ഇത് കണ്ടത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു നിമിഷം സ്റ്റെക്കായി നിൽക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾക്ക് സുഖമില്ലാന്ന് പറഞ്ഞത് നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞതാണല്ലേ എന്ന് ചോദിക്കുമ്പോ, ഓ അതോ, നീ കാരണമല്ലേ എനിക്ക് ആ റോള് കിട്ടിയത്, അതുകൊണ്ട് നിനക്കൊരു സർപ്രൈസ് പാർട്ടി തരാമെന്ന് പറഞ്ഞ് അതുകൊണ്ടാ വിളിച്ചു വരുത്തിയതെന്ന് പറയും. ഇത് കേട്ട അടുത്ത സെക്കൻഡില് നമ്മുടെ ഹീറോയിന് നല്ല ടെൻഷൻ ആകുന്നുണ്ട്. എപ്പോഴും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാനേ പറ്റില്ലല്ലേ, ഞാൻ ഇപ്പോ തന്നെ ഇവിടെ വിട്ടു പോകുവാണ്, നിങ്ങളുടെ കള്ളങ്ങളൊന്നും എനിക്ക് ഇനിയും വിശ്വസിച്ചുകൊണ്ടിരിക്കാനായിട്ട് പറ്റില്ല, ഇങ്ങനെ ഞാൻ സ്റ്റുപ്പിഡ് ആയിരിക്കുന്നതല്ലേ നിനക്ക് ഇഷ്ടം, ഇപ്പോ നിന്റെ കള്ളമൊക്കെ വിശ്വസിച്ച് ഞാൻ ഇവിടേക്ക് വന്നു, അതുകൊണ്ട് നിനക്ക് സന്തോഷമായില്ലേ, നിനക്ക് വേണ്ടി എന്റെ ഇന്റർവ്യൂ വരെ ക്യാൻസൽ ചെയ്തു, ഇപ്പൊ നിനക്ക് തൃപ്തിയായില്ലേ എന്ന് ചോദിച്ചതും ഒന്നും അറിയാത്ത പോലെ നീ ഇന്റർവ്യൂലായിരുന്നു എന്ന് അവൻ ചോദിക്കും.
ചോദിക്കും. ആർക്കറിയാം നിങ്ങൾ ഇപ്പോ പോലും ഇത് കള്ളം പറയുന്നതാണെന്ന്. ഇനിയും ഞാൻ മണ്ടി ആവാനായിട്ട് തയ്യാറല്ല എന്ന് പറഞ്ഞ് വായില് വരുന്നതെല്ലാം പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ സ്റ്റക്കായി അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോ നെക്സ്റ്റ് ഡേ ആണ് കാണിക്കുന്നത്. അവര് പിന്നെയും ഷൂട്ടിങ്ങിന് വേണ്ടി വന്നിരിക്കുവാണ്. എപ്പോഴത്തെ പോലെ ഹീറോയും ഇമോഷണൽ ആയിട്ട് സൂപ്പർ ആയിട്ട് തകർത്ത് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇത് നമ്മുടെ ഹീറോയിനും അവിടെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ഇത്തവണ അവൾ ഒരു റിയാക്ഷനും കൊടുക്കുന്നില്ല. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും കൂടി വീട്ടിലേക്ക് കാറിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോ ഇന്നലെ കള്ളം പറഞ്ഞതിന് സോറി എന്ന് അവൻ പറയും. അത് സാരമില്ല എന്ന് അവളും ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ഇന്ന് ഞാൻ ആക്ട് ചെയ്തത് എങ്ങനെയുണ്ടായിരുന്നെന്ന് അവൻ ചോദിക്കും. അവളും വലിയ താല്പര്യമില്ലാതെ നന്നായിരുന്നു എന്ന് പറഞ്ഞതും അപ്പോ എന്താ നീ ഇതിനെ പറ്റി എന്നോട് പറയാതിരുന്നതെന്ന് ചോദിക്കും. അപ്പൊ ഇത് കേട്ട് നമ്മുടെ ഹീറോയിനും ഞാൻ എപ്പോഴും ആലോചിക്കും എങ്ങനെ നിങ്ങളെ കൊണ്ട് ഇത്ര ഭംഗിയായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ അതിനുള്ള ആൻസർ എനിക്ക് ഇപ്പോഴാണ് കണ്ടുപിടിക്കാൻ പറ്റിയത്. എല്ലാവരും പറയും നിങ്ങൾ വളരെ നല്ല ഭംഗിയായിട്ട് ആക്ട് ചെയ്യുന്നു. കാരണം നിങ്ങളുടെ കള്ളങ്ങൾ സത്യമാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് വിശ്വസിക്കാനുള്ള എബിലിറ്റി നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളാണ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വളരെ സമർത്ഥമായിട്ട് കള്ളം പറയുന്ന ആള്. സോ നിങ്ങളെ കൊണ്ട് അങ്ങനെ ആക്ട് ചെയ്യാനൊക്കെ പറ്റുമല്ലോ. നിങ്ങൾ പറയുന്ന കള്ളങ്ങള് എന്തൊക്കെയാണെങ്കിലും എല്ലാവരും ഒരു നിമിഷമെങ്കിലും ഹാപ്പി ആയിട്ട് വെക്കുന്നുണ്ട്. സോ പ്ലീസ് എന്നോട് ഇനി മുതൽ കള്ളങ്ങൾ മാത്രം പറഞ്ഞാൽ മതി എന്ന് അവൾ അവനോട് പറയാണ്. അതിലേ മനസ്സിലാകുന്നുണ്ട് ഇവൻ പറഞ്ഞ കള്ളങ്ങളൊക്കെ ഇവളെ എത്രത്തോളം ഹേർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഇപ്പോ വീട്ടിലേക്ക് വന്നതും അവള് തിങ്സ് എല്ലാം പാക്ക് ചെയ്ത് പോകാനായിട്ട് നോക്കുവാണ്. നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചതും കുറച്ചു നാള് എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ സ്റ്റേ ചെയ്യണം, അത് കഴിഞ്ഞ് പുതിയ ജോബൊക്കെ കിട്ടി പോയി തുടങ്ങണം, അതുകൊണ്ട് ഞാൻ പോകുവാണെന്ന് പറഞ്ഞതും എന്താ നീ പറയുന്നേ, അപ്പോ നീ ഇനി മുതൽ എന്റെ മാനേജർ ആയിരിക്കില്ലേ എന്ന് അവൻ ചോദിക്കും. ഇല്ലില്ല, നിങ്ങളുടെ അടുത്ത് ടാലന്റ് ഒക്കെ ഉണ്ട്, പക്ഷെ നിങ്ങളുടെ മാനേജർ ആയിരിക്കാനുള്ള ടാലന്റ് എനിക്കാണ് ഇല്ലാതെ പോയതെന്ന് പറഞ്ഞിട്ട് അവള് പോകാനായിട്ട് തുടങ്ങിയതും ഇപ്പോ വേഗം വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. ശരി, നീ പോകുന്നതൊക്കെ ഓക്കെ, ഒരേ ഒരു ഡ്രിങ്ക് മാത്രം എന്റെ കൂടെ ചെയ്യണം, നമ്മൾ രണ്ടുപേരും പ്രോപ്പർ ആയിട്ട് ഗുഡ് ബൈ പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോ ഇല്ലില്ല എന്ന് പറഞ്ഞിട്ട് അവള് പിന്നെയും പോകാനായിട്ട് തുടങ്ങുവാണ്. പിന്നെയും അവളെ പിടിച്ചു നിർത്തി. സീച്ചാൻ, നിന്നെ പിന്നെയും കാണാൻ പറ്റിയതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്ക് വേണ്ടി നീ ചെയ്തതിനെല്ലാം താങ്ക്സ്. എനിക്കറിയാം ഞാൻ ഇതൊക്കെ പറയുന്നത് നിന്നെ കൊണ്ട് വിശ്വസിക്കാനേ പറ്റില്ല എന്ന്, പക്ഷേ ഒരു ദിവസം നീ വിശ്വസിക്കുന്ന ഒരാളായിട്ട് മാറാൻ എനിക്ക് തീർച്ചയായിട്ടും പറ്റും. എനിക്കതിൽ വിശ്വാസമുണ്ട്. ഇത് വളരെ ഷോർട്ട് ആയിരുന്നാലും എല്ലാത്തിനും വളരെ താങ്ക്സ് എന്ന് പറയും. ഇത് കേട്ടതും നമ്മുടെ ഹീറോയിന്റെ മനസ്സ് മാറുന്നുണ്ട്. ശരി, ഒരേ ഒരു ഡ്രിങ്ക് മാത്രം, അത് കഴിഞ്ഞാൽ ഞാൻ പോകുമെന്ന് പറയുമ്പോ ശരി വാ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോയിട്ട് അവൾക്ക് ഡ്രിങ്ക് ഒഴിച്ചു കൊടുത്ത് രണ്ടുപേരും കുടിക്കാനായിട്ട് തുടങ്ങുവാണ്. ഇപ്പോ കട്ട് ചെയ്താൽ രണ്ടുപേരും രാവിലെ ബെഡിൽ നിന്നാണ് എഴുന്നേക്കുന്നത്. നമ്മുടെ ഹീറോയിൻ ഉണർന്നതും സീച്ചാൻ നീ ഉണർന്നോ എന്ന് അവൻ ചോദിക്കും. അടുത്ത് ഷിറോയെ കണ്ടതും ഷോക്കായിട്ട് അവൾ അലറാനായിട്ട് തുടങ്ങുവാണ്. എന്താടാ നീ എന്നെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്ത് അവളിപ്പോ പതിയെ എഴുന്നേറ്റ് വരുമ്പോ ഇന്നലെ നടന്നതൊന്നും അവൾക്ക് ഓർമ്മയെ കിട്ടുന്നില്ല. ഇന്നലെ എന്തൊക്കെയാ നടന്നത് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവള് തലയിൽ പിടിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഇന്നലെ നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് ഡ്രിങ്ക് ചെയ്തു. നീ ഞാൻ വിചാരിച്ചതിലും ഓവറായിട്ടാ കുടിച്ചത്. അതുമല്ല എന്തൊക്കെയോ വ്യത്യാസമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അറിയുമെന്ന് അവൻ പറയുമ്പോ ഇവൾക്ക് ഇപ്പോഴാണ് കുറച്ചൊക്കെ ഓർമ്മ വരുന്നത്. ഇന്നലെ കുടിച്ച് അവള് സംസാരിക്കുന്ന ടോണേ മാറി വന്നു. എന്തൊക്കെയോ വിളിച്ചു കൂവി പറഞ്ഞു. അത് കഴിഞ്ഞ് കള്ള് തലയിൽ കയറി നമ്മുടെ ഷിരോയെ നോക്കി. ഷിരോയ്ക്ക് വേറൊരു നിയമം കൂടിയുണ്ട്, സോയു എന്ന് ഇമോഷണൽ ആയിട്ട് വിളിച്ചിട്ട് അവനെ കിസ് ചെയ്യാനായിട്ടൊക്കെ പോയിരുന്നു. ഇതൊക്കെ ഇവൾക്ക് ഇപ്പോഴാണ് ഓർമ്മ വരുന്നത്. നീ ഇങ്ങനെയൊക്കെ ചെയ്തോ എന്ന് ചോദിച്ചിട്ട് അവളെ തന്നെ ചെയ്ത് പറഞ്ഞിട്ട് റിഗ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇവനാണെങ്കിൽ അതിന് മേലെ അവളൊന്നും കൂടി ടെൻഷൻ അടുപ്പിക്കാൻ വേണ്ടി അവളെ നോക്കി ചിരിച്ചിട്ട് ഇന്നലെ നീ ഞാൻ എക്സ്പെക്ട് ചെയ്തതിലും വളരെ വ്യത്യാസമായിട്ടാ നടന്നത്. നീ സംസാരിക്കുന്നതൊക്കെ വളരെ ക്യൂട്ടായിരുന്നു അറിയാമോ എന്ന് ചോദിച്ചതും അത്രേ ഉള്ളൂ. ഇവൾക്ക് ടെൻഷനായി. ഇനി ഒരു നിമിഷം പോലും എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടിയും കിടക്കയെടുത്ത് പോവാനായിട്ട് നോക്കുമ്പോ ഇപ്പോ പെട്ടെന്ന് വന്ന് അവളെ പിടിച്ചു നിർത്തിയിട്ട് നീ ഇവിടെ എന്ത് കാര്യമാ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? ഈ വിഷയം നമ്മുടെ മാനേജർക്ക് അറിഞ്ഞാ എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന് നിനക്ക് അറിയാലോ. ഇനി ഇത് പുറത്തറിഞ്ഞാ എന്റെ കരിയർ മൊത്തം നാശാവും. പിന്നെ നീ കോമ്പൻസേഷൻ ഒക്കെ കൊടുക്കേണ്ടി വരും. ഇത് കേട്ടതും ഹീറോയിൻ ഷോക്കായി. എന്ത് കോമ്പൻസേഷനോ? എനിക്ക് വീട് മാറാൻ പോലും പൈസ ഇല്ല, പിന്നെ ഞാൻ എങ്ങനെ ഇത്രയും പൈസ കൊടുക്കുമെന്ന് ചോദിക്കുമ്പോ അവരൊന്നും അറിയണ്ട എന്നാ വിചാരിക്കുന്നെങ്കില് മര്യാദക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാനുള്ള വഴി നോക്ക്. എന്റെ മാനേജറായിട്ട് തുടരാനുള്ള വഴി നീ നോക്കണമെന്ന് പറഞ്ഞിട്ട് അവളെ ഭീഷണിപ്പെടുത്തും. നമ്മുടെ ഹീറോയിനും ഇത് കേട്ട് ഷോക്കായി. എന്താ ചെയ്യേണ്ടെന്ന് അറിയാതെ നോക്കി നിൽക്കുന്നുണ്ട്. ഇപ്പൊ കട്ട് ചെയ്താൽ എന്താ ചെയ്യേണ്ടെന്ന് അറിയാതെ ശോകമായിട്ട് ഓഫീസിലേക്ക് വരുമ്പോ അവിടെ അസഹീന ഇവൾക്ക് നടന്ന കാര്യങ്ങളൊക്കെ അതേപോലെ പറയാനായിട്ട് തുടങ്ങും. ന്യൂസ് പേപ്പറിൽ ഒരു വലിയ ന്യൂസ് വന്നിട്ടുണ്ട്. ഒരു ആക്ടർ ഒരു പെണ്ണിന്റെ കൂടെ ഒരു ലിവിംഗ് ടുഗദറിലുണ്ടായിരുന്നു. ഈ വിഷയം എല്ലാവരും അറിഞ്ഞ് അവരുടെ കരിയർ തന്നെ സ്പോയിലായി എന്ന് പറഞ്ഞ് ന്യൂസ് എല്ലാം വായിച്ചുകൊണ്ടിരിക്കുവാണ്. ഇവൾക്ക് ഇത് കേട്ടതും ടെൻഷൻ ആവാനായിട്ട് തുടങ്ങി. ദൈവമേ, എനിക്കിനി എങ്ങാനും ഇതേപോലെ നടക്കുക എന്നോർത്ത്. എന്നിട്ട് അവള് പതിയെ ചെന്നിട്ട് സപ്പോസ് ഇതേപോലൊരു ആക്ടർ ലിവിംഗ് ടുഗദറിൽ ഉണ്ടായിരുന്നാൽ അവർക്ക് എന്താ നടക്കാൻ പോകുന്നതെന്ന് ചോദിക്കും. അതൊന്നുമില്ല, ഈ വിവരം അവരുടെ കമ്പനിയോ പുറത്തോ അറിഞ്ഞാൽ അവരുടെ കരിയർ തന്നെ സ്പോയിലാകും.
പിന്നീട് ഒരിക്കലും അവർക്ക് ആക്ടറായിട്ട് തുടരാൻ പറ്റില്ല. പിന്നീട് അതിനു വേണ്ടിയുള്ള കോമ്പൻസേഷൻ ഒക്കെ കൊടുക്കേണ്ടി വരുമെന്ന് പറയും. അപ്പൊ ഉറപ്പായിട്ടും കോമ്പൻസേഷൻ ഒക്കെ കൊടുക്കേണ്ടി വരുമല്ലേ എന്ന് ഓർത്ത് അവള് പേടിക്കാനായിട്ട് തുടങ്ങും. ഇപ്പോ നൈറ്റ് വീട്ടിൽ വന്ന് അവനോട്, ഇവിടെ നോക്ക്, കണ്ടോ, നമ്മള് ലിവിങ് ടുഗദറിലല്ല ഉള്ളത്. എനിക്ക് വീട് കിട്ടുന്നവരെ ഞാൻ ഇവിടെ ഉണ്ടാകൂ. സോ നിങ്ങൾ തെറ്റായൊന്നും വിചാരിക്കരുതെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഹീറോ ആദ്യം അഭിനയിച്ച ആ മൂവിയില്ലേ അതിട്ട് കണ്ടുകൊണ്ടിരിക്കുവാണ്. അതില് ഹീറോ വളരെ റൊമാൻറ്റിക് ഒക്കെ ആയിട്ടാണല്ലോ പ്രപ്പോസ് ചെയ്തിരുന്നത്. ഹീറോയിൻ അതൊക്കെ കണ്ടിട്ട് ഹീറോയെ നോക്കിയതും അവൻ എന്തൊക്കെയോ മനസ്സിലായതുപോലെ അവളെ ചിരിച്ചുകൊണ്ട് നോക്കിയിരിക്കുന്നുണ്ട്. ഇപ്പോ കട്ട് ചെയ്താൽ നെക്സ്റ്റ് ഡേ രണ്ടുപേരും കൂടി വീട് വിട്ട് പുറത്തേക്ക് വരുമ്പോ മാറിപ്പോ എന്ന് പറഞ്ഞിട്ട് അവള് നീങ്ങി നടക്കുവാണ്. അതുവഴി പോകുന്ന അങ്കിളൊക്കെ ഇവളെ ഒരുമാതിരി നോക്കിയിട്ട് പോകുന്നത് കണ്ടതും, കണ്ടോ നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് നടന്ന അവര് തെറ്റിദ്ധരിക്കില്ലേ, ഇതെല്ലാം നിന്റെ കരിയറിനാണ് ബാധിക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്ക്, കാറുമായിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. ഇപ്പൊ അവര് നേരെ വന്നിരിക്കുന്നത് ഇവൻ ഫസ്റ്റ് അഭിനയിച്ച ഒരു മൂവിയില്ലേ ആ മൂവി ആക്ട്രസിന്റെ കൂടെ ഫുഡ് കഴിക്കാനാണ്. മാഗസീൻ കവർ പേജിന് വേണ്ടിയിട്ട് ഫോട്ടോയ്ക്ക് പോസ് കൊടുത്തോണ്ടിരിക്കുവാണ് രണ്ടുപേരും. അതെല്ലാം കഴിഞ്ഞ ഇപ്പോ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് സംസാരിക്കാൻ തുടങ്ങിയതും ആ പെണ്ണ് നമുക്ക് ഡിന്നറിന് പോയാലോ എന്ന് ചോദിക്കും. ഹീറോയും ഓഫ് കോഴ്സ് പോകാലോ എന്ന് പറയുന്നതും ഇത് കണ്ട് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ എന്താ ഇവർ ഇത്ര ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നേ, ഇനി ഇവരെങ്ങാനും മുമ്പ് വല്ല റിലേഷൻഷിപ്പിലോ ആയിരുന്നു എന്നൊക്കെ ഡൗട്ടോട് കൂടി അവള് നോക്കുവാണ്. ഇപ്പൊ അടുത്തത് കറന്റ്ലി ഒരു ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുവാണല്ലോ, ആ ഓഫീസിലേക്കാണ് അവനെയും കൂട്ടിയിട്ട് അവള് വരുന്നത്. എപ്പോ വന്നാലും ഒരാള് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് പോകാറുണ്ടായിരുന്നു. അതേപോലെ ഇപ്പോ അയാള് വന്ന് പറഞ്ഞതും നമ്മുടെ ഹീറോയിൻ ഇത് കണ്ടിട്ട് അവർക്ക് 2 കുട്ടികളാണ്, അതിനെപ്പറ്റി തിരക്കെന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞയക്കും. നിനക്കിതെങ്ങനെ അറിയാമെന്ന് ചോദിച്ചിട്ട് അവരുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ട്, സാർ കുട്ടികളെല്ലാം എങ്ങനെ ഇരിക്കുന്നതെന്ന് തിരക്കും. സോ ഇതെല്ലാം കേട്ടതും അവർക്ക് ഒരുപാട് ഇഷ്ടാകുന്നുണ്ട്. ഇതവരൊട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അതുകൊണ്ട് അവനോട് അയാൾ നല്ല പോലേക്ക് സംസാരിക്കാൻ തുടങ്ങുവാണ്. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോ ഹീറോയിന്റെ അടുത്ത് വന്നിരുന്നിട്ട്, ഇതെല്ലാം നിനക്ക് എങ്ങനെ അറിയാം, നീ ഇവിടെ കുറച്ച് നാളായിട്ടല്ലേ വന്നിട്ടുള്ളൂ, എനിക്കറിയാത്ത ഡീറ്റെയിൽസ് വരെ നിനക്കറിയാലോ എന്ന് ചോദിച്ചതും അവര് ഇവിടെയുള്ളവരുടെയൊക്കെ ഡീറ്റെയിൽസ് ഒരു നോട്ടായിട്ട് എഴുതിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടേ ചെയ്തത്, ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ എല്ലാ കുട്ടികളെയും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ, അതുമല്ല എല്ലാ കുട്ടികളെയും അങ്ങനെ ഓർമ്മിച്ച് വെക്കാനൊന്നും പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ എല്ലാവരെയും പറ്റി ഒരു ചെറിയ നോട്ട് പോലെ എഴുതി വെക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവന് വേണ്ടി എഴുതിയിരിക്കുന്ന നോട്ടുകളൊക്കെ അവന്റെ കയ്യിലേക്ക് കൊടുക്കുവാണ്. അവനും ഇതൊക്കെ കണ്ടിട്ട് വളരെ ഇംപ്രസ് ആകുന്നുണ്ട്. ഓ, വലിയ ടീച്ചറമ്മയാണോ എന്ന രീതിയിൽ ഹീറോയിനെ എങ്ങനെ നോക്കുവാണ്. ഇപ്പോ കട്ട് ചെയ്താൽ രണ്ടുപേരും വീട്ടിലാണുള്ളത്. ഹീറോയിനെ കണ്ടതും പോപ്പോ ഈ തുണിയെല്ലാം അലക്കിക്കൊണ്ട് വാ, എന്നിട്ട് എനിക്ക് ഫുഡൊക്കെ എടുത്ത് വെക്കെന്ന് പറഞ്ഞിട്ട് അവളോട് ഓരോ ഓർഡർ ആയിട്ട് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുവാണ്. കറക്റ്റ് സമയത്ത് കോളും ബെല്ലും അടിക്കുന്നുണ്ട്. ഇനി ഇതാരായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവള് ചെന്ന് നോക്കിയാൽ ആ ആക്ട്രസ് പെണ്ണില്ലേ, നമ്മുടെ ഹീറോയുടെ കൂടെ ആദ്യ സിനിമയിൽ അഭിനയിച്ച ആക്ട്രസ്, ആ പെണ്ണ് നിൽക്കുന്നു. അവൾ അവിടെ പ്രതീക്ഷിക്കാതെ കണ്ട ഇവരെന്തിന് ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഹീറോയോട് ചോദിക്കും. ഓ, അതോ, അവരെന്നെ കാണാൻ വേണ്ടിയിട്ട് വരുമെന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ട് വന്നതാണെന്ന് തോന്നുന്നു പറഞ്ഞിട്ട് അവൻ നേരെ ചെന്നിട്ട് ഡോറ് തുറന്നു കൊടുക്കും. ഇത് കണ്ട് ടെൻഷനായി അവളും, നിങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നേ, ഞാൻ ഇവിടെ ഉള്ള കാര്യം അവർക്ക് അറിയില്ലേ, ഇത് അവരറിഞ്ഞ പ്രശ്നമാവില്ലെന്ന് പറഞ്ഞിട്ട് അവർ ഒച്ചെടുക്കാനായിട്ട് തുടങ്ങുമ്പോ അവൻ കൂളായിട്ട്, നിനക്ക് വേണമെങ്കിൽ നീ പോയി ഒളിച്ചിരുന്നോ എന്ന് പറയും. ഏത് നേരത്താണാവോ എനിക്ക് ഇവിടെ താമസിക്കാൻ തോന്നിയെന്ന് പറഞ്ഞിട്ട് അവളും ഒരു സൈഡിൽ പോയി ഒളിച്ചു നിൽക്കുന്നുണ്ട്. ഇപ്പൊ ആ പെണ്ണും ഉള്ളിലേക്ക് വരുന്നുണ്ട്. വന്നതും ബോക്സ് എല്ലാം നിരത്തി വെച്ചിരിക്കുന്നത് കണ്ട്, അല്ല ഇതൊക്കെ എന്താ ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നെന്ന് ചോദിക്കുമ്പോ, ഓ അതോ, അടുത്ത റോള് വീടില്ലാത്ത ഒരു പാവത്തിന്റെ റോളാ ചെയ്യുന്നത്, അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണെന്ന് പറയുമ്പോ ഇത് കേട്ട് നമ്മുടെ ഹീറോയിനും, ശരിക്കും എനിക്കാണ് വീടില്ലാത്ത, അവൻ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാണോ എന്ന പോലെ നോക്കുന്നുണ്ട്. ഇപ്പൊ അവരങ്ങനെ സംസാരിച്ചിരിക്കുമ്പോ ഇപ്പൊ പെട്ടെന്ന് ആ പെണ്ണ് എഴുന്നേറ്റ് വന്ന് ഷീരോന്റെ അടുത്ത് നിന്നിട്ട്, നിനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിക്കും. എനിക്കോ, ഇല്ലല്ലോ എന്ന് പറഞ്ഞതും, നിനക്ക് അറിയാൻ സാധ്യത ഉണ്ടെന്നാ ഞാൻ വിചാരിക്കുന്നേ, എനിക്ക് നിന്റെ മേലെ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അവള് പറയുവാണ്. എനിക്കും ഉണ്ടെന്ന് അവൻ തിരിച്ചും പറയും. ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹീറോയിനും, അറിയാടാ ഇതൊക്കെ തന്നെ നടക്കുള്ളൂ എന്ന് എനിക്ക് അറിയാവുന്ന പോലെ അവൾ ഇങ്ങനെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പൊ ആ പെണ്ണ് പെട്ടെന്ന് നമ്മുടെ ഹീറോയെ കിസ് ചെയ്യുന്നത് പോലെ വന്നതും ഇവൻ പെട്ടെന്ന് അവിടെ നിന്ന് മാറിപ്പോയി സോഫയിൽ പോയിരിക്കും. നിനക്ക് എപ്പോഴെങ്കിലും ഇവിടേക്ക് വരണമെന്ന് തോന്നിയാൽ വരാം, എനിക്കും അത് കാര്യമായിരിക്കും, നിനക്കും സേഫ് ആയിട്ട് ഫീൽ ചെയ്യുമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ വിഷയം മാറ്റിവിടും. ഇത് കേട്ടതും ആ പെണ്ണിന് ഒരുമാതിരി ആകുന്നുണ്ട്. ശരി, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവള് പോകാനായിട്ട് തുടങ്ങുമ്പോ, നിൽക്ക് ഞാൻ നിന്നെ വെളിയിലാക്കാമെന്ന് പറഞ്ഞിട്ട് അവളുടെ കൂടെ പോകുന്നുണ്ട്. ഇപ്പോ അടുത്ത നാളാണ് കാണിക്കുന്നത്. ഹീറോയിനും പെട്ടെന്ന് റെഡിയാവ്, വേഗം എന്ന് പറഞ്ഞിട്ട് ഹീറോയെ എഴുന്നേൽപ്പിക്കും. ഓക്കെ ശരി ടീച്ചർ എന്ന് പറഞ്ഞിട്ട് അവന് പോയതും അവളുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. അറ്റൻഡ് ചെയ്താൽ മാനേജർ ആയിരിക്കും സംസാരിക്കുന്നത്. എന്താ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ തന്നെ നിങ്ങൾ ഓഫീസിലേക്ക് എത്തണമെന്ന് പറഞ്ഞിട്ട് മാനേജർ ദേഷ്യപ്പെടാനായിട്ട് തുടങ്ങും. അല്ല സാർ, ഞാൻ ഇനിയും അവരെ പിക്കപ്പ് ചെയ്തിട്ടില്ലെന്ന് പറയുമ്പോ അവന്റെ കരിയർ തന്നെ തീരാൻ പോകുവാണ്. എന്ത് കാര്യമാ ചെയ്തു വെച്ചിരിക്കുന്നത്? അവനെയും കൂട്ടി ഇപ്പൊ തന്നെ നിങ്ങൾ എവിടെ എത്തണം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്ത് കളയും. നേരത്തെ വീട് വിട്ട് പുറത്തേക്ക് വരുമ്പോ ഒരു അങ്കിൾ ഇവരെ കണ്ടില്ലേ, പിടിക്കപ്പെട്ടെന്ന് മനസ്സിലാക്കി ഓഫീസിലേക്ക് വന്നതും, സോറി ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ
പാടില്ലായിരുന്നു. എന്റെ മേലെയാണ് എല്ലാ തെറ്റുള്ളത്. എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് കാലിൽ വീഴാത്ത കുറെ കെഞ്ചിക്കൊണ്ടിരിക്കുവാണ്. കൂടെ ഹെറ ആന്റിയും ഇല്ല ഇവളുടെ തെറ്റല്ല, ഇതൊക്കെ എന്റെ തെറ്റാണ്, ഞാനാണ് ശ്രദ്ധിക്കാതെ പോയതെന്ന് പറഞ്ഞിട്ട് അവരും സോറി ചോദിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ നമ്മുടെ ഹീറോയിന് മനസ്സിലാക്കുന്നില്ല, എന്തിനാ ഇവര് സോറി ചോദിക്കുന്നത് എന്ന രീതിയിൽ നോക്കുവാണ്. ഇപ്പൊ നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ആക്ട്രസ് പെണ്ണ് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അവളെ ഡ്രോപ്പ് ചെയ്യാൻ അവൻ താഴേക്ക് പോയ സമയത്ത് അതാരോ ഫോട്ടോ എടുത്ത് ഇന്റർനെറ്റിൽ പരത്തി വിട്ടു. ഇതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഹീറോയിന് ജീവൻ നേരെ വീണത്. ഇതാണോ എന്ന് ചോദിക്കുമ്പോ എന്താ ഇത് വലിയ കാര്യമൊന്നുമല്ലേ, അവനെ ഇപ്പോ വളർന്നു വരുന്ന ഒരു ആക്ടറാണ്, നിന്റെ ജോലിയാണ് ഇതൊക്കെ എന്ന് നിനക്ക് അറിയില്ലേ, നീയല്ലേ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് മാനേജർ ടെൻഷൻ ആവാനായിട്ട് തുടങ്ങി. കുറച്ചു കഴിഞ്ഞതും ഹീറോ അവിടേക്ക് വന്നിട്ട് ക്ഷമിക്കണം, ഇത് എന്റെ തെറ്റാണ്, ഞാൻ അവരെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ പോകാൻ പാടില്ലായിരുന്നു, എന്നോട് ക്ഷമിക്കണം, വേറെ ആരുടെയും തെറ്റല്ലെന്ന് പറഞ്ഞ് അവൻ സോറി പറഞ്ഞുകൊണ്ടേയിരിക്കുവാണ്. ഇപ്പൊ മാനേജറും അവനോട് ഇനി മുതൽ നീ നോക്കി ശ്രദ്ധിച്ച് നടക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. ഇപ്പോ വീട്ടിലേക്ക് വന്നതും ഹീറോയിൻ ഞാൻ നിങ്ങളുടെ ഒരു നല്ല മാനേജർ ആയിരിക്കണം എന്നാ വിചാരിക്കുന്നേ, അതുകൊണ്ട് എന്നെ കൊണ്ട് നിങ്ങളുടെ കരിയറിന് ഒരു പ്രശ്നവും വരാൻ പാടില്ല, ഇതിനുള്ള ഒരേ ഒരു വഴി ഞാൻ ഇവിടെ നിന്ന് പോകുന്നതാണ്, സോ ദയവ് ചെയ്ത് എന്നെ ഇവിടെ നിന്ന് പോകാൻ സമ്മതിക്കണമെന്ന് പറയുമ്പോ ഇവൻ ഞാൻ നിന്നോട് കള്ളം പറഞ്ഞതാണെന്ന് പറയും. ഇവളും ഡൗട്ടായിട്ട് എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോ നമ്മൾ തമ്മില് അന്ന് രാത്രി ഒന്നും നടന്നിട്ടില്ല സീച്ചാൻ, ഞാൻ നിന്നോട് കള്ളം പറഞ്ഞതാണെന്ന് അവൻ പറയും. ഇത് കേട്ടതും നമ്മുടെ ഹീറോയിനാണെങ്കിൽ എന്താ പറയേണ്ടെന്ന് അറിയില്ല. നീ പിന്നെയും എന്നെ പറ്റിച്ചോണ്ടിരിക്കുവാണോ, ഇനി എനിക്കിത് വയ്യാന്ന് പറഞ്ഞിട്ട് അവള് പോകാനായിട്ട് തുടങ്ങുമ്പോ പെട്ടെന്ന് അവളെ അവൻ പിടിച്ചു നിർത്തി. ഞാൻ എന്തിനാ നിന്നോട് ഇങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നേ എന്ന് നിനക്കറിയാമോ എന്ന് ചോദിക്കും. എന്തിനാ എന്ന് ചോദിക്കുമ്പോ നീയാണ് എന്റെ മാനേജർ ആയിരിക്കണമെന്ന് ഞാൻ കരുതുന്നേ, അതുകൊണ്ടാണെന്ന് പറയും. ഓ അതിനുവേണ്ടിയാണോ നിങ്ങൾ ഇതൊക്കെ ചെയ്തു കൂട്ടിയെന്ന് പറഞ്ഞിട്ട് അവൾ ഇമോഷണൽ ആയിട്ട് കരയാനായിട്ട് തുടങ്ങുവാണ്. ഇപ്പോ ഹീറോ പതി അവളുടെ അടുത്തേക്ക് വന്നിട്ട് നിനക്കിതിൽ ഒരു തരത്തിലുള്ള എക്സ്പീരിയൻസ് ഇല്ല എന്ന് എനിക്കറിയാം, എന്നാലും നീയാണ് എന്റെ ബെസ്റ്റ് മാനേജർ, നീ എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്ന ഞാൻ ഹാപ്പി ആയിരിക്കും, നീ എപ്പോഴും എനിക്ക് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് മനസ്സിലാക്കി തന്നുകൊണ്ടേയിരുന്നു, മുഖ്യമായും നീ എനിക്ക് വേണ്ടി മറ്റുള്ളവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വരെ ഭംഗിയായി എഴുതിയൊക്കെ തന്നിരുന്നു. ഇതൊക്കെ കൊണ്ട് എല്ലാ സ്റ്റാഫിന്റെ വാല്യൂസ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റി. ഇപ്പോ എനിക്കറിയാം എനിക്ക് വളരണം, ഞാൻ ഒരു വലിയ സ്റ്റാർ ആയിട്ട് മാറണം, അതുകൊണ്ടൊക്കെയാണ് പറയുന്നത് നീ എന്റെ കൂടെ വേണം, നീ എന്റെ മാനേജറായിട്ട് കൂടെ കണ്ടിന്യൂ ചെയ്യണമെന്ന് അവൻ പറയുവാണ്. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ഹീറോയിനും ഇപ്പോഴാണ് എന്നോട് നീ ഒരു സത്യം പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്, പക്ഷെ അറിയില്ല ഇതൊക്കെ പോലും കള്ളമായിരിക്കും, എന്നാലും എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയണ്ട, ഒരു മാനേജറായി എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യാം, നിന്റെ കൂടെ തന്നെ ഇരിക്കാം, നിന്റെ വളർച്ചയും ഞാൻ കാണും, ഇതാണ് എന്റെ ഗോള്, നിന്റെ വളർച്ചയാണ് എന്റെ ഗോൾ എന്ന് പറഞ്ഞതും നമ്മുടെ ഹീറോ അവളെ നോക്കിയിട്ട് ഇത് നമ്മുടെ ഗോളാണ്, എന്താ ശരിയല്ലേ എന്റെ മാനേജർ എന്ന് ചോദിച്ച് അവളുടെ തലയിലേക്ക് കൈവച്ചിട്ട് ചിരിച്ചുകൊണ്ട് നോക്കാനായിട്ട് തുടങ്ങും. അവളും ശരി ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് തലയാട്ടുന്നുണ്ട്. ഇപ്പോ കട്ട് ചെയ്താൽ ഹാപ്പി ആയിട്ട് രണ്ടുപേരും ഓഫീസിലേക്ക് വരുവാണ്. നോക്കിയാൽ ഇപ്പോ ഒരു പുതിയ ഒരാളെ അവിടെ കാണുന്നുണ്ട്. അതാരാണെന്ന് നോക്കിയാൽ നമ്മുടെ മാനേജർ ഹീറോയ്ക്ക് വേണ്ടി പുതിയ മാനേജറെ കണ്ടുപിടിച്ചിരിക്കുവാണ്. ഇന്നു മുതൽ ഹീറോയ്ക്ക് ഇവരാണ് മാനേജർ ആയിരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞതും നമ്മുടെ ഹീറോയിനും ഇത് കേട്ട് ഷോക്കായി. ഇപ്പോഴല്ലേ ഞാൻ ഫുൾ പവറോട് കൂടി വന്നത്, അതിനുള്ളിൽ എന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുവാണോ എന്ന പോലെ അവൻ ഷോക്കായിട്ട് നോക്കുവാണ്. ഇപ്പോ പുതിയ മാനേജറും ഇവരുടെ അടുത്ത് വന്നിട്ട് ഇൻട്രോ ആകുന്നുണ്ട്. എന്റെ പേര് കഗാമി എന്നാണെന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മുടെ വലിയ മാനേജർ ഇന്നു മുതൽ ഷിരോയെ മാനേജ് ചെയ്യാൻ പോകുന്ന പുതിയ മാനേജർ ഇവരാണെന്ന് പറയും. ഇത് കേട്ടതും ഷിരോ ആക്ച്വലി ഇത്രയും നാള് സാജിമയല്ലേ എനിക്ക് മാനേജർ ആയിരുന്നത്, ഇപ്പോഴാണ് അവള് പ്രോപ്പറായി ഒന്ന് പഠിച്ചു വന്ന് ശരിയായി വന്നത്, അതുകൊണ്ട് ഇവള് തന്നെ എന്റെ മാനേജറായിട്ട് കണ്ടിന്യൂ ചെയ്യട്ടെ എന്ന് ചോദിക്കും. അതെല്ലാം ശരി തന്നെയാണ് മോനെ, പക്ഷെ ഇതിപ്പോ നിനക്ക് വളരെ മുഖ്യമായ ടൈമാണ്, നിനക്ക് നല്ലപോലെ മാർക്കറ്റിംഗ് കൊടുക്കാൻ കഴിയുന്ന അങ്ങനെ കഴിവുള്ള ഒരു മാനേജറാണ് നിനക്ക് വേണ്ടത്, അത് നിനക്ക് ഇവരെ ഏർപ്പെടുത്തി തരുമെന്ന് പറഞ്ഞതും ഉടനെ ഹെറ ആന്റി പറയും ഇന്നു മുതൽ സാജിമ എന്റെ കീഴിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്, അതും ആ ഫസ്റ്റ് അഭിനയിച്ച ഒരു മൂവിയിലെ ആക്ട്രസ് ഇല്ലേ, ആ ആക്ട്രസിന്റെ അസിസ്റ്റന്റ് ആയിട്ടും ഇവളെ നിയമിച്ചു കഴിഞ്ഞു. ഇത് കേട്ടതും എന്ത് ഞാനോ എന്ന് ചോദിക്കുമ്പോ അതെ നിനക്കും എല്ലാം പഠിച്ചെടുക്കണ്ടേ, നീ കുറച്ച് നാളത്തേക്ക് അവളുടെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞതും വേറെ വഴിയില്ലാതെ അവൾക്കും ഓക്കെ പറയേണ്ടി വരുന്നുണ്ട്. ഇപ്പോ അടുത്ത നാള് മുതല് നമ്മുടെ ഹീറോയിനും ആക്ട്രസിന്റെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. അവളും കൂടെയെല്ലാം പിടിച്ചു കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോ ഇതുപോലും കറക്റ്റ് ആയിട്ട് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവളെ ദേഷ്യപ്പെടാനായിട്ട് തുടങ്ങും. അത് കഴിഞ്ഞ് അവൾ ഒരു സീൻ ചെയ്ത് തീർത്ത് കഴിഞ്ഞ് ഒരു സീനിന്റെ സ്ക്രിപ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്തില്ലെന്ന് പറഞ്ഞ് ഇത് ഓപ്പൺ ചെയ്ത് എന്റെ കയ്യിലേക്ക് തരണം, ഇതുപോലും നിനക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും ഒച്ചെടുക്കാനായിട്ട് തുടങ്ങും. ഇങ്ങനെ നമ്മുടെ ഹീറോയിൻ ചെയ്യുന്ന ഒരു വർക്ക് പോലും അവൾക്ക് തീരെ ഇഷ്ടാകുന്നില്ല. ഇവിടെ നമ്മുടെ ഹീറോയും ഒരു ആഡില് സൂപ്പറായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുവാണ്. വലിയ വലിയ പ്രൊഡ്യൂസർമാരൊക്കെ ആയിട്ട് പരിചയപ്പെടുന്നുണ്ട്. നിറയെ നല്ല നല്ല ഓഫേഴ്സ് ഒക്കെ അവന് വരുന്നുണ്ട്. എന്തൊക്കെയായിരുന്നാലും അവന് ഹീറോയിനെ ചെറുതായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് കട്ട് ചെയ്ത് നമ്മുടെ ഹീറോയിനെയാണ് ഇപ്പൊ കാണിക്കുന്നത്. അവള് ലേറ്റ് നൈറ്റ് ആയും ഓഫീസിലിരുന്ന് ആക്ട്രസിന് ഇഷ്ടമുള്ള പോലെ വർക്ക് ചെയ്യണമല്ലോ, അതുകൊണ്ട് അവളെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും അറിയാൻ വേണ്ടി അവള് കുത്തിയിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പൊ അതേസമയം അവിടേക്ക് നമ്മുടെ ഹീറോയുടെ പുതിയ മാനേജർ കഗാമി കയറി വരുന്നുണ്ട്. അവളെ ഇവിടെ
എത്ര ലേറ്റ് ആയിട്ട് കണ്ട കഗാമിയും എന്താ നിങ്ങൾ ഇത്ര നേരായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണോ? ശരി, എന്റെ കയ്യിൽ ഒരു എക്സ്ട്രാ കോഫി ഉണ്ട്, നിങ്ങൾ അതെടുത്തോ എന്ന് പറഞ്ഞ് അവന്റെ കയ്യിലുള്ള ആ കോഫി എടുത്തു കൊടുത്തിട്ട് അവര് രണ്ടുപേരും ഒന്നിച്ചിരുന്ന് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. അപ്പോ നമ്മുടെ ഹീറോയെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഹീറോയിന്റെ അടുത്ത് നിന്ന് അറിയാൻ വേണ്ടിയിട്ട് കഗാമിക്ക് ആഗ്രഹം ഉണ്ടാവും. സോ അവരുടെ ഹോബീസ് എല്ലാം എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ലീവ് ഉണ്ടെങ്കിൽ അവർ ഈവനിങ് വരെ കടന്നുറങ്ങും. പിന്നെ ഏതൊരു സ്പോർട്സിലും അവർക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ല. കൂടെ കൂടെ TV ഒക്കെ കാണാറുണ്ട്. പക്ഷെ എല്ലാത്തിനേക്കാളും അവർക്ക് വർക്കാണ് മുഖ്യം, ഹോബീസ് എല്ലാം രണ്ടാമതെയാണെന്ന് പറയും. ഇത് കേട്ട് കഗാമിയും സാരമില്ലല്ലോ, ഫാമിലി മെമ്പറെ പോലെ ഇത്രയും അവന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ സത്യമായിട്ടും ഫാമിലി മെമ്പർ ആണോ എന്ന് ചോദിക്കുമ്പോ അയ്യോ അങ്ങനെയൊന്നല്ല, പിന്നെ അവര് പറയുന്നതെല്ലാം സത്യമായിരിക്കും, നിങ്ങൾ അത് വിശ്വസിക്കണം എന്ന് പറഞ്ഞിട്ട് അവള് തള്ളി മറിക്കാനായിട്ട് തുടങ്ങും. ഇപ്പോ എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഹീറോയിൻ ലേറ്റ് നൈറ്റ് ആയിട്ട് വീട്ടിലേക്ക് വരുന്നതും ഇത്ര നേരമായിട്ടും നീ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നോ എന്ന് ഹീറോ ചോദിക്കും. ഒരു മാനേജറുടെ വർക്ക് സൺസെറ്റോട് കൂടി കഴിയുന്നതല്ല, എല്ലാം ഞാൻ തന്നെ ചെയ്ത് തീർക്കണം എന്ന് പറയുമ്പോ ശരി ശരി ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു അവൻ ചോദിക്കും. ഇവളും കുറച്ചുകൂടി പതറാതെ വളരെ നന്നായിട്ട് പോയി എന്ന് പറഞ്ഞതും ഇത് കേട്ട് ഇവന് കുറച്ച് ടെൻഷൻ ആകുന്നുണ്ട്. അപ്പോ ഞാൻ മാത്രമാണല്ലേ ഇവളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞിട്ട് അവനും ഞാൻ പുതിയ മാനേജറുടെ കൂടെ വളരെ ജോളിയായിരുന്നു, അവര് നിന്നേക്കാളും നല്ല മാനേജറാണ് അറിയാമോ, അവരുടെ കൂടെ നിന്നാൽ അവരെന്തായാലും എന്നെ ഫേമസ് ആക്കി മാറ്റുമെന്ന് വരെ പറഞ്ഞതും ഇവൾ ഒരു റിയാക്ഷനും ഇല്ലാതെ ഓ അങ്ങനെയാണോ വളരെ സന്തോഷം എന്ന് പറഞ്ഞിട്ട് കുറെ ഫയലുമായിട്ട് വരുന്നുണ്ട്. ഇത് കണ്ടതും ഓ ഇതെല്ലാം എന്റെ ആണോ എന്ന് ചോദിക്കുമ്പോ ഇല്ലില്ല, ആക്ട്രസിനെ പറ്റി എനിക്ക് നിറയെ പഠിക്കാനുണ്ട്, അതിനുവേണ്ടി കൊണ്ടുവന്നതാ എന്ന് പറഞ്ഞിട്ട് അവന്റെ മുമ്പിൽ ഇരുന്ന് അതിരുന്ന് പഠിക്കാനായിട്ട് തുടങ്ങുവാണ്. ഒരു ദിവസം പോലും എനിക്ക് വേണ്ടി നീ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലല്ലെന്ന് പറഞ്ഞിട്ട് അവനും ചെറുതായിട്ട് പിണങ്ങുന്നൊക്കെയുണ്ട്. ഇപ്പോ നെക്സ്റ്റ് ഡേ ഷൂട്ടിങ്ങും ആരംഭിച്ചു. ഇത്തവണ അവളെല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ആ ആക്ട്രസും ശ്രദ്ധിക്കുന്നുണ്ട്, അവൾക്ക് ഒരുപാട് ഇഷ്ടമാകുന്നുണ്ട്. ഇപ്പോഴാണ് നീ ഒരു മാനേജറെ പോലെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്, ഇങ്ങനെ തന്നെ തുടർന്ന് പോയാൽ മതി എന്ന് പറയുമ്പോ ഇല്ല മാഡം അതുകൊണ്ടല്ല, ഇത്ര നാള് ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്തോണ്ടായിരുന്നല്ലോ ഇരുന്നേ, അപ്പോ പെട്ടെന്ന് ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നപ്പോ എനിക്ക് വളരെ സ്ട്രഗിൾ ആയിട്ട് തോന്നി എന്ന് പറയും. ഇങ്ങനെ അവര് രണ്ടുപേരും ചിരിച്ചു കളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ഒരു മെസ്സേജ് കണ്ടതും അവൾ ആകെ അപ്സെറ്റ് ആയി ഫേസ് റിയാക്ഷൻ ഒക്കെ മാറി വരുന്നുണ്ട്. ഹീറോയിനും ഇത് കണ്ട് എന്ത് പറ്റി എന്ന് പറഞ്ഞ് എത്തി നോക്കിയതും അതില് ഈ ആക്ട്രസിനെ പറ്റി എല്ലാവരും മോശമായിട്ടുള്ള കമന്റുകളൊക്കെ എഴുതി പിടിപ്പിക്കാനായിട്ട് തുടങ്ങുവാണ്. ഇതാണ് എന്റെ മറുവശം, ചില സമയത്ത് ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ടെന്ന് കരുതും, ചില സമയത്ത് വളരെ ഡിപ്രഷനിലേക്കൊക്കെ പോകാറുണ്ടെന്ന് പറയുമ്പോ നിങ്ങൾ ഇതിനെക്കുറിച്ചും അധികം ഒന്ന് ആലോചിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിക്കാൻ നോക്കുവാണ് നമ്മുടെ ഹീറോയിൻ. ഞാൻ ആ മോർണിംഗ് ഡ്രാമ ചെയ്തതില് എന്റെ പേഴ്സണൽ ലൈഫ് ഒരുപാട് ചേഞ്ച് ആയിപ്പോയി, ഞാൻ ലവ് ചെയ്യുന്ന പേഴ്സണെ പോലും എനിക്ക് ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. എന്റെ അച്ഛനും എനിക്കെതിരായിട്ടാണ് നിന്നിരുന്നത്, അവരാദ്യമായിട്ട് കണ്ട ഡ്രാമ ഞാൻ ചെയ്ത ഡ്രാമയായിരുന്നു, എന്നാലും ഞാൻ എന്റെ ബെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അച്ഛൻ എന്നെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അവള് പറയുവാണ്. സോ ഇതിലേ മനസ്സിലാകുന്നുണ്ട് ഇതേപോലുള്ള കമന്റുകളും റൂമേഴ്സ് ഒക്കെ അവളെ എത്രയോ ബാധിക്കപ്പെട്ടിട്ടുണ്ടെന്ന്. ഇപ്പോ നെക്സ്റ്റ് എല്ലാം കഴിഞ്ഞ് അവള് വീട്ടിലേക്ക് വരുമ്പോ മേലെ നിന്ന് പുതിയ മാനേജർ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇവളെ അവിടെ കണ്ടതും നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ ഇവളാണെങ്കിൽ ആകെ പതറി നിൽക്കുവാണ്. ഇവനോട് എങ്ങനെ സത്യം പറയാൻ പറ്റുമെന്ന് ഓർത്തിട്ട് ഒരു ഫയല് ശിരോക്ക് കൊടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയും. ഓ അങ്ങനെയാണോ, എന്നാ ശിരോയ്ക്ക് കൊടുക്കാനുള്ള ഫയൽ എനിക്ക് തന്നേക്ക്, ഞാൻ അവന് കൊടുത്തോളാം എന്ന് പറയുമ്പോ ഇല്ലില്ല ഞാൻ തന്നെ അവന് നേരിട്ട് കൊടുക്കണമെന്ന് അവള് പറയും. അയ്യോ അവനിപ്പോ ഉറങ്ങിക്കാണുമല്ലോ, ശരി നിങ്ങൾ ഇതിപ്പോ പിന്നെ കൊടുത്താൽ മതി, എന്നാ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒരു ഡിന്നറിന് പോയാലോ എന്ന് ചോദിക്കുമ്പോ ഇവള് ശിരോന്റെ കൂടെയാണ് താമസിക്കുന്ന വിഷയം ഇവൻ അറിയാൻ പാടില്ലല്ലോ, അതുകൊണ്ട് വേറെ വഴിയില്ലാതെ ഓക്കെ പറഞ്ഞിട്ട് അവന്റെ കൂടെ പോകുന്നുണ്ട്. നോക്കിയാൽ ഒരു വലിയ റെസ്റ്റോറന്റിലാണ് ഡിന്നറിന് വേണ്ടി അവർ വന്നിരിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും ജോളിയായിട്ട് സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് അവള് വീട്ടിലേക്ക് വരുമ്പോ ഇന്നും നീ ലേറ്റ് ആയിട്ടാണല്ലോ വന്നിരിക്കുന്നതെന്ന് ഹീറോ ചോദിക്കും. പുതിയ മാനേജർ പറഞ്ഞു നീ ഉറങ്ങിയെന്ന്. ഓ അവരെ നീ കണ്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോ ആ ഞാൻ വരുന്ന വഴി അവരവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, അവർക്ക് ഞാൻ ഇവിടെ താമസിക്കുന്ന കാര്യം അറിയാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഡിന്നറിന് വിളിച്ചതും ഞാൻ ഓക്കെ പറഞ്ഞു കൂടെ പോയെന്ന് പറയും. ഇത് കേട്ടതും പെട്ടെന്ന് അവന്റെ എക്സ്പ്രഷൻ ഒക്കെ മാറുന്നുണ്ട്. ഓ അപ്പോ ഹാൻസമായ മാനേജറിന്റെ കൂടെ ഡിന്നറൊക്കെ കഴിച്ചിട്ടാ വന്നിരിക്കുന്നല്ലേ, ഇത് ഞാൻ നിന്റെ അടുത്ത് നിന്ന് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല സീജാൻ എന്ന് പറഞ്ഞ് അവൻ സാഡ് ആയിട്ട് പറയുവാണ്. അയ്യോ അത് അങ്ങനെയല്ല, ഞാൻ ഇവിടെ തങ്ങിക്കൊണ്ടിരിക്കുന്ന വിഷയം അവർക്ക് അറിയാൻ പാടില്ലല്ലോ, അതറിഞ്ഞാൽ കൂടുതൽ പ്രശ്നമല്ലേ ആവൂ, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചതും കൂടെ പോയതെന്ന് പറയുമ്പോ എന്തോ അറിയില്ല, എന്നാലും നീ എൻജോയ് ചെയ്തില്ലേ, ഇനി ഒരിക്കൽ കൂടി വിളിച്ചാൽ പോയേക്കെന്ന് പറഞ്ഞിട്ട് അവൻ ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുവാണ്. ഇവൾക്കാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നില്ല ഇവൻ എന്താ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നതെന്ന്.
പക്ഷെ ഷിരോയുടെ മനസ്സിൽ എന്താണെന്ന് അവൾക്ക് മനസ്സിലാകുന്നതേ ഇല്ല. അതുകൊണ്ട് അവൻ നേരെ ബെഡിലേക്ക് വന്ന് കിടന്നിട്ട് അതൊക്കെയോ ആലോചിച്ച് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. അടുത്ത നാള് അവൻ ഷൂട്ടിങ്ങിന് പോകുന്നുണ്ട്. പക്ഷെ അവനെ കൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനേ പറ്റുന്നില്ല. സ്ക്രിപ്റ്റ് പോലും പറയാൻ പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് തെറ്റിച്ച് പറഞ്ഞ് നിറയെ ടേക്സുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുവാണ്. ഇപ്പോ അവർ ഓഫീസിലേക്ക് വന്നതും മാനേജർ എന്താ പറയുന്നതെന്ന് നോക്കിയാല് അവർക്ക് ഈയിടെയായിട്ട് ആക്ടിങ്ങിൽ എന്തോ പ്രശ്നം ഉണ്ടെന്നാ തോന്നുന്നത്. നിറയെ ടേക്സ് ഒക്കെ അവരെടുത്തു. ഇത് കേട്ട് ഹെറ ആന്റിയും എന്ത് ശരി അധികം ടേക്സ് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ, ഇനി നമ്മളധികം വർക്ക് പ്രഷർ അവന് കൊടുക്കുന്നോണ്ടായിരിക്കോ, എന്ന് നമുക്ക് അവനെ TV ഷോയിലേക്ക് അയക്കാം. അപ്പോ അവനും റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറയുമ്പോ ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന നമ്മുടെ ഹീറോയിനും എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ എന്ന് ചോദിക്കും. മാനേജറും പറഞ്ഞോ എന്ന് പറയുമ്പോ ഞാനങ്ങനെ പ്രൊഫഷണൽ ഒന്നും അല്ല, പക്ഷെ അവരുടെ മാനേജർ ആയിരുന്നത് കൊണ്ട് ഒരു കാര്യം എനിക്ക് നല്ല പോലെ മനസ്സിലാക്കാൻ പറ്റി. അവരെ കൊണ്ട് വളരെ നന്നായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. ആ കഴിവ് അവർക്കുണ്ട്. പറഞ്ഞു വന്നാൽ അവർ എപ്പോഴെല്ലാം ആക്ട് ചെയ്യുമ്പോൾ അപ്പോഴെല്ലാം എന്റെ ഹാർട്ട് ബീറ്റ് വേഗത്തിൽ ഇടിക്കാനായിട്ട് തുടങ്ങും. അവർ അഭിനയിക്കുന്നത് ഇനിയും ഇനിയും കാണണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അവർ ഏത് റോൾ അഭിനയിച്ചാലും വളരെ ആഴത്തിലേക്ക് ഇറങ്ങി പോകാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് അവർക്ക് ശരിയായ ടാലന്റ് ഉണ്ട് എന്നൊക്കെ പറയുവാണ്. ഇതൊക്കെ കേട്ട് നമ്മുടെ വലിയ മാനേജർ എഴുന്നേറ്റ് നിന്ന് നീ നന്നായി സംസാരിച്ചു സാജിമ, നീ പറയുന്നതെല്ലാം ശരിയാണ്, അവൻ നല്ല ടാലന്റ് ഉള്ള പയ്യനാണ്, നീ അവനെ നല്ല പോലെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയും. ഇപ്പോ പുതിയ മാനേജറും ഞാൻ അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളെ ആയുള്ളൂ. ഇപ്പൊ എനിക്ക് മനസ്സിലായി എത്ര നന്നായിട്ടാ നിങ്ങൾ അവരെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെന്ന്. ഇതേപോലെ ഞാനും മനസ്സിലാക്കാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞ് അവളെ അപ്രീഷിയേറ്റും ചെയ്യുന്നുണ്ട്. ഇപ്പൊ അതെല്ലാം കഴിഞ്ഞ് അവള് നൈറ്റ് വീട്ടിലേക്ക് വരുന്നതും വീടെല്ലാം അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട്. സാധനങ്ങളൊക്കെ ചിതറി കിടക്കുവാണ്. നോക്കിയാൽ ഹീറോ പാതി മയക്കത്തില് ഓരോരത്തായിട്ട് അങ്ങനെ കിടക്കുവാണ്. ഓടി വന്ന് തൊട്ട് നോക്കിയാൽ നമ്മുടെ ഹീറോയ്ക്ക് നല്ല ഹൈലി ഫീവർ ഉണ്ട്. ഇത് കണ്ട് പേടിച്ച് ഞാൻ ഇപ്പോ തന്നെ ആംബുലൻസിനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പോയതും വേണ്ട വേണ്ട, നീ കോള് ചെയ്താൽ നമ്മൾ രണ്ടുപേരും ഒന്നിച്ചുള്ളത് എല്ലാവരും മനസ്സിലാക്കും, അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് സീച്ചാൻ ദയവ് ചെയ്ത് നീ എന്റെ കൂടെ തന്നെ ഇരിക്കേ, കാരണം സെറ്റില് നമുക്ക് ഒന്നിച്ചിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇപ്പോഴെങ്കിലും എന്റെ കൂടെ ഇരിക്കെന്ന് പറഞ്ഞിട്ട് ചോദിക്കും. ശരി ശരി ഞാൻ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് നൈറ്റ് മുഴുവനും ഉണർന്നിരുന്ന് അവനെ നോക്കാനായിട്ട് തുടങ്ങുവാണ്. സീച്ചാൻ നീ എന്റെ കൂടെ ഇല്ലാത്തപ്പോഴാണ് നിന്റെ വാല്യൂ ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ഒരുപാട് കഷ്ടത്തിലാണ്. ഇന്നൊരു ആക്ടറായിട്ട് ഞാൻ തോറ്റുപോയി. നിന്നെ അവര് റീപ്ലേസ് ചെയ്യുന്നവരെ എനിക്കത് മനസ്സിലായേയില്ല. എന്റെ അഭിനയം കൊണ്ട് നിന്നെ ചിരിപ്പിക്കണമെന്നാ ഞാൻ കരുതിയത്. നിനക്കും അത് വളരെ സന്തോഷമാകുമെന്നാ ഞാൻ കരുതിയത്. സീച്ചാൻ ഐ ലവ് യു എന്ന് അവൻ പറയും. ഇവളും ഇത് കേട്ട് ഷോക്കായിട്ട് നിങ്ങള് കള്ളം പറയുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുവാണ്. ഇവൻ പെട്ടെന്ന് പിന്നെയും സീച്ചാൻ എനിക്ക് വേണ്ടി നീ ഒന്ന് ചിരിക്കാമോ എന്ന് ചോദിക്കും. ഇത് കേട്ട് ഹീറോയിനും ശരി ഞാൻ ചിരിക്കണമെങ്കിൽ നിങ്ങൾ വേഗം തന്നെ ഗുണമായിട്ട് വരണം, ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവനോട് ഉറങ്ങാനായിട്ട് പറയാണ്. സോ അങ്ങനെ നൈറ്റ് ഫുള്ളും അങ്ങനെ പോകുന്നുണ്ട്. നെക്സ്റ്റ് ഡേ കാലത്ത് നോക്കിയാൽ അവന്റെ ഫീവർ എല്ലാം നല്ല പോലെ മാറി അവൻ ഉഷാറായിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ ഫോൺ എടുത്ത് നോക്കുന്നത്. നോക്കിയാൽ ആക്ട്രസ് പെണ്ണിന്റെ ഷെഡ്യൂൾ എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കണ്ട് ഷോക്കായി അയ്യോ ഞാൻ ഇത് അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അലറി അടിച്ച് അവർക്ക് കോള് ചെയ്തിട്ട് ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുകയാണ്. പെട്ടെന്ന് റെഡിയാവും, ഞാൻ നിങ്ങളെ വന്ന് പിക്കപ്പ് ചെയ്യാമെന്ന് പറയും. ആക്ട്രസും സിറ്റുവേഷൻ മനസ്സിലാക്കി വേണ്ട വേണ്ട നീ വരാൻ നിന്നതിനാ കൂടുതൽ ലേറ്റ് ആവും, അതുകൊണ്ട് ഞാൻ തന്നെ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ആക്ട്രസ് പെണ്ണ് തനിയെ ലൊക്കേഷനിലേക്ക് പോകാനായിട്ട് പുറത്തേക്ക് വരും. പക്ഷെ അവിടെയുള്ളവര് ഇവളെ കണ്ടിട്ട് ചുറ്റി വളയാനായിട്ട് തുടങ്ങുവാണ്. ഇവള് ഒരു വലിയ ആക്ട്രസ് ആണല്ലോ, അതുകൊണ്ട് അവളെ ചുറ്റി നിന്ന് നിറയെ ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട് തുടങ്ങുവാണ്. ഇവൾക്കാണെങ്കിൽ ഇതൊക്കെ കണ്ട് ഒരുമാതിരി ആകുന്നുണ്ട്. പെട്ടെന്ന് പാനിക് അറ്റാക്ക് ഒക്കെ വരുന്നത് പോലെ തോന്നുന്നുണ്ട്. ഇവിടെ എങ്ങാനും വീണാൽ അത് പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കി ഒരു വഴി അവള് തിരിച്ച് അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോകും. ഇതൊന്നും അറിയാതെ നമ്മുടെ ഹീറോയിന് നേരെ ലൊക്കേഷനിലേക്ക് വരുമ്പോ ഹെറ ആന്റി അവളെവിടെ എന്ന് തിരക്കുവാണ്. അപ്പോ ഹീറോയിനും എനിക്ക് മുമ്പേ അവരിവിടേക്ക് വന്നതാണല്ലോ എന്ന് പറയുമ്പോ ഹെറ ആന്റി ഇത് കേട്ട് ടെൻഷൻ ആവാനായിട്ട് തുടങ്ങുവാണ്. നീ എന്ത് കാര്യമാ ചെയ്തു വെച്ചിരിക്കുന്നേ, സമയമില്ല, അവളെ ഇതുവരെ ഇവിടേക്ക് വന്നിട്ടില്ലെന്ന് പറയും. ഇപ്പോഴാണ് കാണിക്കുന്നത് ആക്ട്രസ് പെണ്ണ് അവളുടെ വീട്ടില് ബോധമില്ലാതെ ഇങ്ങനെ കിടക്കുവാണ്. നമ്മുടെ ഹീറോയിനും ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ആകെ തരിച്ചു നിൽക്കുന്നുണ്ട്. സോ ഇപ്പോ വിഷയമെല്ലാം അറിഞ്ഞ് ഓഫീസിലേക്ക് വന്നതും എന്നോട് ക്ഷമിക്കണം, ഇതെല്ലാം എന്റെ തെറ്റാണ്, ഞാനാണ് ഒരു മാനേജറായി കറക്റ്റായി ശ്രദ്ധിക്കാതിരുന്നത്, ഇതൊക്കെ എന്റെ തെറ്റ് മാത്രമാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വലിയ മാനേജറിന്റെ അടുത്ത് സോറി പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് അവള്. അപ്പോ അസഹീന അവളെ നോക്കിയിട്ട് നീ വളരെ ലക്കിയാണെന്നാ തോന്നുന്നേ, അവള് ഭാഗ്യത്തിന് പബ്ലിക്കിന്റെ മുമ്പിൽ മയങ്ങി വീണില്ല, അങ്ങനെ മറ്റോ നടന്നിരുന്നെങ്കിൽ എല്ലാം കൈവിട്ട് പോയെന്ന് പറയും. അടുത്തത് അവള് ആ ആക്ട്രസ് പെണ്ണിന്റെ അടുത്ത് വന്നിട്ട് സോറി പറയുന്നുണ്ട്. അവളും സിറ്റുവേഷൻ മനസ്സിലാക്കി ഇതൊന്നും നിന്റെ തെറ്റല്ല, ഞാൻ നിറയെ നാളായിട്ട് ഡിപ്രഷനിലായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോ ഇതെങ്ങനെ നിന്റെ തെറ്റാകും, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ എത്രയും വേഗം തന്നെ ഷൂട്ടിംഗ് തീർത്തിട്ട് ഇനി കുറച്ച് നാള് ലീവ് എടുത്ത് വെക്കേഷനിൽ പോയാലൊന്ന് ആലോചിക്കുന്നതെന്ന് പറയുമ്പോ ഇത് നമ്മുടെ ഹീറോയിന് മനസ്സിലാക്കിയിട്ട് ശരിയെന്ന് പറയുന്നുണ്ട്. പിന്നീട് അടുത്ത നാള് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ആകുന്നുണ്ട്. അവൾക്ക് ഇനിയും അവളുടെ അസുഖമൊന്നും ഭേദമായിട്ടില്ലെങ്കിലും അവൾക്ക് പറ്റുന്ന പോലെ അവളുടെ ബെസ്റ്റ് ചെയ്ത് ഷൂട്ടിങ്ങും ആക്ട് ചെയ്ത് തീർക്കുന്നുണ്ട്. സോ ഉടനെ തന്നെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്ത് അവൾക്ക് ബൊക്കെയൊക്കെ കൊടുക്കുമ്പോൾ അവള് സംസാരിക്കാനായിട്ട്
തുടങ്ങുവാണ്. എന്റെ മാനേജറും നിങ്ങൾ എല്ലാവരും എന്നെ വളരെ നന്നായിട്ടാണ് നോക്കി പരിചരിച്ചത്. അതിനെല്ലാവരോടും ഒരു വലിയ നന്ദി. ഇനി നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട വിഷയം എനിക്ക് പറയാനുണ്ട്. ഇനി മുതൽ ഞാൻ ആക്ടിംഗ് ഫീൽഡിൽ നിന്ന് റിട്ടയർഡ് ആകാൻ പോകുവാണെന്ന് പറഞ്ഞിട്ട് അവൾ ഒരു ബോംബ് ഇടും. ഇതാണെങ്കിൽ ആരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഇത് കേട്ട് എല്ലാവരും ഷോക്കായി വായും പൊളിച്ച് നോക്കി നിൽക്കുവാണ്. ഓഫീസിലാണെങ്കിൽ വളരെ പരപരപ്പാണ്. ഇവള് പെട്ടെന്ന് റിട്ടയർഡ് ആവുന്നെന്ന് പറഞ്ഞില്ലേ. കമ്പനിയിലേക്ക് നിറയെ ആളുകൾ തുരുതുരെ കോള് വിളിക്കുന്നുണ്ട്. എന്തിനാ പെട്ടെന്ന് അവള് റിട്ടയർഡ് ആയതെന്ന്, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയോ എന്ന് നമ്മുടെ ഹെറ ആന്റിനോട് ചോദിക്കുന്നുണ്ട്. അവർക്കും അതിനെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. എനിക്കറിയില്ല, അവൾ ഓവറായിട്ട് വർക്ക് പ്രഷർ ഉള്ളതുകൊണ്ട് ടെൻഷൻ കാരണം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു ഡൗട്ടോട് കൂടി പറയുവാണ്. ഇത് കേട്ടത് നമ്മുടെ ഹീറോയിൻ, അതെ അവർ ഒരിക്കലും എന്നോട് പറഞ്ഞിരുന്നു, അവരുടെ ഫീലിങ്സ് എല്ലാം പറഞ്ഞിരുന്നു എന്ന് പറയും. എന്ത്, അവള് നിന്നോട് പറഞ്ഞെന്നോ? ഇത്ര വർഷമായിട്ട് ഞാൻ അവരുടെ കൂടെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, എന്നിട്ട് എന്നോട് പോലും അവർ ഒരു വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ നിന്നോട് പറയുമെന്ന് പറഞ്ഞിട്ട് അവർ തല്ല് പിടിക്കാനായിട്ട് തുടങ്ങും. ഇത് മാനേജർ കണ്ട് എഴുന്നേറ്റ് നിന്നിട്ട്, നമ്മൾ ഈ ടൈമിൽ ഇങ്ങനെ തല്ല് പിടിക്കല്ല വേണ്ടത്, എങ്ങനെ ഈ സിറ്റുവേഷൻ ശരിയാക്കാം എന്ന് ചിന്തിക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് അവരെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇപ്പോ കട്ട് ചെയ്താൽ നമ്മുടെ ഹീറോയിൻ ഹീറോയെ കൂട്ടിക്കൊണ്ട് ഒരു ഡിന്നറിന് വന്നിരിക്കുവാണ്. അവനും വളരെ സന്തോഷത്തിലാണ് അവൾ എന്നെ ഡിന്നറിന് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുവാണെന്ന് പറഞ്ഞിട്ട്. കൂടെ പോയാൽ അവിടെ നമ്മുടെ ആക്ട്രസ് പെണ്ണിരിക്കുന്നുണ്ട്. അവള് നമ്മുടെ ഹീറോയിനോട് പറഞ്ഞിട്ടുണ്ടാകും എന്റെ മാനേജറായിട്ട് അവസാനം ഈ ഒരു ഹെൽപ്പ് മാത്രം ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് നമ്മുടെ ഹീറോയിനും അവളെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പക്ഷെ ഉള്ളിലേക്ക് വന്ന് ഇവളെ കണ്ടതും നമ്മുടെ ഹീറോയുടെ ഹാപ്പി ഫേസ് എല്ലാം ഒറ്റ നിമിഷത്തിൽ ചേഞ്ച് ആകുന്നുണ്ട്. അവര് നിങ്ങൾക്ക് വേണ്ടി നോക്കി ശ്രദ്ധിച്ചാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നേ. കഴിഞ്ഞ തവണ നിങ്ങൾ മീറ്റ് ചെയ്തപ്പോൾ വളരെ ഗോസിപ്പൊക്കെ ഉണ്ടായതല്ലേ, അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ആരും ശ്രദ്ധിക്കാത്ത ഒരു പ്ലേസ് നോക്കി ഇവർക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുവാണ് ഡേറ്റിന് വേണ്ടി. എന്നിട്ട് ഹീറോയെ നോക്കി നിങ്ങൾ ജോളിയായിട്ട് എൻജോയ് ചെയ്യും, ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞ് അവനെ അവളുടെ അടുത്ത് വിട്ടിട്ട് അവള് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് അവിടെ നിന്ന് പോകും. ഹീറോയാണെങ്കിൽ ഇവളിവിടെ തനിയെ വിട്ടിട്ട് പോകുന്നതും ശരിയല്ലല്ലോ, അതുകൊണ്ട് അവൾക്ക് കമ്പനി കൊടുത്ത് അവളുടെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോയിനും അവനെ അവളുടെ അടുത്ത് വിട്ടിട്ട് വന്നതില് ചെറിയ വിഷമമുള്ളതൊക്കെ പോലെ തോന്നുന്നുണ്ട്. ഇപ്പോ അകത്ത് ആ പെണ്ണ് നമ്മുടെ ഹീറോയോട് കൺഫസ് ചെയ്യുന്നുണ്ട്, നിനക്ക് തന്നെ അറിയാം വളരെ നാളായിട്ട് നിന്നെ ലവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം, നീ റിജക്ട് ചെയ്താലും കുഴപ്പമില്ല, ഈ വിഷയം എനിക്ക് നിന്നോട് പറഞ്ഞേ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവളുടെ ഫീലിങ്സ് മൊത്തം അവള് പറയാനായിട്ട് തുടങ്ങുവാണ്. ഹീറോ ഇതൊക്കെ കേട്ടിട്ട് അവൻ എന്താ പറയേണ്ടെന്ന് അറിയില്ല. എന്നാലും എത്ര സോഫ്റ്റ് ആയിട്ടാണോ, അവളെ എത്ര വിഷമിപ്പിക്കാത്ത രീതിയിലാണോ റിജക്ട് ചെയ്യാൻ പറ്റുന്നേ, അങ്ങനെ അവളെ റിജക്ട് ചെയ്ത് വിടുവാണ്. ഇപ്പോ കട്ട് ചെയ്താൽ ഓഫീസിലാണ് കാണിക്കുന്നത്. നമ്മുടെ വലിയ മാനേജർ അവർക്ക് അറിയുന്ന എല്ലാ അഡ്വർടൈസറെയും വിളിച്ച് സംസാരിച്ച് പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഹെറ ആന്റി എന്താ ചെയ്യുന്നതെന്ന് നോക്കിയാൽ ഞാനാണ് വലിയ തെറ്റ് ചെയ്തത്. അവർ ഇത്ര വർഷമായിട്ട് അവരുടെ കൂടെ വർക്ക് ചെയ്തിട്ട് അവരുടെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയില്ല. അത് ചോദിച്ച് ഞാൻ മനസ്സിലാക്കാനും ശ്രമിച്ചില്ല. ഒരു മാനേജറായി ഞാൻ തോറ്റുപോയി. സോ ഇനി മുതല് ഞാൻ ഈ മാനേജർ പോസ്റ്റിൽ ഇരിക്കാൻ അർഹതയില്ലാത്തവരാണ്, ഞാൻ ഇപ്പോ തന്നെ എന്റെ ജോലി രാജിവെക്കുവാണെന്ന് പറഞ്ഞിട്ട് റിസൈൻ ലെറ്ററും കൊടുത്തിട്ട് അവരെന്തെങ്കിലും പറയുന്നതിന് മുമ്പേ നേരത്തെ തന്നെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന തിങ്സ് എല്ലാം എടുത്ത് അവരവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇപ്പോ അതൊക്കെ കഴിഞ്ഞ് അവള് വീട്ടിലേക്ക് വന്നാല് ഹീറോ അവിടെയുണ്ട്. ഡിന്നറൊക്കെ എങ്ങനെ പോയി, നന്നായി പോയോ എന്ന് ചോദിക്കുമ്പോ അവനാണെങ്കിൽ റിജക്ട് ഒക്കെ ചെയ്തിട്ട് വന്നിരിക്കുവാണല്ലോ. ഇപ്പൊ നമ്മുടെ ഹീറോയിനെ നോക്കിയിട്ട് നിനക്ക് മറ്റുള്ളവരുടെ ഫീലിങ്സ് എന്താണെന്ന് ശരിക്കും അറിയില്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് എഴുന്നേറ്റ് വന്നിട്ട് ഇത് നീ മുന്നേ എന്നോട് ചോദിച്ചതാണ്, ഇതിപ്പോ ഞാൻ നിന്നോടാ ചോദിക്കുന്നത്, എന്റെ ഫീലിങ്സ് വെച്ച് നീ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോ എനിക്കറിയാം നിങ്ങൾ ദേഷ്യത്തിലാണെന്ന്, പക്ഷെ ഞാൻ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് അവൾ എന്തൊക്കെയോ പറയാനായിട്ട് വരുമ്പോ നമുക്ക് ഇഷ്ടമുള്ളവര് നമ്മളെ തന്നെ മറ്റുള്ളവരായിട്ട് ചേർക്കാൻ നോക്കിയാല് ആ വേദന എങ്ങനെയുണ്ടാവുമെന്ന് നിനക്കറിയാമോ? ഞാൻ നിറയെ കള്ളങ്ങള് സത്യമെന്ന പോലെ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം നീ ഒരു തരത്തില് സത്യമാണെന്ന് വിശ്വസിച്ചിട്ടുണ്ട്. എന്താ സത്യമല്ലേ എന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് നമ്മുടെ ഹീറോനെ പിടിച്ച് അവൻ കിസ് ചെയ്യാനായിട്ട് തുടങ്ങും. അവള് പെട്ടെന്ന് തള്ളി വിടുമ്പോ ഇപ്പോ എനിക്ക് മനസ്സിലായി, ഇനി മുതല് ഞാൻ എല്ലാം സത്യമായിട്ട് ചെയ്യണമെന്നാ വിചാരിക്കുന്നെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. ഇവിടെ ഹീറോയിനും ഇപ്പോഴും ആ ഷോക്കിലാണ്. ഇവൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവള് തലയിലും കൈ വെച്ചോണ്ട് നിൽക്കുവാണ്. നെക്സ്റ്റ് ഡേ നമ്മുടെ ഹീറോയിനും ഓഫീസിലേക്ക് വരുമ്പോ ഹെറ ആന്റി ആണെങ്കിൽ പോയല്ലോ, ആക്ട്രസും അവിടെ നിന്ന് പോയി. അതുകൊണ്ട് നമ്മുടെ ഹീറോയിനെ പുതിയ മാനേജറിന്റെ കൂടെ നമ്മുടെ ഹീറോയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യാനായിട്ട് പിന്നെയും അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. പുതിയ മാനേജറും ഹീറോ നെക്സ്റ്റ് വീക്ക് മുതൽ ഒരു പുതിയ പ്രൊജക്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. സോ അതിന്റെ വർക്കെല്ലാം നമ്മൾ രണ്ടുപേരും ചേർന്നാണ് ചെയ്യാൻ പോകുന്നത് എന്നെല്ലാം പറയും. ഇപ്പോ നൈറ്റ് അവള് വീട്ടിലേക്ക് വരുമ്പോ ഇന്നലെ അവൻ ചെയ്തതും പറഞ്ഞതൊക്കെ അവൾക്ക് നല്ലപോലെ ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഒരുമാതിരി ഫീൽ ആയിട്ടാണ് വരുന്നത്. നോക്കിയാൽ ഹീറോ അവിടെ കാണുന്നില്ല. പെട്ടെന്ന് അവളൊന്ന് റിലാക്സ് ആയതും നീ വന്നോ സീച്ചാൻ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടേക്ക് വരുന്നുണ്ട്. ഇവളാണെങ്കിൽ പെട്ടെന്ന് പേടിച്ചു പോകുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും ഇത്രയും നാളായിട്ട് ഒന്നിച്ചല്ലേ താമസിക്കുന്നേ, അപ്പോ ഈ റിയാക്ഷന്റെ ഒക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോ ശരിയാണല്ലോ എന്ന് അവളും ഓർക്കുന്നുണ്ട്. ഇപ്പോ അവൻ അവളോട് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നീ എന്താ വിചാരിക്കുന്നതെന്ന് ചോദിക്കും.
അത് നിങ്ങളുടെ വേറെ ഒരു കള്ളമായിരിക്കും അല്ലേ എന്ന് ചോദിക്കുമ്പോ ഞാൻ നിന്നെ കിസ് വരെ ചെയ്തു, അതും കള്ളമാണെന്നാണോ വിചാരിക്കുന്നത് അവൻ ചോദിക്കും. ഇവളാണെങ്കിൽ എന്താ പറയേണ്ടെന്ന് അറിയാതെ നിൽക്കുവാണ്. പെട്ടെന്ന് അവൻ അവളുടെ അടുത്തേക്ക് വരുമ്പോ ഒരു മിനിറ്റ് നമുക്ക് രണ്ടുപേർക്ക് എന്നാ നിങ്ങൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളമാണെന്ന് വിചാരിച്ചൂടെ, അങ്ങനെ തന്നെ എടുത്താൽ മതി. ഓക്കെ, സോ ഇതോടെ ഇത് വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് അവള് കൈ കൂപ്പിയൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം പിന്നെയും നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ എന്നെ എടുത്തിരിക്കുവാണ്. ഇനി നമ്മൾക്ക് ഈ വിഷയമൊന്നും വർക്കിന്റെ കൂടെ കൂട്ടിച്ചേർക്കണ്ടെന്ന് പറയുമ്പോ ഓ അങ്ങനെയാണോ, എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞിട്ട് അവളൊന്ന് തിരിഞ്ഞ നേരം കൊണ്ട് അവൻ പിന്നെയും അവളെ പിടിച്ച് കിസ് ചെയ്യുന്നുണ്ട്. ഇവളാണെങ്കിൽ പെട്ടെന്ന് ഷോക്കായി ചാടി മാറി നിന്നതും ഇവൻ ചിരിച്ചുകൊണ്ട് ഗുഡ് നൈറ്റ് സീച്ചാൻ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. ഇപ്പോ കട്ട് ചെയ്താൽ നെക്സ്റ്റ് ഡേ ആണ് കാണിക്കുന്നത്. ആ പുതിയ പ്രോജക്റ്റും സ്റ്റാർട്ടായി അതിനു വേണ്ടിയുള്ള മീറ്റിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ അഭിനയിക്കാൻ പോകുന്ന ആക്ട്രസ് പെണ്ണും അവിടേക്ക് വന്നിട്ടുണ്ട്. ആ പെണ്ണ് കാണാൻ കുറച്ച് ലുക്ക് ആയതുകൊണ്ട് നമ്മുടെ ഹീറോയിനും വായും പൊളിച്ചുകൊണ്ട് നോക്കി നിൽക്കാണ്. ഇപ്പോ ആ ആക്ട്രസ് പെണ്ണിന്റെ അടുത്ത് നമ്മുടെ മാനേജറും ഹീറോയിനും ഒക്കെ പോയി ഇൻട്രോ ആയിക്കൊണ്ടിരിക്കുമ്പോ ആക്ട്രസ് പെണ്ണിന്റെ മാനേജർ അവിടേക്ക് വരുന്നുണ്ട്. അതാരടാ എന്ന് നോക്കിയാൽ അത് നമ്മുടെ ഹെറ ആന്റി. ഇതേപോലെ ന്യൂബിയായി വന്ന നമ്മുടെ ഹീറോയിൻ എല്ലാവരുമായിട്ട് പെട്ടെന്ന് അറ്റാച്ച് ആയപ്പോ ആദ്യം വന്ന ഇവർക്ക് പിടിച്ചേയില്ല. ജലസി അങ്ങനെയൊക്കെ. അതുകൊണ്ട് ഇപ്പോ നമ്മുടെ ഹീറോയിനോട് റിവെഞ്ച് എടുക്കാൻ വേണ്ടി പുള്ളിക്കാരി ഗെറ്റപ്പ് ഒക്കെ മാറ്റിയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോയുടെ ഷൂട്ടിങ്ങും സ്റ്റാർട്ട് ആകുന്നുണ്ട്. ആ മൂവിയുടെ ഷൂട്ടിംഗ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുവാണ്. പ്രൊപ്പോസൽ സീൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഹീറോ ആ പെണ്ണുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടൊക്കെ ഇന്റിമേറ്റ് ആയിട്ടൊക്കെ അഭിനയിക്കുന്നത് കണ്ട് നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ സാഡ് ആയിട്ടൊക്കെ നോക്കി നിൽക്കുവാണ്. ഇത് ഹെറ ആന്റി കണ്ടിട്ട് എന്താ നീ സാഡ് ആയ പോലെയൊക്കെ നോക്കി നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ഇതേപോലെ നമ്മുടെ ഹീറോയും ആക്ട്രസ് പെണ്ണും ഒരുമിച്ച് ചെയ്യുന്ന സീൻസ് ഒക്കെ കാണുമ്പോ അവൾക്ക് ചെറിയ ജലസ് ഒക്കെ ആകുന്നുണ്ട്. ഇപ്പോ വീട്ടിലേക്ക് വരുമ്പോ നമ്മുടെ ഹീറോയും നീ എന്നെ ഈ സ്ക്രിപ്റ്റ് പഠിക്കാനൊന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചതും ഈ ഡയലോഗ് ആ പെണ്ണെ ഇവനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ ഇവളും കണ്ടിട്ടുണ്ടാകും. അതുകൊണ്ട് ഓ അതിന് ആ ആക്ട്രസ് പെണ്ണുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ നിന്നെ സഹായിക്കുന്നെന്ന് ചോദിക്കും. ഇത് കേട്ടിട്ട് അവൻ എഴുന്നേറ്റ് വന്നിട്ട് സീച്ചാൻ അപ്പോ നിനക്ക് ജലസ് ആകുന്നുണ്ട് എന്ന് ചോദിക്കുമ്പോ ജലസോ എനിക്കോ എന്തിന്, വാ നമുക്ക് സ്ക്രിപ്റ്റ് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് അവളെ വിഷയം മാറ്റി വിടുന്നുണ്ട്. അങ്ങനെ അവര് സ്ക്രിപ്റ്റ് വായിച്ച് അഭിനയിക്കാനായിട്ട് തുടങ്ങുവാണ്. പെട്ടെന്ന് ഹീറോ അവളെ ഹഗ് ചെയ്തിട്ട് ഡയലോഗ് ഒക്കെ പറയാനായിട്ട് തുടങ്ങും. ആക്ട്രസ് പെണ്ണിന്റെ ക്യാരക്ടറിന്റെ പേരൊക്കെ പറഞ്ഞിട്ട് അഭിനയിക്കാനായിട്ട് തുടങ്ങുവാണ്. ഓക്കെ ശരി, അവൻ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുവാണെന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് അവൻ സീച്ചാൻ എന്ന് വിളിക്കും. അയ്യോ നിങ്ങളെ നെയിം ഒക്കെ തെറ്റിച്ചാ പറയുന്നതെന്ന് അവള് പറയുമ്പോ ഇപ്പൊ അവനാണെങ്കില് സീച്ചാൻ ഞാൻ എപ്പോഴും നിന്നെ ലവ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്താണെന്ന് അറിയില്ല, എന്തിനാ ഞാൻ നിന്നെ എങ്ങനെ ഹേർട്ട് ചെയ്തതെന്ന് എനിക്ക് അറിയില്ല. അതൊക്കെ ആലോചിച്ച് ഞാൻ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അവസാനമായിട്ട് ഞാൻ നിന്നെ എങ്ങനെ ചിരിപ്പിക്കാമെന്ന വഴി കണ്ടുപിടിച്ചു. ഇനി ഒരിക്കലും ഞാൻ നിന്നെ ഹേർട്ട് ചെയ്യില്ല, ഇതെന്റെ വാക്കാണെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ കരയാനായിട്ട് തുടങ്ങുവാണ്. ഇത് കണ്ടിട്ടാണെങ്കിൽ ഇവൾക്കും കരച്ചില് വരുന്നുണ്ട്. അവളും കുറച്ചു നേരം അവനെ കൈയൊക്കെ പിടിച്ച് സമാധാനിപ്പിക്കുന്നുണ്ട്. പെട്ടെന്ന് റിയലൈസ് ആയതും തള്ളി മാറ്റി നീങ്ങി നിന്നിട്ട് നാളെ നിങ്ങൾ നല്ല പോലെ പെർഫോം ചെയ്യണം, ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവൾ ഉള്ളിലേക്ക് ഓടിപ്പോകും. പിന്നീട് റൂമിലേക്ക് വന്നിട്ട് രണ്ടുപേരും കുറച്ചു മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് നോക്കിക്കൊണ്ടേയിരിക്കുവാണ്. ഇപ്പോ അടുത്ത നാള് അവൾക്കൊരു കോള് വരുന്നുണ്ട്. അസഹീനെ ആയിരിക്കും കോള് ചെയ്തിരിക്കുന്നത്. എന്താ നീ ചെയ്തു വെച്ചിരിക്കുന്നേ, വേഗം തന്നെ ഓഫീസിലേക്ക് വാ, ഷിരോയെ വിട്ടിട്ട് നീ മാത്രം വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുവാണ്. ഇവൾക്കാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നില്ല. എന്താ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് അവൾ എടുത്തു നോക്കും. ഹീറോയും വന്ന് എത്തി നോക്കുന്നുണ്ട്. അവനോട് പറയണ്ട എന്നാണല്ലോ പറഞ്ഞേ. നോക്കിയാൽ നൈറ്റ് ഇവര് രണ്ടുപേരും ഒന്നിച്ച് ഹീറോയുടെ അപ്പാർട്ട്മെന്റിൽ കയറി പോകുന്നത് ആരോ ഫോട്ടോ എടുത്ത് ഇവര് ലിവിങ് ടുഗദറിലാണ് ഉള്ളതെന്ന കാര്യം ന്യൂസ് ആക്കി വെളിയിലേക്ക് സ്പ്രെഡ് ആക്കി വിടുന്നുണ്ട്. അപ്പോ നമ്മൾ ഒന്നിച്ചിരിക്കുന്ന കാര്യം എല്ലാവരും കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയും ഷോക്കായി നോക്കുന്നുണ്ട്. അവളും കൂടെ വായും പൊളിച്ച് എന്താ ചെയ്യണമെന്ന് അറിയാതെ നോക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ ഒരുമിച്ച് താമസിക്കുന്ന വിഷയം എല്ലാവരും അറിഞ്ഞല്ലോ. ഞാൻ തനിയാണ് അവരുടെ വീട്ടിൽ താമസിക്കാനായിട്ട് തീരുമാനിച്ചത്. വേഗം തന്നെ അവിടെ നിന്ന് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ മാത്രമാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണമെന്ന് അവൾ മാനേജറോട് പറയും. സാജിമ, നീ ചെയ്തത് വലിയൊരു തെറ്റാണ്. ഒരു ആക്ടറിന്റെ കൂടെ ഇരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചൊക്കെ വേണം ഇരിക്കാൻ. ഇതിപ്പോ എല്ലാവരും അറിഞ്ഞില്ലേ. നോക്ക്, ഇതെപ്പോഴും നിന്റെ മനസ്സിൽ വെച്ചിരിക്കണമെന്ന് പറയുമ്പോ സാർ ഇതെല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് പൊക്കോളാം. പിന്നെ ഷിരോയ്ക്ക് മാനേജർ ആയിരിക്കുന്ന ജോബിൽ നിന്ന് എന്നെ പറഞ്ഞു വിട്ടേക്കെന്ന് പറയുമ്പോ എന്തൊക്കെയാ നീ പറയുന്നേ? എല്ലാം ഇട്ടെറിഞ്ഞു പോകുവാണോ? ഞാൻ നിന്നോട് കെയർഫുൾ ആയിരിക്കണം എന്ന് മാത്രമല്ലേ പറഞ്ഞോളൂ. ഏതെങ്കിലും ഒരു വലിയ മീറ്റിംഗിന് വേണ്ടി പോയതല്ലേ, കുറച്ച് ടൈമായി ലേറ്റ് ആയി പോയി. ഇതുപോലുള്ള സിറ്റുവേഷൻസ് വരുമ്പോ നിന്നോട് കുറച്ച് ശ്രദ്ധിക്കാൻ മാത്രമേ ഞാൻ പറഞ്ഞോളൂ എന്ന് പറയും. ഇവളും എന്താ നടക്കുന്നത് എന്നറിയാതെ നോക്കി നിൽക്കുന്നുണ്ട്. ഒരു ആക്ടറിന്റെ മാനേജർ ആയാൽ ഇതൊക്കെ നോർമൽ ആയിട്ട് നടക്കുന്നതാണ്. അതുകൊണ്ട് നീ കെയർഫുൾ ആയിട്ട് ഇരുന്നാൽ മതി എന്ന് പറയുമ്പോ ആക്ച്വലി ഇവരെല്ലാം
എല്ലാവരും ഇവരേതോ ഒരു മീറ്റിംഗിന് പോയി അപ്പോഴാണ് ഇവര് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. ഇത് കേട്ടപ്പോഴാണ് നമ്മുടെ ഹീറോയിന് ഒന്ന് ശ്വാസം നേരെ വീണത്. അപ്പോ സത്യം ഒന്നും ആരും അറിഞ്ഞില്ലല്ലോ എന്നോർത്ത്. അതേസമയം നമ്മുടെ ഹീറോ അവിടേക്ക് വരുന്നുണ്ട്. എല്ലാത്തിനും ഞാനാണ് കാരണം എന്ന് പറയുമ്പോ നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് കൈ കാട്ടി പറയുന്നുണ്ട് പറയലേ എന്നൊക്കെ. അതാണെങ്കിൽ ഈ പൊട്ടനൊന്നും മനസ്സിലാകുന്നില്ല. എല്ലാ തെറ്റും എന്റെയാണ്, സാജിം ഇതിലൊന്നുമില്ല, ഞാനാണ് അവളെ ഫോഴ്സ് ചെയ്ത് സ്റ്റേ ചെയ്യാൻ പറഞ്ഞതെന്ന് പറയും. എന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഏതോ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് പറ്റിയതല്ലേ. ഇപ്പൊ വിടെന്ന് പറയുമ്പോ അവൻ അന്തം വിട്ടു നോക്കുന്നുണ്ട്. എന്ത് തെറ്റിദ്ധാരണ എന്ന പോലെ. അപ്പോഴേക്കും നമ്മുടെ ഹീറോയിൻ ഇടയ്ക്ക് കയറി അതെ ഇതൊരു നോർമലായ കാര്യമൊക്കെ അല്ലേ, വിട് എന്ന് പറഞ്ഞിട്ട് അവള് സിറ്റുവേഷൻ മാറ്റുന്നുണ്ട്. അടുത്ത നാള് ഷൂട്ടിങ്ങിന് വരുമ്പോ ആ ഹെറ ആന്റിയും ഈ ന്യൂസ് ഒക്കെ കാണുന്നുണ്ട്. കണ്ടോ, ഇത് എല്ലായിടത്തും ഫ്ലാഷ് ആയി കഴിഞ്ഞു. നിനക്കറിയാമോ, ഇതെല്ലാം ഒരിക്കലും പാടില്ലാത്ത റിലേഷൻഷിപ്പാണ്. ഒരു മാനേജർ ആയാൽ അവരുടെ ആക്ടറിനെ ഫേമസ് ആകുക എന്നത് മാത്രമാണ് അവരുടെ ജോലി. അത് വിട്ടിട്ട് പ്രേമം അത് ഇത് എന്നൊക്കെ പറഞ്ഞു പോയാല് നമ്മുടെ കരിയർ സ്പോയിൽ ആകുന്നത് കൂടാതെ അവരുടെ കരിയർ തന്നെ ആയിരിക്കും നശിക്കാൻ പോകുന്നതെന്ന് പറയും. അത് കഴിഞ്ഞ് അവര് നമ്മുടെ ഹീറോയിനെ ഒന്ന് ഡൗട്ടോട് കൂടി നോക്കിയിട്ട് ഇതിലേ തന്നെ എല്ലാം മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ഉണ്ടെന്ന്. ഇനിയിപ്പോ നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോ അപ്പോഴേക്കും നമ്മുടെ പുതിയ മാനേജർ അവിടേക്ക് വന്നിട്ട് ഇതിലൊരു തെറ്റുമില്ല, ഒരു മാനേജറായി അവരവരുടെ വർക്ക് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾ കുറച്ച് നോക്കി സംസാരിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിന് സപ്പോർട്ടീവായിട്ട് സംസാരിച്ചിട്ട് പോകുവാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് നമ്മുടെ ഹീറോ ഇങ്ങനെ ഒരു സൈഡിലായിട്ട് ഇരിക്കുമ്പോ അവനോട് സംസാരിക്കാനായിട്ട് പോകാനായിട്ട് നോക്കുമ്പോ ആ കറക്റ്റ് ടൈം ആ ആക്ട്രസ് പെണ്ണ് അവിടേക്ക് വരുന്നുണ്ട്. അവൾ അവിടേക്ക് വരുന്നത് കണ്ടതോടുകൂടി നമ്മുടെ ഹീറോയിൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ആക്ട്രസ് പെണ്ണും നമ്മുടെ ഹീറോയോട് ഈ ന്യൂസ് എല്ലാം സ്പ്രെഡ് ആയില്ലേ, അതിനെപ്പറ്റി നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിക്കും. അതിനെപ്പറ്റി ഒന്നും നിങ്ങൾ ആലോചിച്ച് നെർവസ് ആകണ്ട, ഇതൊക്കെ നോർമൽ ആയിട്ട് നടക്കുന്നതല്ലേ, ഒരു ആക്ടർ ആയാൽ ഇതൊക്കെ സർവ്വസാധാരണമാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയോട് അവനെ സമാധാനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാനായിട്ട് തുടങ്ങുവാണ്. ഇതെല്ലാം ഓട്ട കണ്ടിട്ട് നമ്മുടെ ഹീറോയിനും കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ചെറിയ രീതിയിൽ ജലസൊക്കെ ആകുന്നുണ്ട്. ഇപ്പോ റൂമിലേക്ക് വന്നതും അവൾക്കാണെങ്കിൽ കള്ളം പറയുന്നത് ഇഷ്ടമല്ലല്ലോ. ഓഫീസിൽ എല്ലാവരും ഇവര് ലിവിങ് ടുഗദറിലല്ല എന്നാണല്ലോ ഇപ്പൊ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത്. അതോർത്തിട്ട് കള്ളം പറഞ്ഞു എന്നോർത്തിട്ട് അവൾക്ക് ഒരുപാട് ഗിൽറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എപ്പോഴാണെന്ന് അറിയില്ല, പക്ഷെ ഞാൻ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകുമെന്ന് പറയുമ്പോ എന്തൊക്കെയാ നീ പറയുന്നേ? ഇങ്ങനെയൊക്കെ പറയാൻ ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? ഞാൻ വേണമെങ്കിൽ സെറ്റില് ഒന്നുകൂടി കെയർഫുൾ ആയിട്ട് ഇരിക്കാമെന്നൊക്കെ ഹീറോയും പറയും. അവിടെ നിന്ന് കട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ ഷൂട്ടിങ്ങിലാണ്. മുൻപ് ഹീറോയിനുമായിട്ട് ഒരു സീൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഹഗ് ഒക്കെ ചെയ്തിട്ട്. ആ സീനിന്റെ ഷൂട്ടിംഗ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹീറോയും ആ ആക്ട്രസ് പെണ്ണിനെ കൂടെ കെട്ടിപ്പിടിച്ചൊക്കെ ആക്ട് ചെയ്യുന്നത് കണ്ടിട്ട് അവൻ അവളെ കെട്ടിപ്പിടിച്ചതൊക്കെയാണ് ഓർമ്മ വരുന്നത്. അത് കഴിഞ്ഞ് ഷൂട്ടെല്ലാം കഴിഞ്ഞ് ടീ കൊടുക്കാമെന്ന് വിചാരിച്ച് ചെന്നാല് അവിടെയും ആ പെണ്ണിന്റെ കൂടെ ചൊല്ലിക്കൊണ്ടിരിക്കുവാണ് നമ്മുടെ ഹീറോ. ഇത് കണ്ടതോടുകൂടി നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആകെ ടെൻഷനായിട്ട് നിൽക്കുവാണ്. അപ്പോഴേക്കും നമ്മുടെ ഹെറ ആന്റി അവിടേക്ക് വന്നിട്ട് ഈ മൂവിയുടെ ഫൈനൽ സീൻ നാളെയാണ് എടുക്കാൻ പോകുന്നത്, ക്ലൈമാക്സ് ഒക്കെ സൂപ്പർ ആയിരിക്കും, വളരെ റൊമാൻറ്റിക് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുവാണ്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആകെ ദേഷ്യത്തിൽ നിൽക്കുവാണല്ലോ. ഇതും കൂടി കേട്ടപ്പോ അവൾ ആകെ ടെൻഷൻ ആകുന്നുണ്ട്. എന്നാലും അവളുടെ ഇമോഷൻസ് ഒന്നും അവൾക്ക് പുറത്തേക്ക് എടുത്ത് കാണിക്കാനും പറ്റില്ല. ആകെ ഒരു പെട്ട അവസ്ഥയിലാണ് അവളിപ്പോ. അവിടെ നിന്ന് കട്ട് ചെയ്ത് അവളിപ്പോ ഫ്രണ്ടിന്റെ കൂടെ ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഫോൺ എടുത്താൽ നോക്കിയാൽ നമ്മുടെ ഹീറോയിനെ കുറിച്ച് നിറയെ ബാഡ് കമന്റ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവളൊരു മാനേജർ അല്ലേ, എങ്ങനെ ഷീറോയ്ക്ക് സെറ്റ് ആകും? അവൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യും? അവളൊരു മാനേജർ മാത്രമാണെന്നൊക്കെ പറഞ്ഞിട്ട് നിറയെ ബാഡ് കമന്റ്സ് ഒക്കെ വന്നുകൊണ്ടേയിരിക്കുവാണ്. ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹീറോയിനെ കണ്ടിട്ട് അവളുടെ ഫ്രണ്ടും വീട് ഇതെല്ലാം സാധാരണമായിട്ട് നടക്കുന്നതല്ലേ, നീ ഒരു ആക്ടറിന്റെ മാനേജറായിട്ടാ വർക്ക് ചെയ്യുന്നേ, അപ്പൊ ഇതൊക്കെ നോർമലാണ്, നീ ഇതിനെ കുറിച്ചൊന്നും ആലോചിച്ച് ടെൻഷൻ ആകണ്ട എന്ന് പറഞ്ഞിട്ട് അവള് റിലാക്സ് ആക്കുന്നുണ്ട്. അടുത്ത നാള് ആ മൂവിയുടെ ക്ലൈമാക്സ് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുവാണ്. അതിൽ നമ്മുടെ ഹീറോ ആക്ട്രസ് പെണ്ണിനോട് അവന്റെ ലവ് തുറന്ന് പറഞ്ഞ് പ്രപ്പോസ് ചെയ്തിട്ട് അവർ തമ്മിൽ സെറ്റ് ആകണം. ആ സീൻസ് ഒക്കെ അവർ വളരെ ബ്യൂട്ടിഫുൾ ആയും റൊമാൻറ്റിക് ആയിട്ടൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഷൂട്ടിംഗ് കഴിയുമ്പോൾ നിങ്ങൾ വളരെ നന്നായിട്ട് ആക്ട് ചെയ്തു, വളരെ മനോഹരമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അവരെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. നല്ല പോലെ ഷൂട്ടിംഗ് തീർന്നത് കൊണ്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാർട്ടി പോലെ വെച്ചിട്ടുണ്ട്. ഇപ്പോ ആ പാർട്ടിയിലേക്ക് എല്ലാവരും വന്നിട്ടുണ്ട്. അവിടേക്ക് അപ്പോ ആക്ട്രസ് പെണ്ണും വരുന്നുണ്ട്. പക്ഷെ അവള് മുമ്പത്തെ പോലെ ഒന്നല്ല, അവളുടെ ആറ്റിറ്റ്യൂഡും ഗെറ്റപ്പൊക്കെ മാറ്റി വേറൊരു പെണ്ണിനെ പോലെയാണ് വന്നിരിക്കുന്നത്. എന്താ അവരിങ്ങനെ മാറിയിരിക്കുന്നതെന്ന് ഹീറോയിൻ ഡൗട്ട് ആയിട്ട് ചോദിക്കുമ്പോ ആക്ച്വലായിട്ട് അടുത്ത ഈ പെണ്ണ് ചെയ്യാൻ പോകുന്ന ക്യാരക്ടർ ഏതാണോ ആ ക്യാരക്ടറിലേക്ക് തന്നെ അവൾ ഓട്ടോമാറ്റിക് ആയിട്ട് ചേഞ്ച് ആകും. പിന്നീട് ആ മൂവി കഴിയുന്നത് വരെ അവൾ ചെയ്യുന്നതും സംസാരിക്കുന്നതും നടക്കുന്നതെല്ലാം ആ ക്യാരക്ടറിനെ പോലെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് അവൾ അടുത്ത് അഭിനയിക്കാൻ പോകുന്ന ക്യാരക്ടറിനെ പോലെ അവൾ വന്നിരിക്കുവാണ്.
നമ്മുടെ ഹീറോയുടെ അടുത്ത് വന്നിട്ട് ഇവര് മുമ്പ് കണ്ടിട്ടേ ഇല്ലാത്ത പോലെ ഡ്രിങ്ക് ചെയ്യാനടക്കെ തുടങ്ങുവാണ്. പക്ഷെ ഇതെല്ലാം നമ്മുടെ ഹീറോയിന് കാണുമ്പോ തീരെ ഇഷ്ടാകുന്നില്ല. ശരി, പാർട്ടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഹീറോയ്ക്ക് വേണ്ടി അവള് വെയിറ്റ് ചെയ്ത് നിന്നാല് ആക്ട്രസിന് മാത്രമായിട്ട് ഇനി ഒരു പാർട്ടി കൂടിയുണ്ട്, നമുക്ക് വേണമെങ്കിൽ പോയാലോ എന്ന് പുതിയ മാനേജർ ചോദിക്കുമ്പോ ഇല്ലില്ല, എനിക്ക് അവിടേക്ക് പോകാനായിട്ട് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് ഇവന്റെ കൂടെ വന്നിരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുവാണിപ്പോ. ഇപ്പോ നൈറ്റ് വീട്ടിലേക്ക് വരുമ്പോ ഇനിയും ഹീറോ അവിടേക്ക് വന്നിട്ടില്ല. കോള് ചെയ്തിട്ടാണെങ്കിൽ അവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നതുമില്ല. അവൾ നൈറ്റ് ഫുള്ളും അങ്ങനെ അവന് വേണ്ടി ഉറക്കമില്ലാതെ കാത്തിരിക്കുന്നുണ്ട്. അടുത്ത നാള് സൗണ്ട് കേട്ടതും ഓടിച്ചെന്ന് നോക്കിയാൽ നമ്മുടെ ഹീറോ അപ്പോഴാണ് കയറി വരുന്നത്. ഇവനെ കണ്ടതും ഉടനെ വെൽക്കമോ എന്ന് പറഞ്ഞതും ആഹാ നീ കാലത്തെ തന്നെ എഴുന്നേറ്റെന്ന് ചോദിച്ചിട്ട് അവനുള്ളിലേക്ക് കയറി വരുന്നുണ്ട്. അതെ, പാർട്ടിയെല്ലാം എങ്ങനെയുണ്ടായിരുന്നു, എൻജോയ് ചെയ്തു എന്ന് ചോദിച്ചതും പിന്നെ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു, അതുകൊണ്ടാണ് എനിക്ക് നിന്നെ കോള് ചെയ്യാൻ പോലും പറ്റാതിരുന്നത്. അതുമല്ല പെണ്ണ് എന്നോട് നല്ല പോലെ സംസാരിച്ചു, അവളുടെ ആക്ടിങ് സ്കില്ലിനെ പറ്റി എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുവായിരുന്നു. സോ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു രാത്രി വരെ എനിക്ക് വരാനായിട്ട് പറ്റിയില്ല, ടൈം പോയതേ അറിഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ്. ഇവളും ഇതൊക്കെ കേട്ട് പാടുപെട്ട് മുഖത്ത് ചിരി വരുത്തിയിട്ട് ഓ അങ്ങനെയാണോ സന്തോഷം എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോ ഇവൻ എഴുന്നേറ്റ് അവളെ ക്രോസ് ചെയ്തു പോയതും അവളുടെ സെന്റിന്റെ മണം ഇവന്റെ ദേഹത്ത് നിന്ന് വരുന്നുണ്ട്. അല്ല, ഈ സെന്റിന്റെ മണം എന്ന് ചോദിച്ചതും അതെ അതെ, അവൾ എന്റെ അടുത്തിരുന്നാണല്ലോ ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരുന്നത്, മേ ബി അപ്പോ സ്പ്രെഡ് ആയതായിരിക്കാം എന്ന് പറയുമ്പോ അതെ അതെ മേ ബി ആയിരിക്കാം. എന്നാലും അവൾക്ക് അത് മുഴുവനായിട്ട് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോ നീ എന്നെ വിശ്വസിക്കുന്നില്ല എന്ന് അവൻ ചോദിച്ചതും വിശ്വസിക്കണം എന്നാ ഞാനും കരുതുന്നേ, പക്ഷെ എനിക്ക് ഇത് മുഴുവനായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോ ശരിയാ, ഞാൻ നിന്നോട് നിറയെ കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഞാനിപ്പോ പറയുന്നത് സത്യമാണ്, ഞങ്ങൾക്ക് തമ്മിൽ ഒന്നും നടന്നിട്ടില്ലെന്ന് പറയുമ്പോ ഇല്ലില്ല, അങ്ങനെ നടക്കാനായിട്ട് ചാൻസ് ഒന്നുമില്ല, അവരും ഒരു ആക്ട്രസ് തന്നെയല്ലേ എന്ന് അവള് കുറച്ച് ഓവറായിട്ട് ഡൗട്ടോട് കൂടിയായിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങുവാണ്. ഇത് കേട്ടതും അവന് ടെൻഷൻ ആകുന്നുണ്ട്. നോക്ക്, ഇനിയും നീ എന്റെ ഗേൾ ഫ്രണ്ട് ഒന്നും ആയിട്ടില്ലല്ലോ, ഓവറായിട്ട് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവനകത്തേക്ക് കയറി പോകുവാണ്. ഇവൾക്കാണെങ്കിൽ തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത പോലെ ഇങ്ങനെ നിൽക്കുവാണ്. അടുത്ത ദിവസം ഇവർക്ക് രണ്ടുപേർക്കും ഫോട്ടോ ഷൂട്ട് എല്ലാം നടക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് അവർ തിരികെ വരുമ്പോ ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ട് രണ്ടുപേർക്കും മുഖം കൊടുത്ത് സംസാരിക്കാനേ പറ്റുന്നില്ല. അവന് അങ്ങനെയൊക്കെ പറഞ്ഞതില് നല്ല ഗിൽറ്റിനെസ്സും ഫീൽ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഉടനെ അവള് ഞാൻ കാർ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കാർ എടുക്കാനായിട്ട് പോയതും പിന്നിൽ നിന്ന് ആക്ട്രസ് പെണ്ണ് ഒരു അടിപൊളി കാറുമായിട്ട് അവിടേക്ക് വരുന്നുണ്ട്. അവനെ എന്നിട്ട് വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചതും ഇവനാണെങ്കിൽ എന്താ എന്ന രീതിയിൽ ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ നോക്കി നിൽക്കുവാണ്. നീയല്ലേ പറഞ്ഞത് എന്നെ പോലെ ആക്ട് ചെയ്യാൻ നിനക്ക് ആഗ്രഹമുണ്ടെന്ന്, സോ ഇപ്പൊ എന്റെ കൂടെ വന്നാൽ ഞാൻ എന്റെ ആക്ടിങ് സ്കില്ലിനെ കുറിച്ച് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വിളിക്കുവാണ്. ഇവിടെ നമ്മുടെ ഹീറോയിനും കാറിന്റെ അടുത്ത് വന്ന് നിന്ന് തിരിഞ്ഞു നോക്കിയതും ഹീറോ അവന്റെ പാട്ടിന് അവളുടെ കൂടെ കാറിൽ കയറി പോവാനായിട്ട് തുടങ്ങുവാണ്. ഇവൾക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് എന്താ ചെയ്യേണ്ടെന്ന് അറിയാൻ പാടില്ല. ഷിരോ പ്ലീസ് പോകലേ എന്ന് പറഞ്ഞിട്ട് പിന്നാലെ ഓടുന്നുണ്ട്. പക്ഷെ അതൊന്നും മൈൻഡ് ആക്കുന്നേ ഇല്ല. അവരവിടെ നിന്ന് കാർ ഓടിച്ചു പോയി കഴിഞ്ഞു. അത് കണ്ട് ഇവളും സ്തംഭിച്ച് നിന്ന് ഇനി ഷിരോയ്ക്ക് അവളെ ശരിക്കും ഇഷ്ടമാണോ എന്ന രീതിയിൽ ഇങ്ങനെ ഷോക്കായി നോക്കി നിൽക്കുവാണ്. ഇപ്പൊ ആക്ട്രസ് പെണ്ണ് നമ്മുടെ ഹീറോയെ അവളുടെ വീട്ടിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. അവിടെ വെച്ച് അവനെ ചെറുതായിട്ട് സെഡ്യൂസ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ വേറെ വഴിയില്ലാതെ വീട്ടിലേക്ക് വന്നിട്ട് അവന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാൻ തുടങ്ങുവാണ്. പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ടതും ഒന്നും അറിയാത്ത പോലെ ഒരിടത്ത് പോയിരിക്കും. അപ്പൊ പതിയെ ഹീറോ വാതില് തുറന്നിട്ട് അകത്തേക്ക് കയറി വരുന്നുണ്ട്. ഇവളാണെങ്കിൽ തുറച്ചു നോക്കി പ്രേതത്തെ പോലെ മുഖം വെച്ചുകൊണ്ടിരിക്കുവാണ്. ഒരു നിമിഷം അവൻ തന്നെ പേടിച്ചു പോകുന്നുണ്ട്. എന്തുപറ്റി സീച്ചാൻ എന്ന് ചോദിച്ചതും നിന്റെ പ്രൈവറ്റ് ലൈഫിൽ തലയിടാനായിട്ട് എനിക്ക് ഒരിക്കലും താല്പര്യമില്ല, അതിന്റെ ആവശ്യം എനിക്കില്ല. എന്നിരുന്നാലും ഒരു മാനേജറായി എനിക്കതെല്ലാം അറിഞ്ഞല്ലേ പറ്റൂ, എന്നാലല്ലേ എനിക്ക് നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോ അവളുടെ കൂടെ കാറിൽ പോയത് എന്റെ തെറ്റാണെന്ന് എനിക്ക് അറിയാമെന്ന് അവൻ പറയും. അതിനെക്കുറിച്ച് എനിക്ക് ടെൻഷൻ ഇല്ല, നിങ്ങൾ രണ്ടുപേരും സിംഗിൾ അഡൽട്സ് ആണ്, ഇവിടെ വന്നിരിക്കെന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ചിരുത്തി ശരി എവിടെയാ പോയത്, എന്താ ചെയ്തത് എന്നൊക്കെ ചോദിച്ച് ക്വസ്റ്റ്യനോട് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് തുടങ്ങുവാണ്. അപ്പോ ഇവനും ഇവള് ചോദിക്കുന്നത് കേട്ടിട്ട് ഞങ്ങള് അവളുടെ വീട്ടിലേക്കാണ് പോയത്, അത് കഴിഞ്ഞ് എന്നെ പിടിച്ചിരുത്തി എന്നൊക്കെ അവൻ പറഞ്ഞു തുടങ്ങിയതും നിങ്ങൾ പോകുന്നത് ആരെങ്കിലും കണ്ടായിരുന്നോ, എന്തെങ്കിലും ഫോട്ടോ മറ്റോ എടുക്കുന്ന സൗണ്ട് പോലെ കേട്ടായിരുന്നോ എന്ന് ചോദിക്കും. ഇല്ലില്ല, അങ്ങനെയൊന്നും നടന്നിട്ടില്ല, പക്ഷെ സീജാൻ നിന്നെ കണ്ടാലേ എനിക്ക് പേടിയാകുന്നു എന്ന് പറയുമ്പോ ഓ എന്നെ കാണുമ്പോ നിനക്ക് പേടിയാകുന്നുണ്ടോ, എന്നാ ഇതാണ് എന്റെ ഒറിജിനൽ ഫേസ് എന്ന് പറഞ്ഞിട്ട് അവൾ ദേഷ്യപ്പെടാനായിട്ട് തുടങ്ങും. ഇല്ലില്ല, ശരി അപ്പോ സീജാൻ നിനക്ക് ജലസ് ആകുന്നുണ്ടോ എന്ന് അവൻ അടുത്ത് വന്ന് ചോദിച്ചതും ഒരിക്കലുമില്ല, ഞാൻ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടോ ഒന്നും അല്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ ജലസ് ആകുന്നേ, വെറുതെ ടോപ്പിക് മാറ്റാൻ നോക്കണ്ട എന്ന് പറഞ്ഞ് ശരിക്കും നടന്നത് എന്താണെന്ന് അവനോട് ചോദിക്കും. നിനക്ക് സത്യമായിട്ടും അത് അറിഞ്ഞേ തീരൂ, ഞാൻ കരുതി നിനക്ക് അത് കേൾക്കുന്നതേ ഇഷ്ടമല്ലായിരിക്കും എന്നാ. അങ്ങനെ ഒന്നുമില്ല, മര്യാദയ്ക്ക് പറയുന്നതാണ് നല്ലതെന്ന് പറയുമ്പോ ആക്ച്വലി ഞങ്ങള് ഹോട്ടലിലേക്കാണ് പോയതെന്ന് പറയും.
ഇത് കേട്ട് ഷോക്കായി. എന്ത് ഹോട്ടലോ എന്ന് പറഞ്ഞ് അവൾ ഒച്ചയെടുത്തതും പക്ഷെ നീ വിചാരിക്കുന്ന പോലെ ഒന്നും തന്നെ നടന്നിട്ടില്ല. അവളെ ലേറ്റ് ആയിട്ട് എന്നെ സെഡ്യൂസ് ചെയ്യാനൊക്കെ നോക്കി. അത് കഴിഞ്ഞ് കണ്ണു തുറന്ന് നോക്കിയാൽ അടുത്തത് അഭിനയിക്കാൻ പോകുന്ന ക്യാരക്ടറായിട്ട് എന്റെ അടുത്ത് പ്ലേ ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് അവൻ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. ഇവളും ഞാൻ ഇനിയും ചോദിച്ചു കഴിഞ്ഞില്ലെന്ന രീതിയിൽ അവിടെ നോക്കിയിരിക്കുന്നുണ്ട്. ഇപ്പോ നെക്സ്റ്റ് ഡേ ഓഫീസിലേക്ക് വന്നാല് ഏതോ ഒരു വലിയ ഇറ്റാലിയൻ ഡയറക്ടർ ഹീറോയ്ക്ക് ഏതോ ഒരു അവസരം കൊടുക്കാനായിട്ട് പോകുവാണെന്ന് പറയും. സോ ഇതൊരു നല്ല ന്യൂസ് ആണെന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് നമ്മുടെ വലിയ മാനേജർ. അപ്പോ ആ സമയത്ത് തന്നെ പുതിയ മാനേജർ അവിടേക്ക് വരുന്നുണ്ട്. ഇവര് സംസാരിക്കുന്നത് കേട്ടിട്ട് ഇത് ഹെറ എന്നോട് പറഞ്ഞിരുന്നു. ആക്ച്വലി ആക്ട്രസ് പെണ്ണിനെയും ഇതിൽ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോ അവളുടെ പേര് കേട്ടതും ഇവളുടെ മുഖമൊക്കെ മാറുന്നുണ്ട്. ഇപ്പൊ ആ ഇറ്റാലിയൻ ഡയറക്ടറെയാണ് കാണിക്കുന്നത്. അയാൾ ഇതേപോലെ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാവരെയും പിടിച്ചു നിർത്തി ആക്ടിംഗ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. ഇതില് നമ്മുടെ ആക്ട്രസ് പെണ്ണിനെയും ഹീറോയെയും ചേർത്ത് വെച്ച് അഭിനയിക്കാൻ പറഞ്ഞിട്ട് എന്തൊക്കെയോ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഹീറോയെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ടിംഗ് ക്ലാസ്സിലേക്ക് വരുമ്പോ അവനൊരു മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ ആക്ട്രസ് പെണ്ണിന്റെ കൂടെ ഒരു ഡിന്നർ കഴിക്കാൻ പോകും, ടെൻഷൻ ആവണ്ട, ഞാൻ വേഗം തന്നെ വീട്ടിലേക്ക് വരും, നീ വീട്ടിലേക്ക് ചെല്ലെന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ കണ്ടിട്ടാണെങ്കിൽ അവൾക്ക് നല്ല രീതിയിൽ ടെൻഷൻ ആകുന്നുണ്ട്. ഇവൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന രീതിയിൽ അവള് ദേഷ്യത്തിൽ നിൽക്കുമ്പോ നമ്മുടെ പുതിയ മാനേജർ ചെക്കൻ അവിടേക്ക് വന്ന് ഞാൻ നിങ്ങളെ ഒരിടത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാമെന്ന് പറഞ്ഞ് ഒരു ബ്യൂട്ടിഫുൾ ആയ പ്ലേസിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അവിടെ രണ്ടുപേരും ഫുഡ് എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അതിലുള്ള കെച്ചപ്പ് ലൈറ്റ് ആയിട്ട് അവന്റെ ഷർട്ടിലേക്ക് ആകുന്നുണ്ട്. ഉടനെ നമ്മുടെ ഹീറോയിനും അത് അങ്ങനെ വിട്ടാൽ കറിയാകുമെന്ന് പറഞ്ഞിട്ട് വളരെ കേട് ചെയ്തതെല്ലാം എടുത്തു കളഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇത് കണ്ടതും അവൻ എന്താ തോന്നിയെന്ന് അറിയില്ല. പെട്ടെന്ന് നമ്മുടെ ഹീറോയിനെ പിടിച്ച് ഹഗ് ചെയ്യുവാണ്. അവളും ഷോക്കായിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ ഞാനാണ് നിനക്ക് ശരിയായവൻ എന്നാ കരുതുന്നത്. രണ്ടുപേരും കള്ളം പറയില്ല, ഒരാൾക്ക് ഒരാളുടെ മേലെ വളരെ വിശ്വാസത്തോടെ കഴിയാമെന്നൊക്കെ പറയുമ്പോ പെട്ടെന്ന് അവൾ അവനെ തള്ളി മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കും. എനിക്കറിയാം നീ ശരിയായാണ് ലവ് ചെയ്യുന്നതെന്ന്, എന്നാലും എനിക്ക് 1% ചാൻസ് പോലും ഇല്ലാതിരിക്കില്ലല്ലോ. ഇപ്പോ നീ ഇതിന് മറുപടി പറയണ്ട, നിന്റെ കൂടെ ഡെയിലി വർക്ക് ചെയ്യുന്നത് എനിക്ക് ഹാപ്പിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ നോർമലായിട്ട് സംസാരിക്കുന്നത് പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ഇവൾക്കാണെങ്കിൽ പെട്ടെന്ന് എന്തൊക്കെ പോലെ ആകുന്നുണ്ട്. ഇപ്പോ വീട്ടിലേക്ക് വന്നതും ഹീറോ ആ പെണ്ണിനെ ഹഗ് ചെയ്ത് ആക്ട് ചെയ്തതും നമ്മുടെ മാനേജർ പയ്യൻ ഇവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞതെല്ലാമാണ് അവളുടെ തലയിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ പെട്ടെന്ന് ഒരു കോളിംഗ് ബെല്ല് അടിച്ചത് കേട്ടതും ശിരവ് എന്താ കീ എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞിട്ട് ഡോറ് പോയി തുറന്നു കൊടുത്താൽ നോക്കിയാൽ നമ്മുടെ ഹെറ ആന്റി. ഇവളെ ഇവിടെ കണ്ടതും ഒന്നും ചോദിക്കാതെ അകത്തേക്ക് ഇടിച്ചു കയറി വന്ന് നീ ഇവിടെയാണോ സ്റ്റേ ചെയ്യുന്നതെന്ന് ചോദിച്ച് അവളുടെ തിങ്സ് എല്ലാം നോക്കിക്കൊണ്ടേ നിൽക്കുവാണ്. ഇവളിതൊക്കെ കണ്ട് പതറിയിട്ട് ഇല്ല, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നല്ല, ജസ്റ്റ് ഞാൻ ഇവിടെ സ്റ്റേ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ, ഞങ്ങള് ലിവിങ് ടുഗദറിലല്ല ഉള്ളതെന്ന് പറയും. എനിക്കതിനെ പറ്റി ഒന്നും അറിയില്ല, പക്ഷെ നീ ഇങ്ങനെയായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും തന്നെ വിചാരിച്ചില്ല. ഒരു മാനേജർ ആയിരുന്നിട്ട് നീ ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ ദയവ് ചെയ്ത് ഇതാരോടും പറയരുത്, എന്നെ കൊണ്ട് ശിരോട് ജീവിതം നശിപ്പിക്കാൻ പാടില്ല എന്ന് പറയുമ്പോ പേടിക്കണ്ട, ഞാൻ ഇതാരോടും പറയില്ല. കാരണം അവൻ എന്റെ ഒരു മകനെ പോലെയാണ്. അവൻ ഇത്രയും വളർന്നതിൽ ഞാനും ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നീ ഇത്രയും നാണം കെട്ടവളാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയേയില്ല. നീ ഇങ്ങനെയാണോ എല്ലാവരെയും ഇംപ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ടാണോ എല്ലാവർക്കും നിന്നെ ഇഷ്ടം എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിന്റെ ക്യാരക്ടർ തന്നെ മോശമായിട്ട് പറയാനായിട്ട് തുടങ്ങുവാണ്. അവളെ കൊണ്ടാണെങ്കിൽ ഒന്നും എതിർത്ത് പറയാനും പറ്റുന്നില്ല. ഇപ്പോ ഹെറ ആന്റി പോയി, അതിന് പിന്നാലെ ഹീറോ അവിടേക്ക് കയറി വരുന്നുണ്ട്. നല്ലപോലെ ഡിന്നറൊക്കെ പോയി. ഡയറക്ടറും കൂടെ വന്നിരുന്നു. അവരുടെ എക്സ്പീരിയൻസ് എല്ലാം വളരെ നന്നായിട്ട് അവർ ഷെയർ ചെയ്തു. പിന്നെ ആക്ട്രസ് പെണ്ണും വന്നിരുന്നു. അവളും ലൈവായിട്ട് ആക്ട് ചെയ്തൊക്കെ കാണിച്ചു. വളരെ മനോഹരമായിരുന്നു എന്ന് അവൻ തുരുതുരാ നിർത്താതെ സംസാരിച്ചു കൊണ്ടേയിരിക്കുവാണ്. അപ്പൊ നമ്മുടെ ഹീറോയിനും ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരേപോലെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ടേ പറയുവാണ്. ഇപ്പൊ ഇവൻ ഇത് കേട്ടിട്ട് ഇവളെന്തോ ഹേർട്ടായിട്ടാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട്. സീച്ചാൻ നിനക്ക് എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോ ഇവളും ഒന്നും മിണ്ടാതെ ശരി ഞാൻ ഉറങ്ങാൻ പോകുവാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. ഇപ്പോ തനിയെ വന്ന് കിടന്നതും പോകുമ്പോ ആ ഹെറ ആന്റി എന്താ പറഞ്ഞിട്ട് പോയെന്ന് നോക്കിയാല് ഒന്നില്ലെങ്കിൽ നീ അവനെ ലവ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നീ അവന്റെ മാനേജർ പദവിയിൽ നിന്ന് ഒഴിഞ്ഞു മാറണം എന്നാണ് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോ ഇതൊക്കെ ആലോചിച്ചിട്ട് അവള് കൺഫ്യൂസ്ഡ് ആയിട്ട് ഇങ്ങനെ കിടക്കുവാണ്. ഇപ്പോ നെക്സ്റ്റ് ഡേ ആക്ടിംഗ് ക്ലാസ്സിൽ അവരെ ആക്ട് ചെയ്യിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പ്രാന്ത് പോലെ ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ആ ഡയറക്ടർ ഇപ്പോ ഒരു വലിയ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുവാണ്. നിറയെ പേര് അവരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അവസാനം നമ്മുടെ ഹീറോയെയും ആ ആക്ട്രസ് പെണ്ണിനെയാണ് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവര് എടുക്കാൻ പോകുന്ന മൂവിയുടെ തീം എന്ന് പറഞ്ഞാൽ ഇവരുടെ രണ്ടുപേരുടെയും എക്സ്ട്രീം ലവ് ആണ് കാണിക്കുന്നത്. ഒരു റിയൽ ലവേഴ്സ് എങ്ങനെയാണോ അതേപോലെ റൊമാൻസും ഇമോഷൻസ് എല്ലാം വെളിയിലേക്ക് കൊണ്ടുവന്ന് റിയൽ ആക്ട് ചെയ്യണം. ഇതാണ് ഇവരെടുക്കാൻ പോകുന്ന മൂവിയുടെ
തീം എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് വരുമ്പോ നോക്ക്, അവർ എത്ര വലിയ ഡയറക്ടറാണ്. നിങ്ങളെ അവര് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്ര വലിയ കാര്യമായിരിക്കും. നിങ്ങൾക്കൊരു വലിയ അവസരമാണ് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവള് സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. പക്ഷെ ഹീറോ ഇതൊക്കെ കേട്ടിട്ട് ശരിയാണ്, പക്ഷെ ഞാൻ ഈ മൂവിയിൽ അഭിനയിക്കേണ്ട എന്നാ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറയും. എന്തൊക്കെയാ നിങ്ങൾ പറയുന്നതെന്ന് അവള് ചോദിക്കുമ്പോ, എനിക്ക് ഈ ഒരു അവസരം കിട്ടിയപ്പോ നീ ഒന്ന് ചിരിച്ചു പോലും ഞാൻ കണ്ടില്ല. നിന്നെ ചിരിപ്പിക്കാത്തത് അത് മീനിങ്ലെസ് ആണെന്ന് അവൻ പറയുവാണ്. ഇവൾക്കാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നില്ല ഇവൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന്. ഇവൻ ഇതെന്തൊക്കെയാണ് പറയുന്നത് എന്ന രീതിയിൽ നോക്കി നിൽക്കുവാണ്. ഇനിയും കുറച്ച് ഹാർഡ് വർക്ക് ചെയ്താൽ എനിക്ക് വേറെ ഒരു വലിയ റോള് കിട്ടും. സോ അതുകൊണ്ട് സാരമില്ല എന്നൊക്കെ അവൻ പറയുവാണ്. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നേ? നിങ്ങൾ ഇങ്ങനെ ഒരു വലിയ മൂവിയിൽ ആക്ട് ചെയ്യുന്നത് കാണാനാണ് ഞാൻ ഇത്രയും നാളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങളുടെ ആക്ടിങ് മറ്റുള്ളവരും അപ്രീഷിയേറ്റ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുവഴിയെ നിങ്ങൾക്ക് എന്റെ സ്മൈല് കാണാൻ പറ്റുമെന്ന് അവള് പറയും. ഇത് കേട്ടത് നമ്മുടെ ഹീറോ ഒന്ന് ആലോചിച്ചിട്ട്, ശരി എന്നാ ഞാൻ ഇതിനെ സമ്മതിക്കാമെന്ന് പറയുവാണ്. അവൾക്കും അത് കേട്ട് വളരെ സന്തോഷമാകുന്നുണ്ട്. ചിരിച്ചുകൊണ്ട് ഓൾ ദ ബെസ്റ്റ് എന്ന് പറയുമ്പോ അവനും ചിരിച്ചുകൊണ്ട് താങ്ക് യു എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോ അവിടെ നിന്ന് കട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ രാവിലെ നമ്മുടെ ഹീറോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുവാണ്. ഗുഡ് മോർണിംഗ് സീച്ചാൻ എന്ന് പറഞ്ഞ് അവൻ ഹാളിലേക്ക് വന്ന് നോക്കിയാൽ അവളുടെ ഒരു തിങ്സ് പോലും അവിടെ കാണുന്നേ ഇല്ല. ഇവൾ ഇത് എവിടേക്കാ പോയതെന്ന് അവൻ ഒരു പിടിയും കിട്ടുന്നില്ല. അവനിങ്ങനെ ഷോക്കായിട്ട് നോക്കി നിൽക്കുവാണ്. നോക്കിയാൽ നമ്മുടെ ഹീറോയിനെല്ലാം കെട്ടിപ്പെറുക്കി വണ്ടിയിലാക്കി അവള് കരഞ്ഞുകൊണ്ട് ഗുഡ് ബൈ ശരി എന്ന് പറഞ്ഞിട്ട് ഹീറോയെ വിട്ട് പോയിക്കൊണ്ടേയിരിക്കുവാണ്. പിന്നീട് ഞാൻ എന്തിനാ ഇങ്ങനെ കരയുന്നതെന്ന് പറഞ്ഞിട്ട് മുഖമെല്ലാം തുടച്ചിട്ട് അവള് വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഇപ്പോ നമ്മുടെ ഹീറോയിൻ അവൻ അറിയാതെ വീട് വിട്ടു പോന്നല്ലോ. അത് കഴിഞ്ഞ് ഒരു ചെറിയ വീടുമൊക്കെ വാടകയ്ക്ക് എടുത്ത് പിറ്റേ ദിവസം ഒന്നും അറിയാത്ത പോലെ ജോലിക്ക് വരുമ്പോ ഹീറോ മുമ്പിലായിട്ട് ഇവൾക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇവളെ കണ്ടതും വാ കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടു പോയിട്ട്, ഞാൻ എഴുന്നേക്കുമ്പോ നിന്റെ തിങ്സ് ഒന്നുപോലും അവിടെ കണ്ടില്ല. നീ എന്നോട് ഒരു വാക്ക് പോലും പറയാതെയാണ് പോയത്. ഇതിനെക്കുറിച്ച് നീ ഇപ്പൊ എന്നോട് എക്സ്പ്ലെയിൻ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞതും, ആക്ച്വലി ഹെറ ആന്റി അങ്ങനെയെല്ലാം പറഞ്ഞത് കൊണ്ടാണ് അവള് വീട് വിട്ടു പോയത്. പക്ഷെ ആ റീസൺ ഒന്നും അവള് പറയാതെ, ഇല്ലില്ല ഞാനൊരു നല്ല പ്ലേസ് കണ്ടു, റെന്റും വളരെ കുറവായിട്ട് തോന്നി, അവരിപ്പോഴേ ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞത് കൊണ്ടാ പെട്ടെന്ന് തന്നെ മാറിയതെന്ന് പറയും. നീ വളരെ ഭംഗിയായിട്ട് കള്ളം പറയുന്നുണ്ട്, പക്ഷെ അത് കേൾക്കാനായിട്ട് രസമില്ല. നീ കാരണമാണ് ഞാൻ ഇനി കള്ളം പറയില്ലെന്ന് തീരുമാനിച്ചത്. ഇപ്പൊ നോക്ക്, നീ തന്നെയാണ് എന്നോട് കള്ളം പറയുന്നതെന്ന് അവൻ പറയും. പിന്നെ സന്തോഷത്തില് ആ മൂവിയിൽ അഭിനയിക്കാൻ വേണ്ടി നീ ചിലത് പറഞ്ഞില്ലേ, അതും കള്ളമല്ലേ എന്ന് ചോദിക്കുമ്പോ, ഇല്ല അതെല്ലാം എന്റെ സത്യമായിട്ടുള്ള ഫീലിങ്സ് ആണ്. കാരണം നിങ്ങളുടെ ആക്ടിങ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഫ്യൂച്ചറില് നിങ്ങൾ ഒരു വലിയ ആക്ടർ ആകണമെന്നാ എന്റെ വിഷ് എന്ന് അവള് പറയും. ഇത് കേട്ട് നമ്മുടെ ഹീറോ പറയും, എനിക്കറിയില്ല ഏതാണ് സത്യമെന്ന് ഏതാണ് കള്ളമെന്ന്. എന്തോ എല്ലാവരും കൂടി ചേർന്ന് എന്നെ പറ്റിക്കുന്ന പോലെ തോന്നുന്നെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുവാണ്. ഇത് കേട്ടതും ഇവൾക്കാണെങ്കിൽ ഒരു മാതിരി ആകുന്നുണ്ട്. അടുത്തത് ആ ഇറ്റാലിയൻ ഡയറക്ടർ വേറൊരു മീറ്റിംഗ് കൂടി വെച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടി നമ്മുടെ ഹീറോയും വന്നിരിക്കുന്നുണ്ട്. പിന്നാലെ ആ ആക്ട്രസ് പെണ്ണും വരുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അവള് ടോട്ടൽ ആള് തന്നെ മാറിപ്പോയിട്ടുണ്ട്. വളരെ ഷൈ ആയിട്ടുള്ള ടൈപ്പിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഹീറോ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞതും അവൾ എന്തോ പ്രേതത്തെ കണ്ട് പേടിച്ച പോലെ വളരെ ഭയന്നിട്ട് ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കണ്ടൊന്നും മനസ്സിലാവാതിരിക്കുന്ന നമ്മുടെ ഹീറോയിനും, ഇവളെന്താ ഇത് മൊത്തം ആള് തന്നെ ടോട്ടലായി മാറിപ്പോയത്, ഇനി അടുത്തത് ഇവൾ ഏത് റോളാ ചെയ്യാൻ പോകുന്നതെന്ന് ഹെറ ആന്റിയോട് ചോദിക്കുമ്പോ, ആക്ച്വലി ഇവളിപ്പോ അഭിനയിക്കാൻ പോകുന്ന മൂവിയിലെ അതിനുവേണ്ടി ഒരു സ്ക്രിപ്റ്റ് പോലും ഇല്ല. പറഞ്ഞു വന്നാൽ ഈ ഷൈ ടൈപ്പ് ഗേൾ ആണ് ഇവളുടെ റിയൽ ആയിട്ടുള്ള ക്യാരക്ടർ. ആ ഡയറക്ടറും റിയൽ ആയിട്ടുള്ള ഫീലിങ്സ് കൊണ്ടുവരണം, റിയൽ ആയിട്ട് അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ, അതുകൊണ്ട് അവളുടെ ഇപ്പൊ ശരിക്കുള്ള ക്യാരക്ടർ ആയിട്ട് വന്നിരിക്കുന്നതെന്ന് പറയുവാണ്. ആക്ട്രസ് പെണ്ണും അവളുടെ ഇൻട്രോ പറയുമ്പോൾ പോലും വളരെ പേടിച്ചാണ് പറയുന്നത്. ഇപ്പോ ഡയറക്ടറും ഈ മൂവി എങ്ങനെയുള്ളതാണെന്നൊക്കെ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഈ മൂവിക്ക് വേണ്ടി ഇവരൊരു സ്ക്രിപ്റ്റ് പോലും തയ്യാറാക്കിയിട്ടില്ല. ഈ പടത്തിൽ മുഴുക്കെ ഒറിജിനൽ ഫീലിങ്സ് ആണ് കൊണ്ടുവരുന്നത്. ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും നടുവിൽ നടക്കുന്ന ട്രൂ ലവ് പുറത്തു കൊണ്ടുവരുന്ന പോലെ നിങ്ങളുടെ റിയൽ ഫീലിങ്സ് വെച്ചാണ് നിങ്ങൾ അഭിനയിക്കേണ്ടത്. ക്ലൈമാക്സിനെ കുറിച്ച് ക്ലോസ് ആയിട്ടിരിക്കുന്ന പോലെയൊക്കെ സീനുകൾ ഉണ്ടാകും. ഇനി ഇത് നിങ്ങൾ വേണം പെർഫെക്റ്റ് ആയിട്ട് അഭിനയിച്ച് കയ്യിൽ തരാൻ എന്ന് ഡയറക്ടർ അവരോട് പറയുവാണ്. അടുത്തത് ഇപ്പൊ അവര് പറഞ്ഞ പോലെ തന്നെ ആ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ആകുന്നുണ്ട്. അതില് ഒരു വലിയ ബിൽഡിംഗില് ഇവര് രണ്ടുപേരും മാത്രം അകപ്പെടുന്നു. അപ്പൊ ആ പെണ്ണിനോട് നമ്മുടെ ഹീറോ സംസാരിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നു. അവളാണെങ്കിൽ ഒരു ഷൈ ടൈപ്പ് ആണല്ലോ. സോ അതുകൊണ്ട് അവന്റെ സകല എനർജി എടുത്ത് അവൻ അവളോട് സംസാരിക്കാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആക്ച്വലി നമ്മുടെ ഹീറോയ്ക്കും ഇത് വളരെ ക്യൂരിയസ് ആണ്. ഒരു പെണ്ണിനെ എങ്ങനെ ഇത്ര ഷൈ ആയിട്ട് ഇരിക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെ ഉണ്ടാവോ എന്ന ആശ്ചര്യത്തോടെയാണ് അവനുള്ളത്. അത് കൂടി വരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ആ പെണ്ണുമായിട്ട് സംസാരിക്കാനായിട്ട് അവൻ ട്രൈ ചെയ്യുവാണ്.
അടുത്ത നാള് ഷൂട്ടിംഗ് കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുവാണ്. അതില് നോർമൽ ലൈഫ് പോലെ തന്നെയാണ്. രണ്ടുപേരും ഒരു പ്ലേസിൽ അകപ്പെടുന്നു. പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നു. അതിനിടയിൽ ഇവർക്ക് തമ്മിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഇവര് തമ്മിലുള്ള സംഭാഷണം, ഇമോഷൻസ്, ഫീലിങ്സ് ഇതെല്ലാം കാണിക്കണം. അതുകൊണ്ട് അവര് ജോളിയായിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങുവാണ്. കുറച്ചായിട്ട് അവർ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോ ആക്ടിംഗ് എല്ലാം കഴിഞ്ഞ് വെളിയിലേക്ക് വരുമ്പോഴും ആ പെണ്ണ് എന്നെ നോക്കി ഒന്ന് ചിരിക്കുക പോലും ചെയ്യില്ലായിരുന്നു. ഇന്നാണ് എന്നെ നോക്കി ഒന്ന് ചിരിച്ചത്. അതെന്റെ മനസ്സിൽ വളരെ ആഴത്തിൽ പതിഞ്ഞു. ഇതാണ് റിയൽ ആയിട്ട് ഒരാളെ ലവ് ചെയ്യുമ്പോഴുള്ള ഫീലിങ്സ് എന്നെനിക്ക് മനസ്സിലായെന്നൊക്കെ പറഞ്ഞ് അവനിങ്ങനെ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ഇതെല്ലാം കേട്ട് പാവ നമ്മുടെ ഹീറോയിനാണ് ഹേർട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ എപ്പോഴത്തെയും പോലെ ഷൂട്ടിംഗ് ഒക്കെ തീർത്തിട്ട് പോകുമ്പോ ആ പെണ്ണിനോട് സംസാരിക്കാനായിട്ട് അവൻ ട്രൈ ചെയ്യുന്നുണ്ട്. ആ പെണ്ണ് നോക്കി ചിരിച്ചിട്ട് ഷൈ ആയിട്ട് നാളെ കാണാം എന്ന് പറഞ്ഞിട്ട് പോകും. ഇത് കേട്ടതും അവൻ എന്തോ സ്വർഗം കിട്ടിയ പോലെ ഇന്നാണ് അവൾ എന്നോട് ചിരിച്ച് സംസാരിച്ചതെന്ന് പറഞ്ഞിട്ട് പിന്നാലെ ഓടുവാണ്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഇനി സത്യമായിട്ടും ഇവൻ അവളെ ലവ് ചെയ്യാൻ തുടങ്ങിയോ എന്നൊക്കെ ഓർത്ത് വളരെ ഹേർട്ട് ആകുന്നുണ്ട്. അതും പോരാത്തതിന് ഓഫീസിലേക്ക് വന്നാല് കോ ആക്ടേഴ്സ് തമ്മിൽ ലവ് ചെയ്യുന്നത് നോർമൽ ആയിട്ടുള്ള വിഷയമൊക്കെ തന്നെയാണ്. അത് വലിയൊരു സംഭവം ഒന്നും അല്ല എന്ന പോലെയൊക്കെ സംസാരിക്കുവാണ്. അതേപോലെ നമ്മുടെ ഹസഹീന വരെ ലവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് എന്തുകൊണ്ടോ ആ റിലേഷൻഷിപ്പ് ശരിയാവാതെ ബ്രേക്കപ്പ് ആയി. അത് കഴിഞ്ഞ ഒരു വലിയ സ്കാമിലും പെട്ട് ഈ ഒരു അവസ്ഥയിലായി. പിന്നീട് അവരുടെ വലിയ ബാധ്യത തീർക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നമ്മുടെ മാനേജർ അവളോട് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അവള് വീട്ടിൽ ചെന്ന് നോക്കിയതും വളരെ നല്ല ഭംഗിയായിട്ട് നിറയെ പെർഫോമൻസ് ഒക്കെ നമ്മുടെ ഹസഹീന ചെയ്തിട്ടുണ്ട്. വളരെ ഫേമസ് ആയ ഒരാളായിരുന്നു ആ സമയത്തൊക്കെ നമ്മുടെ ഹസഹീന. അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഇപ്പോ 27ാമത് ദിവസത്തെ ഷൂട്ടിംഗ് ആണ് നടക്കുന്നത്. സീനില് ആ പെണ്ണ് എന്തോ കണ്ട് പേടിച്ച് അലറി ഓടിയതും നമ്മുടെ ഹീറോ വന്ന് ഹഗ് ചെയ്തിട്ട് അവളെ പിടിച്ച് സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കാനായിട്ട് തുടങ്ങും. പറഞ്ഞു വന്നാൽ ആ പെണ്ണ് കരഞ്ഞ് ഇവനും കൂടെ കരയാനായിട്ട് തുടങ്ങി. അങ്ങനെ രണ്ടുപേരും കരഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ട് അവര് രണ്ടുപേരുടെയും ലവ് ഒക്കെ തുറന്നു പറയുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ഇവൾക്ക് ഇതൊന്നും കണ്ടു നിൽക്കാനേ പറ്റുന്നില്ല. അതും പോരാത്തതിന് രണ്ടുപേരും അങ്ങനെ കിസ് ചെയ്യുന്നത് പോലെ വന്നതും ഇല്ല, ഇതിൽ കൂടുതൽ എനിക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ദേഷ്യത്തിൽ നടന്നു പോകുന്നുണ്ട്. അങ്ങനെ ഇവിടെയും അവർ എക്സ്പെക്ട് ചെയ്ത പോലെ ആ മൂവിയും സക്സസ് ആയിട്ട് ചെയ്ത് തീർക്കുന്നുണ്ട്. എല്ലാവരും ബൊക്കെ ആയിട്ട് വന്ന് ആ പെണ്ണിനെ അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഹീറോയും കൂടെ നിന്ന് ചിരിച്ചുകൊണ്ട് ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോ അവസാനമായിട്ട് നമ്മുടെ ഹീറോയിനെ അവിടെ തിരയുമ്പോ അവൾ അവിടെ ഇല്ലെന്ന് അവൻ ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഇപ്പോ എല്ലാം കഴിഞ്ഞ് 3 പേരും വെളിയിലേക്ക് വരുന്നുണ്ട്. അപ്പോ നമ്മുടെ പുതിയ മാനേജർ ആണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ച് നിൽക്ക്, ഞാൻ കാർ എടുത്ത് വരാമെന്ന് പറഞ്ഞിട്ട് ഇവരെ രണ്ടുപേരെയും തനിച്ചാക്കിയിട്ട് അവിടെ നിന്ന് പോകും. ഇവിടെ ഇവര് രണ്ടുപേരും ആണെങ്കിൽ എന്താ സംസാരിക്കേണ്ടെന്ന് അറിയാതെ നോക്കി നിൽക്കുവാണ്. പിന്നാലെ ആണെങ്കിൽ ആക്ട്രസ് പെണ്ണും വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയെ നോക്കി പറയും, ഇതാണ് എന്റെ ശരിക്കുള്ള ക്യാരക്ടർ. ഇതിൽ ഞാൻ അഭിനയിച്ചു. എന്റെ ശരിക്കുമുള്ള ഫീലിങ്സ് ഞാൻ വെളിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ ലൈഫ് ലോങ് ഞാൻ ഇത് മറക്കില്ല എന്ന് അവള് പറയുവാണ്. അപ്പൊ ഹീറോയും ഇത് കേട്ടിട്ട് തീർച്ചയായിട്ടും ഞാനും ഇത് മറക്കില്ല എന്ന് പറയും. ഇതൊക്കെ കാണാൻ പറ്റാതെ നമ്മുടെ ഹീറോയിനൊന്ന് സൈഡിലേക്ക് തിരിഞ്ഞതും അപ്പോ കറക്റ്റ് ആയിട്ട് ഹെറ ആന്റി അവിടേക്ക് വന്നിട്ട് നീ നിന്റെ ശരിയായിട്ടുള്ള ഡിസിഷൻ എടുത്തു കഴിഞ്ഞെന്നാ തോന്നുന്നു എന്ന് പറയും. അവളാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാതെ അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. ഇപ്പോ കട്ട് ചെയ്താൽ അവള് വീട്ടിലേക്ക് വന്നതും ഹീറോയിന് ഹീറോയുടെ അടുത്ത് നിന്ന് ഒരു മെസ്സേജ് വരുന്നുണ്ട്. നീ ഒരു മുഖ്യമായ സാധനം ഇവിടെ മറന്നു വെച്ചു, അതെടുത്തിട്ട് പൊക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും അപ്പൊ തന്നെ പോയി ഞാൻ എന്താ മറന്നത്, ഞാൻ ഒന്നും മറന്നില്ലല്ലോ എന്ന് പറഞ്ഞതും ഇല്ല, നീ റോസ് ഇവിടെ മറന്നു വെച്ചു, നീ വന്നപ്പോ ഇത് വാടിയാണിരുന്നത്, അത് കഴിഞ്ഞ് നീ കെയർ ചെയ്തത് കൊണ്ടാണ് അത് പൂവിട്ട് വളരാനായിട്ട് തുടങ്ങിയത്. സോ ഇത് നീ തന്നെ എടുത്തിട്ട് പോകണമെന്ന് പറഞ്ഞതും അവളൊന്നും നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ അതെടുത്തിട്ട് പോകും. അപ്പോ പെട്ടെന്ന് അവൻ അവളെ വിളിച്ചിട്ട് താങ്ക് യു സീച്ചാൻ, നീ കാരണമാണ് എനിക്ക് ഇത്രയും വലിയൊരു പടം കിട്ടിയത്. ഇതിന് ഒരുപാട് നന്ദി എന്ന് പറയുമ്പോ സാരമില്ല, നന്ദിയൊന്നും വേണ്ട. ഒരു മാനേജറായി എന്ത് ജോലിയാണോ ഞാൻ ചെയ്യേണ്ടത് അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് അവള് പറയും. എന്നിട്ട് പിന്നെയും പോകാനായിട്ട് തുടങ്ങിയതും അവൻ പിന്നെയും അവളെ പിടിച്ചു നിർത്തി. ആ മൂവിയിൽ ഞാൻ അഭിനയിക്കുമ്പോൾ മുഴുവനായും ആ ആക്ട്രസിന്റെ ഫേസിൽ നിന്റെ ഫേസ് ആണ് ഞാൻ കണ്ടത്. നിന്നെ ഓർത്തിട്ടാണ് ഞാൻ ആക്ട് ചെയ്തത്. എന്റെ ആക്ടിങ്ങും ശരി, എന്റെ ഫീലിങ്സും ശരി, ഇതെല്ലാം സത്യമാണെന്ന് അവൻ പറയും. ഇത് കേട്ടതും ഇവള് പക്ഷെ നിങ്ങൾക്ക് ആ ആക്ട്രസിനെ ഇഷ്ടമായിരുന്നില്ലേ എന്ന് ചോദിച്ചതും അവൻ പെട്ടെന്ന് വന്ന് പൂ വാങ്ങി വെച്ചിട്ട് നോക്ക്, ഞാൻ ലവ് ചെയ്യുന്ന പെണ്ണ് നീയാണ് സീച്ചാൻ, ഞാൻ നിന്നെ മാത്രമേ ലവ് ചെയ്യുന്നുള്ളൂ സീച്ചാൻ എന്ന് പറഞ്ഞിട്ട് അവളെ ഹഗ് ചെയ്യും. ഇപ്പോ ഈ നിമിഷം നമ്മുടെ ഹീറോയിനും തടുക്കാനായിട്ട് പറ്റുന്നില്ല. അവളും തിരിച്ച് നമ്മുടെ ഹീറോയെ ഹഗ് ചെയ്യുവാണ്.
അപ്പോ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഹീറോയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. അവൻ ചെന്ന് പെട്ടെന്ന് അറ്റൻഡ് ചെയ്ത് സംസാരിക്കുമ്പോൾ അവൻ പെട്ടെന്ന് ടെൻഷൻ ആകുന്നുണ്ട്, പതറുന്നുണ്ട്. ഇതാ ഇപ്പോ തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തിട്ട് ഇപ്പോ തന്നെ എനിക്ക് പോയേ പറ്റൂ, നമ്മുടെ ഹോം ടൗണിലേക്ക് നിന്റെ കൂടെയാണ് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുവാണ്. അപ്പോ നമ്മൾ ഒന്നിച്ച് സ്കൂളിൽ പഠിച്ച ആ നാട്ടിലേക്ക് പോകാൻ പോകുവാണോ എന്ന് ചോദിച്ചിട്ട് അവൾ നോക്കി നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഇപ്പോ നമ്മുടെ ഹീറോയിനെ എന്തിനാണ് അവരുടെ ഹോം ടൗണിലേക്ക് വേഗം വേഗം കൂട്ടിക്കൊണ്ടുവരുന്നത് എന്ന് നോക്കിയാല് അവന്റെ അച്ഛന് സുഖമില്ലാതെ സീരിയസ് ആയിട്ട് കിടക്കുവാണ്. ചെറിയ വയസ്സിലെ തന്നെ അവന്റെ അമ്മ മരിച്ചുപോയി. അവന് ഒരു ചേട്ടനും കൂടിയുണ്ട്. കുറെ നാളായി അച്ഛന്റെ അസുഖം കാരണം നോക്കി പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത് ചേട്ടനാണ്. ചേട്ടൻ ഇങ്ങനെ അച്ഛനെ സീരിയസ് ആണെന്ന് വിളിച്ചു പറഞ്ഞത് കൊണ്ടാണ് ഇവരിപ്പോ വേഗം വേഗം അടിച്ചു പിടിച്ച് ഓടി വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ വന്നതും എങ്ങനെയുണ്ട് അച്ഛ എന്ന് ചോദിച്ചിട്ട് ഉള്ളിലേക്ക് ഓടി വന്നതും നോക്കിയാൽ അവർ കൂളായിട്ട് ബുക്കൊക്കെ വായിച്ചുകൊണ്ടിരിക്കുവാണ്. എനിക്കെന്താ, ഞാൻ നന്നായിട്ടാ ഇരിക്കുന്നതെന്ന് അവര് പറയും. ചേട്ടനും ഇത് കേട്ടിട്ട് ഇത്രയും നാള് കൂടെ ഉണ്ടായിരുന്നത് ഞാനല്ലേ, സംസാരത്തിന് മാത്രം കുറവൊന്നും പറ്റിയിട്ടില്ലെന്ന് പറയുവാണ്. നമ്മുടെ ഹീറോയാണെങ്കിൽ ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാതെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോ അച്ഛൻ അവനെ നോക്കി, നീ നിന്റെ കൂടെ നിന്റെ ഗേൾ ഫ്രണ്ടിനെയും കൂട്ടിയാണോ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചതും ഉടനെ നമ്മുടെ ഹീറോയിൻ, ഇല്ലില്ല, എന്റെ പേര് സാജിമ, ഞാനിവരുടെ മാനേജറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണെന്ന് പറയും. എന്താ പറഞ്ഞേ, സാജിമയെന്നോ? അപ്പോ നീയല്ലേ സീച്ചാൻ എന്ന് ചേട്ടൻ അവളോട് ചോദിക്കുവാണ്. അതെ അതെ, അത് ഞാൻ തന്നെയാണ്, നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചതും പിന്നല്ലാതെ അതൊക്കെ വിട്, എങ്ങനെ ഇവന്റെ മാനേജറായിട്ട് മാറി എന്ന് ഷോക്കായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുവാണ് ചേട്ടനും. അതെല്ലാം ഒരു വലിയ കഥയാണ്, ആക്സിഡന്റലി അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാണെന്ന് അവളും പറയും. ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ അച്ഛനും, ഷിരോ എപ്പോഴും ഈ കുട്ടിയല്ലേ കള്ളം പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരുന്നത്, അതുകൊണ്ട് ആ കുട്ടി വളരെ ശോകത്തിലായിരുന്നു, ആ കുട്ടിയല്ലേ ഇതെന്ന് ചോദിച്ചതും ഷിരോ വേഗം ഇടയ്ക്ക് കേറിയിട്ട്, അതൊക്കെ പണ്ടല്ലേ അച്ഛാ, ഇപ്പോഴൊന്നും അങ്ങനെയല്ല എന്ന് പറയുവാണ്. കട്ട് ചെയ്താൽ ഇപ്പോ അച്ഛനും മോനും സംസാരിച്ചു കൊണ്ടിരിക്കുവാണ്. അച്ഛന് കണ്ടപ്പോഴേ മനസ്സിലായി, ആ കുട്ടിയല്ലേടാ നീ ലവ് ചെയ്തുകൊണ്ടിരിക്കുന്നേ, നിന്റെ കള്ളങ്ങൾ ആ പെണ്ണിനോട് പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി നീ നിർത്തിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നെന്ന് അവനെ കളിയാക്കി പറഞ്ഞതും, എന്തൊക്കെയാ അച്ഛാ നിങ്ങൾ പറയുന്നേ, അതെല്ലാം ചെറിയ വയസ്സിൽ നടന്നതല്ലേ, അതൊക്കെ വീട് എന്ന് അവൻ പറയുവാണ്. ഇവിടെ ഹീറോയിനും ചേട്ടനായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ചേട്ടനും അപ്പോ അവൻ ഇനിയും കള്ളം പറയുന്നത് നിർത്തിയിട്ടില്ലെന്ന് തോന്നുന്നെന്ന് ചോദിക്കുമ്പോ, അവര് കള്ളങ്ങൾ വരെ വളരെ സത്യമായി പറഞ്ഞാണ് ശീലിച്ചത്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു, അവർ ആക്ടിങ്ങും വളരെ സൂപ്പറായിട്ടാ ചെയ്യുന്നതെന്ന് പറഞ്ഞതും അവൻ കള്ളം മാത്രമേ പറയുന്നുള്ളൂ എന്ന് നിങ്ങളൊക്കെ കരുതും. പക്ഷേ അവൻ സത്യം പറഞ്ഞ് അതാരും വിശ്വസിച്ചില്ലെങ്കിൽ അവന് വളരെ ഹേർട്ട് ആകും എന്നൊക്കെ പറയുവാണ്. അപ്പോ ഹീറോയിൻ ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് അച്ഛന് സുഖമില്ലാത്ത കാര്യം ഇത്ര നാള് ഹീറോയോട് പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോ, അത് ഇവരുടെ അച്ഛൻ തന്നെയാണ് പറയരുതെന്ന് പറഞ്ഞിരിക്കുക. അങ്ങനെ ഇവിടെ നമ്മുടെ അച്ഛനെയും മോനെയാണ് കാണിക്കുന്നത്. ഇപ്പോ അച്ഛൻ അവനോട്, നീ എന്തിനാ പിന്നെയും അവളായിട്ട് വന്നിരിക്കുന്നേ, പിന്നെയും അവളുടെ പുറകെ കറങ്ങാനൊക്കെ തുടങ്ങിയെന്ന് ചോദിക്കുമ്പോ, അച്ഛാ ഞങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്തൊന്നും മീറ്റ് ചെയ്തതല്ല, ഏതോ ഒരു കോയിൻസിഡൻസിൽ മീറ്റ് ചെയ്തതാണ്. ഈ ലോകത്ത് കോയിൻസിഡൻസ് എന്ന ഒന്നുമില്ല, നിങ്ങൾ രണ്ടുപേരെയും ചേർത്ത് വെച്ചിരിക്കുന്നത് വിധിയാണ്. ഇവര് ബുദ്ധദേവനെ ആരാധിക്കുന്നത് കൊണ്ട് ബുദ്ധദേവനാണ് ഇവരെ ചേർത്ത് വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുവാണ് അച്ഛൻ. പറഞ്ഞു വന്ന ഞാൻ പിന്നെയും അവളെ മീറ്റ് ചെയ്തപ്പോ വിധി മൂലമാണ് ഞങ്ങൾ ചേർന്നതെന്നാ കരുതിയത്. അത് മാത്രമല്ല, ഞാൻ അവളോട് നിറയെ കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്ങനെയൊക്കെ ആയാലും എന്നെ കൊണ്ട് പാസ്റ്റ് മാറ്റാൻ കഴിയില്ലല്ലോ എന്ന് അവൻ പറഞ്ഞ് സങ്കടപ്പെടുവാണ്. അതെ, നിന്നെ കൊണ്ട് പാസ്റ്റ് മാറ്റാൻ പറ്റില്ല, പക്ഷേ പ്രസന്റിൽ അത് നിന്നെ കൊണ്ട് ശരിയാക്കാൻ പറ്റും. ആ പാസ്റ്റിൽ നിന്ന് ഓവർകം ചെയ്യാനും പറ്റും. അത് നീ കറക്റ്റ് ആയിട്ട് ചെയ്താൽ നിന്റെ ഫ്യൂച്ചറും ചേഞ്ച് ആകുമെന്ന് അച്ഛൻ പറയുവാണ്. ഇപ്പോ അവിടെ നിന്ന് കട്ട് ചെയ്ത് നൈറ്റ് അവൻ അവന്റെ പഴയ തിങ്സുകളെല്ലാം എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ ഒരു ഡയറിയും അവന്റെ കയ്യിൽ കിട്ടുന്നുണ്ട്. അവന്റെ അച്ഛൻ ഇവനെ പറ്റിയുള്ള എല്ലാ വിഷയങ്ങളും ന്യൂസ് പേപ്പറിൽ വരുന്ന ചെറിയ ചെറിയ വിഷയം പോലും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവനെ സീക്രട്ട് ആയിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. എന്തുകൊണ്ട് ഇവര് ഇതെന്നോട് മറച്ചു വെച്ചെന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം കാണുമ്പോൾ ഹീറോയ്ക്ക് വളരെ ഇമോഷണൽ ആകുന്നുണ്ട്. പെട്ടെന്ന് അവൻ അപ്സെറ്റ് ആയി ഞാൻ ഉറങ്ങാൻ പോകുവാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. ഹീറോയിനും ഇതൊക്കെ കണ്ട് ചിരിച്ചിട്ട് അവിടെയുള്ള മറ്റ് തിങ്സുകളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ അവിടെ ഒരു ബോക്സിൽ നിറയെ ചെറിയ ചെറിയ ടോയ്സുകളൊക്കെ വെച്ചിട്ടുണ്ട്. അതിലൊരു ചെറിയ ടോയ് എടുത്ത് അവള് നോക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ അവിടെ നിന്ന് കട്ട് ചെയ്താൽ നെക്സ്റ്റ് ഡേ ഇവരെല്ലാവരും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. നമ്മുടെ ഹീറോയിനും നീ ഇവിടെ വെച്ച് എന്നോട് എത്ര കള്ളം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ എന്ന് ചോദിച്ചതും അത് ഈ പ്ലേസ് ആണോ എന്ന് ചോദിച്ചിട്ട് അവനും വന്ന് നോക്കുന്നുണ്ട്. അത് കള്ളമായിരുന്നാലും ആ സമയത്ത് എനിക്കത് ഒരുപാട് ഇഷ്ടമായെന്ന് അവള് പറയാണ്. അങ്ങനെ അപ്പോ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ ഹീറോയിൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് അവളുടെ കയ്യില് മുറിവ് പറ്റി അവിടെ തന്നെ ഇരുന്ന് കരയാനായിട്ട് തുടങ്ങി. അപ്പോ നമ്മുടെ ചെറിയ ഹീറോ ഓടി വന്ന് അതില് വെള്ളമെല്ലാം ഒഴിച്ച്, നോക്ക് ഇപ്പോ ഞാനൊരു മാജിക് ചെയ്യാൻ പോകുവാണ്,
ഈ മന്ത്രം പറഞ്ഞ നിന്റെ കയ്യിലുള്ള മുറിവെല്ലാം പറന്നു പോകുമെന്ന് പറഞ്ഞിട്ട് അവളുടെ കൈ പിടിച്ച് മന്ത്രമെല്ലാം പറയാനായിട്ട് തുടങ്ങുവാണ്. സത്യമായും അപ്പോ നീ പറഞ്ഞ മന്ത്രം എനിക്ക് ആശ്വാസമായിരുന്നെന്ന് അവള് പറയുവാണ്. അപ്പോ ഞാനൊരു നല്ല വിഷയെങ്കിലും ചെയ്തിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് അവളുടെ കൈയിലേക്ക് പിടിച്ച് ഇനി നിനക്ക് ഇവിടെ ഒരു മുറിവും ഞാൻ പറ്റാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അവളുടെ കൈയിലേക്ക് പിടിച്ച് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാണ്. വീട്ടിലേക്ക് വന്നതും അവന്റെ ജോലി വിട്ടിട്ടാണല്ലോ അവൻ വന്നിരിക്കുന്നത്. അപ്പോ തിരികെ പോകണമല്ലോ. സോ പോകണമെന്ന് അച്ഛനോട് പറഞ്ഞതും വളരെ നല്ലത്, നീ ഇനി മുതൽ എന്നെ കാണാൻ വേണ്ടി വരണ്ട, നിന്റെ ജോലി മാത്രം നോക്കിയാൽ മതി എന്ന് അച്ഛൻ പറയുവാണ്. ഓ നമ്മുടെ ഹീറോയിനും നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം സാർ എന്ന് പറയുമ്പോ നീ മാത്രം എന്നെ കാണാൻ വന്നോ, അവൻ വരണ്ട എന്ന് പറയുവാണ്. എന്തൊക്കെയാ അച്ഛൻ നിങ്ങളീ പറയുന്നേ, ഞങ്ങള് രണ്ടുപേരും അച്ഛനെ കാണാൻ വരുമെന്ന് പറയുവാണ്. ഇപ്പോ ചേട്ടനും ശരി നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അച്ഛന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അവനെ അവിടുന്ന് പറഞ്ഞയക്കുവാണ്. അച്ഛനും അവര് പോയി കഴിഞ്ഞതിന് ശേഷം ആ പെൺകുട്ടി അവന്റെ കൂടെ ഉള്ളിടത്തോളം കാലം അവൻ വളരെ നന്നായി സന്തോഷമായിട്ട് ജീവിക്കുമെന്നൊക്കെ അച്ഛൻ അവനെ ബ്ലസ് ചെയ്യുവാണ്. ഇപ്പോ അവര് രണ്ടുപേരും കാറിൽ വന്നുകൊണ്ടിരിക്കുമ്പോ ചേട്ടന്റെ അടുത്ത് നിന്ന് കോള് വരുന്നുണ്ട്. എടുത്ത് എന്താന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഇവര് പോയി കഴിഞ്ഞതിന് ശേഷം അച്ഛന് വല്ലാതെയായി, കുറച്ച് സീരിയസ് ആണെന്ന് പറയും. അപ്പോ വാ നമുക്ക് ഇപ്പോ തന്നെ തിരികെ പോകാം എന്ന് ഹീറോയിൻ പറഞ്ഞതും ഇല്ല, കാരണം നമ്മളിപ്പോ സെറ്റിലേക്കാണ് പോകേണ്ടത്. കാരണം എന്റെ അച്ഛൻ ഇനി തിരികെ വരണ്ട എന്നല്ലേ പറഞ്ഞിരിക്കുന്നേ, എന്റെ ജോലിയാണ് നല്ലപോലെ നോക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നേ. ഈ ഉയർച്ചയില് അവര് നിറയെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഞാൻ തിരികെ ചെന്നാൽ അവരെന്നോട് പിണങ്ങും. ഇപ്പോ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്റെ ബെസ്റ്റ് ഞാൻ കൊടുത്ത് ആക്ട് ചെയ്യണമെന്നതാണ്. അതുകൊണ്ട് നമ്മൾ സെറ്റിലേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞതും ഇത് കേൾക്കുന്ന ഹീറോയിനും മനസ്സിലാക്കി നേരെ അവിടേക്കാണ് പോകുന്നത്. ഇപ്പൊ അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഫിലിമിന്റെ ലാസ്റ്റ് സീനാണ് എടുക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഹീറോ റെഡി ആയിട്ടിരിക്കുമ്പോ അവന് വേറൊരു കോളും കൂടി വരുന്നുണ്ട്. അറ്റൻഡ് ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ വിഷയം എന്നോട് അറിയിച്ചതില് വളരെ നന്ദി എന്ന് പറഞ്ഞിട്ട് അവൻ കോള് കട്ട് ചെയ്യുവാണ്. നമ്മുടെ ഹീറോയിനും എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോ അവനൊന്നും തന്നെ മിണ്ടുന്നില്ല. നമ്മുടെ ഹീറോയുടെ അച്ഛൻ മരണപ്പെട്ടിരിക്കുവാണ്. ഇത് നമ്മുടെ ഹീറോയിനും മനസ്സിലാകുന്നുണ്ട്. എന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഷോട്ട് എടുത്താലോ എന്ന് ചോദിച്ചതും അപ്പോ കറക്റ്റ് ആയിട്ട് പുതിയ മാനേജർ വന്നിട്ട് ഷോട്ട് റെഡി ആയെന്ന് പറഞ്ഞിട്ട് പോകും. ഒന്നും മിണ്ടാതെ തന്നെ അവനും പോയി അവന്റെ ആക്ടിങ് ആരംഭിക്കുവാണ്. അതില് ആ മൂവിയില് ഹീറോയിനായിട്ട് അഭിനയിച്ച ആ പെണ്ണില്ലേ, അവള് മരിച്ചു പോകുമെന്നാ തോന്നുന്നേ. അതുകൊണ്ട് അവൾ അവന് കൊടുത്ത ഒരേ ഒരു ചെയിൻ മണ്ണിൽ കുഴിച്ചിട്ടിട്ട് അവന്റെ അച്ഛൻ ഇവന്റെ അടുത്ത് പറഞ്ഞ വാക്കുകള് ഇവൻ ആ പെണ്ണിനോട് പറയുന്നത് പോലെ ആക്ട് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. എന്തുകൊണ്ടോ പാസ്റ്റ് ചേഞ്ച് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല, പക്ഷേ നീ പറഞ്ഞ പോലെ എന്റെ ജീവിതം ഞാൻ ജീവിക്കുമെന്ന് പ്രോമിസ് കൊടുത്തിട്ട് വളരെ ഇമോഷണൽ ആയിട്ട് കരഞ്ഞുകൊണ്ട് അഭിനയിക്കാനായിട്ട് തുടങ്ങുവാണ്. ഇത് കണ്ട് നമ്മുടെ ഹീറോയിനും ചേർന്ന് കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. സോ ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് ആക്ട് ചെയ്തൊക്കെ തീർത്തു വന്നതും എല്ലാവരും അവനെ അപ്രീഷിയേറ്റ് ചെയ്ത് ബൊക്കെയെല്ലാം കൊടുക്കുന്നുണ്ട്. ഇപ്പോ നൈറ്റ് ഷൂട്ട് എല്ലാം കഴിഞ്ഞ് രണ്ടുപേരും നടന്നു വന്നുകൊണ്ടിരിക്കുവാണ്. കാറിലേക്ക് കയറിയിരുന്നതും പെട്ടെന്ന് നമ്മുടെ ഹീറോയിനെ കെട്ടിപ്പിടിച്ചിട്ട് ദയവ് ചെയ്ത് കുറച്ചു നേരം, ഇപ്പോ എനിക്ക് ഇത് മാത്രമാണ് ആവശ്യമെന്ന് പറഞ്ഞിട്ട് ഇത്ര നേരം അവൻ അടക്കി വെച്ച സങ്കടവും വേദനയും എല്ലാം അവളെ കെട്ടിപ്പിടിച്ചിട്ട് അവന്റെ അച്ഛൻ അവനെ വിട്ട് പോയതോർത്ത് പൊട്ടിക്കരയാനായിട്ട് തുടങ്ങുവാണ്. കൂടെ നമ്മുടെ ഹീറോയിനും അവനെ ചേർത്ത് പിടിച്ച് കരയുന്നുണ്ട്. ഇങ്ങനെ ഇവര് കാറില് കെട്ടിപ്പിടിച്ചിരിക്കുന്നത് അതുവഴി പോകുന്ന നമ്മുടെ പുതിയ മാനേജർ കാണുന്നുണ്ട്. പാവം വളരെ തകർന്നു പോകുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒന്ന് നോക്കി നിന്നിട്ട് അവിടെ നിന്ന് ശോകത്തിൽ നടന്നു പോകുവാണ്. ഇപ്പോ വീട്ടിലേക്ക് വന്നതും നമ്മുടെ ഹീറോ പറയും, എന്റെ അച്ഛൻ പറഞ്ഞ ഓരോ വിഷയങ്ങളും എനിക്കിപ്പോ എല്ലാം ഓർമ്മയുണ്ട്. അത് ഞാൻ നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. സീച്ചാൻ, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് അവൻ പറയുവാണ്. ഇത് നിറയെ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്റെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കണമെന്നാ എന്റെ ആഗ്രഹം എന്ന് അവൻ പറയുവാണ്. ഇത് കേട്ടതും നമ്മുടെ ഹീറോയിൻ ഇല്ലില്ല, അങ്ങനെയല്ല, നിങ്ങൾ ഒരു ആക്ടറാണ്, ഞാൻ ഒരു മാനേജറാണ്, ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞതും എന്നാ ഞാൻ ഇത് ക്വിറ്റ് ചെയ്യാം, ഞാൻ വിചാരിച്ചാൽ എപ്പോ വേണമെങ്കിലും ഇത് ക്വിറ്റ് ചെയ്യാമെന്ന് പറയും. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ, നിങ്ങൾ വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, നിങ്ങളുടെ അടുത്ത് നിറയെ കഴിവുകളുണ്ട്, ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും എടുക്കരുതെന്ന് അവള് പറയുവാണ്. നീ എന്റെ കൂടെയില്ലെങ്കിൽ അതൊന്നും എനിക്ക് ആവശ്യമില്ലെന്ന് അവനും പറയും. പെട്ടെന്ന് നമ്മുടെ ഹീറോയിൻ ബാഗിൽ നിന്ന് ഒരു ചെറിയ പാവ എടുത്തിട്ട് ഇത് നിനക്ക് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞിട്ട് അവന്റെ നേരെ നീട്ടുവാണ്. അങ്ങനെ ഒരു ഫ്ലാഷ് ബാഗ് കാണിക്കുന്നുണ്ട്. ചെറുപ്പത്തിലെ ഈ ഒരു പാവ അവള് സ്കൂളിലേക്ക് കൊണ്ടുവരുമ്പോ നോക്ക് എന്ത് വ്യത്യാസമായിട്ടുള്ള പാവയാണ് ഇവള് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എല്ലാ കുട്ടികളും കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ ഹീറോയും കൂടെ ചേർന്നിട്ട് ഇങ്ങനെയുള്ളതൊക്കെ അവള് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് അവൻ എല്ലാവരുടെയും കൂടെ പോയിരുന്ന് ചിരിച്ചിവളെ കളിയാക്കാനായിട്ട് തുടങ്ങുവാണ്. അത് കഴിഞ്ഞ് അത് വാങ്ങി ദൂരേക്ക് വലിച്ചുമെറിയും. ഇതൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ ഹീറോയിൻ, കണ്ടോ നിനക്ക് ഇതുപോലും ഇഷ്ടമല്ല, അപ്പൊ എങ്ങനെ ഇതൊക്കെ സെറ്റ് ആകുമെന്ന് ചോദിച്ചതും അത് അങ്ങനെയല്ല, എനിക്കും ഈ പാവയെ ഒരുപാട് ഇഷ്ടമാണ്. നീ അന്ന് ആ പാവയെ ഒരുപാട് തിരഞ്ഞിട്ട് പോയതിനു ശേഷം ഒരു നാള് ഫുള്ളും ഞാൻ അതിനു വേണ്ടി തേടി കണ്ടുപിടിച്ചു.
അടുത്ത നാള് തന്നെ അത് നിന്നെ ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോ നീ അന്ന് തന്നെ ആ സ്കൂളിൽ നിന്ന് മാറിപ്പോയി, അതുകൊണ്ട് എനിക്ക് തരാൻ പറ്റാതിരുന്നെന്ന് പറയും. അപ്പോ അതുകൊണ്ടാണോ ഇത് നിന്റെ കയ്യിലുള്ളതെന്ന് അവള് ചോദിച്ചതും അവൻ വളരെ ഇമോഷണൽ ആയിട്ട് കരഞ്ഞുകൊണ്ട്, ഞാൻ നിന്നോട് നിറയെ കള്ളം പറഞ്ഞിട്ടുണ്ട്, അത് നീയും വിശ്വസിച്ചിട്ടുണ്ട്. ഞാൻ നിന്നോട് അത്രയും കള്ളം പറഞ്ഞതിന് കാരണം അതുമൂലം ഞാൻ പോപ്പുലർ ആകുമെന്ന് കരുതിയാണ്. പക്ഷെ അത് കഴിഞ്ഞാ എനിക്ക് മനസ്സിലായത് എനിക്ക് നിന്നെ ഇഷ്ടമായി തുടങ്ങിയെന്ന്. കാരണം ഞാൻ എന്തൊക്കെ കള്ളങ്ങൾ പറഞ്ഞാലും സത്യങ്ങൾ പറഞ്ഞാലും അതൊക്കെ നീ വിശ്വസിക്കാറുണ്ട്. ഇപ്പോഴും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, ഐ ലവ് യു എന്ന് അവൻ പറയുവാണ്. ഇത് കേട്ട് അവളും കരഞ്ഞിട്ട്, ഞാനും നിന്നെ ലവ് ചെയ്യുന്നുണ്ട്, ആസ് എ മാനേജർ ആയിട്ടല്ല ഒരു പേഴ്സണായി എന്ന് പറഞ്ഞിട്ട് ഹഗ് ചെയ്തിട്ട് രണ്ടുപേരും കൂടി ചേർന്ന് നിന്ന് കരയാനായിട്ട് തുടങ്ങുവാണ്. അന്ന് നൈറ്റ് രണ്ടുപേരും കുറച്ച് ക്ലോസ് ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അടുത്ത നാള് കണ്ണു തുറന്നതും നമ്മുടെ ഹീറോയിൻ എന്താ പറയുന്നതെന്ന് നോക്കിയാല്, ഇനി കുറച്ചു നാള് നമുക്ക് രണ്ടുപേർക്കും കാണാതിരിക്കുന്നതാണ് നല്ലത്. ഇത് നമ്മൾ സീക്രട്ട് ആയിട്ട് വെക്കണം. കുറച്ചു നാള് രണ്ടുപേരുടെയും ലൈഫ് തനിയെ ജീവിക്കണം. നമുക്കെന്ന് പറഞ്ഞ ഒരു ദിവസം വരും, അപ്പോ തീർച്ചയായിട്ടും നമ്മൾ മീറ്റ് ചെയ്യും. തീർച്ചയായിട്ടും ഞാൻ നിനക്ക് വേണ്ടി തിരിച്ചു വരുമെന്ന് അവള് പറയാണ്. ഇവളിങ്ങനെയൊക്കെ പറയുന്നത് കേട്ടതും നമ്മുടെ ഹീറോയ്ക്കും വിഷയമെല്ലാം മനസ്സിലാകുന്നുണ്ട്. ഞാനും നിന്നെ പോലെ അച്ചീവ് ചെയ്യണം, നമുക്ക് എന്തായാലും മീറ്റ് ചെയ്യണം, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് പറഞ്ഞിട്ട് അവനും പ്രോമിസ് വാങ്ങിക്കുവാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഈ അടുത്തത് ഇവര് തീരുമാനിക്കുന്നുണ്ട് ഫസ്റ്റ് ഇത് നമ്മുടെ ഓഫീസിലെ മാനേജറോട് തന്നെ പറയണമെന്ന്. പക്ഷെ ഓഫീസിൽ വന്നാൽ ഇവര് രണ്ടുപേരും കൂടി ഇവരുടെ ഹോം ടൗണിലെല്ലാം ചുറ്റി നടന്നില്ലേ, ആ ഫോട്ടോസ് എല്ലാം എല്ലായിടത്തും വൈറലായിരിക്കുവാണ്. ഇപ്പോ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു നല്ല പൊസിഷനിലേക്ക് പൊങ്ങി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു നല്ല റീച്ച് കിട്ടിയിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ന്യൂസ് സ്പ്രെഡ് ആയതും ആകെ തകിടം മറിഞ്ഞതും. ഇത് കാരണം നമ്മുടെ മാനേജർ ആണെങ്കിൽ വളരെ ടെൻഷനിലാണ്. അപ്പോ നമ്മുടെ ഹീറോയും അവളൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനാണ് ഫോഴ്സ് ചെയ്ത് എന്റെ വീട്ടിൽ സ്റ്റേ ചെയ്യിപ്പിച്ചത്, അതുമാത്രമല്ല ഇതെല്ലാം സത്യമാണ്, ഞങ്ങൾ തമ്മിൽ ലവ് ചെയ്തുകൊണ്ടിരിക്കുവാണെന്ന് അവൻ പറയും. നീ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നീ അറിഞ്ഞിട്ടാണോ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് മാനേജറും ചൂടാവാനായിട്ട് തുടങ്ങും. ഞാനതൊക്കെ അറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് എന്ന് അവനും പറയും. നീ നിന്റെ ഈ ഒരു ഫീലിങ്സിന് വേണ്ടി നിന്റെ കരിയർ തന്നെ നശിപ്പിക്കാൻ പോകുവാണെന്ന് ചോദിക്കുമ്പോ അപ്പോ നമ്മുടെ ഹീറോയിൻ ജോലിയിൽ നിന്ന് പോകുന്നത് അവരല്ല, ഞാനാണ്. ആസ് എ മാനേജർ ആയിട്ട് എല്ലാത്തിനും ഞാൻ വേണം റെസ്പോൺസിബിലിറ്റി എടുക്കാൻ. സോ ഇനി മുതല് ഞാൻ അവർക്ക് ഒരു മാനേജർ ആയിട്ട് ഇരിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പോ തന്നെ ഞാൻ എന്റെ ജോലി രാജിവെക്കാൻ പോകുവാണെന്ന് പറയുവാണ്. നിന്നെ വിട്ട് കളയുന്നതില് എനിക്ക് കഷ്ടമുണ്ട്, പക്ഷെ എന്നാലും എനിക്ക് വേറെ വഴിയില്ലെന്ന് മാനേജറും പറയുവാണ്. ഇതുകൊണ്ടൊന്നും പ്രോബ്ലംസ് ഒന്നും തീരുന്നില്ല. മീഡിയ പബ്ലിക് എന്ന് പറഞ്ഞ് എല്ലാവരും ഹീറോയിനെ തട്ടി കളിച്ചുകൊണ്ടിരിക്കുവാണ്. ഹീറോയെക്കാളും നമ്മുടെ ഹീറോയിനാണ് ഹേറ്റ് കൂടുതലായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു മാനേജറായി എങ്ങനെ നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ കഴിയും? നിങ്ങളും ഇതെല്ലാം പൈസയ്ക്ക് വേണ്ടിയാണോ ചെയ്തതെന്ന് മാറി ക്വസ്റ്റ്യനോട് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടേയിരിക്കുവാണ്. നമ്മുടെ ഹീറോയിനെ കൊണ്ട് ആൻസർ പറയാനേ പറ്റുന്നില്ല. ഒരു ഘട്ടത്തില് അവരുടെ ക്വസ്റ്റ്യൻസ് ഒന്നും താങ്ങാൻ വയ്യാതെ ഇറങ്ങി ഓടേണ്ട അവസ്ഥ വരെ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടൊന്നും പോരാ, സോഷ്യൽ മീഡിയയിലും നമ്മുടെ ഹീറോയിന് വറത്ത് കോരിക്കൊണ്ടിരിക്കുവാണ്. ഈ സമയത്ത് അവൾക്കൊരു ആശ്വാസമായിട്ട് അവളുടെ ഫ്രണ്ടാണ് കൂടെയുള്ളത്. അവരെല്ലാം അങ്ങനെയൊക്കെ പറയും, കുറച്ചു നാള് കഴിയുമ്പോ അതൊക്കെ നിർത്തിക്കോളും, വേറെ എന്തെങ്കിലും ന്യൂസ് കിട്ടുമ്പോ അതിന്റെ പിന്നാലെ പോയിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ട് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അന്ന് നൈറ്റ് തന്നെ നമ്മുടെ ഹീറോയുടെ അടുത്ത് നിന്ന് കോള് വരുന്നുണ്ട്. ഇവൾ അറ്റൻഡ് ചെയ്തതും എനിക്ക് നിന്നെ കാണണം, ഇപ്പോ തന്നെ കണ്ടേ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവൻ വാശി പിടിക്കുവാണ്. എനിക്ക് നിന്നെ കാണണമെന്നുണ്ട്, നിന്റെ കൂടെ ഇരിക്കണം എന്ന് പോലെ ഉണ്ട്, പക്ഷേ നീ കാലത്ത് പറഞ്ഞതൊക്കെ മറന്നോ? നമ്മൾ രണ്ടുപേരും നമ്മുടെ ലൈഫിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം, ഒരു ദിവസം നമ്മൾ തീർച്ചയായിട്ടും ചേരുമെന്ന് പറഞ്ഞതും ആ ഒരു നാളെ ഇനി ഇല്ലാതെ പോയല്ലോ എന്നാണ് എന്റെ പേടിയെന്ന് അവനും പറയും. ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നമ്മൾ തീർച്ചയായിട്ടും കാണുമെന്ന് പറഞ്ഞിട്ട് പിരിയാൻ പറ്റാതെ കോള് കട്ട് ചെയ്ത് കളയുവാണ്. ആക്ച്വലി നമ്മുടെ ഹീറോയുടെ മാനേജർ ആയിട്ടാണ് അവള് റിസൈൻ ചെയ്തത്. ഇനിയും അവൾ അവിടെ തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മുടെ ഹസീനയെ പറ്റി ഒരു ന്യൂസ് ടിവിയിൽ വരുന്നുണ്ട്. ആ ന്യൂസുകളൊക്കെ ടിവിയിൽ വന്നു തുടങ്ങിയതും ഓഫീസിലേക്ക് അവരുടെ ഫാൻസ് ഒക്കെ തുരുതുരാ വിളിക്കാനായിട്ട് തുടങ്ങി. എന്നിട്ട് അവരെ കുറിച്ചൊക്കെ തിരക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡേ അവള് അവളുടെ റിസൈൻ ലെറ്ററും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എനിക്ക് നിറയെ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അതിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഹസീനയെ പിന്നെയും അഭിനയിപ്പിച്ചാൽ അവര് പിന്നെയും സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്നാൽ തീർച്ചയായും അവര് പോപ്പുലർ ആകുമെന്ന് അവള് പറയാണ്. ഇത് കേട്ട് നിന്ന അസഹീനയും, എന്ത് ഞാനോ? നീ എന്നെ കുറിച്ചാണോ പറയുന്നേ? നീ എന്താ തമാശ പറയുവാണോ അതോ എന്നെ കളിയാക്കുവാണെന്നോ അവൻ ചോദിച്ചതും, ഇന്ന് നിങ്ങളെ കുറിച്ച് ടിവിയില് ന്യൂസ് വന്നതും അതേസമയം തന്നെ നിങ്ങളുടെ ഫാൻസിന്റെ അടുത്ത് നിന്ന് കോൾ എല്ലാം വന്നിരുന്നു. അവര് നിങ്ങളെ കുറിച്ചെല്ലാം അന്വേഷിക്കുന്നുണ്ട്, നിങ്ങളുടെ കംബാക്കിന് വേണ്ടിയാണ് അവര് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അവള് പറയുവാണ്. സോ അത് നിങ്ങൾ എന്തായാലും കൊടുക്കണം എന്ന് പറഞ്ഞതും ശരി ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു
പറഞ്ഞിട്ട് ഒരു ലൈവിന് പോകുന്നുണ്ട്. നോക്കിയാൽ നിറയെ ഫാൻസ് ഇവരുടെ കംബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണെന്ന് അവന് മനസ്സിലാകുന്നുണ്ട്. ഇപ്പൊ അവിടെ നിന്ന് കട്ട് ചെയ്താൽ നമ്മുടെ ഹീറോയാണ് കാണിക്കുന്നത്. അവൻ വിചാരിച്ച പോലെ തന്നെ അവനൊരു വലിയ പൊസിഷനിലേക്ക് എത്തിയിരിക്കുവാണ്, ഒരു സക്സസ്ഫുൾ ആയ നടനായിട്ട്. അപ്പോ ഹെറ ആന്റിയും അവിടേക്ക് വന്നിട്ട്, നീ ഒരു ടാലന്റ് ആയിട്ടുള്ള നടനാണ്, നീ ജപ്പാനിൽ തന്നെ അകപ്പെട്ട് നിൽക്കാൻ പാടില്ല, നിനക്ക് വേണ്ടിയുള്ള പ്ലേസ് ഇതല്ല, ഇന്റർനാഷണൽ ലെവലിലേക്ക് നീ പോകണമെന്ന് പറഞ്ഞിട്ട് ഒരു ഏജൻസിയുടെ കാർഡൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് കേട്ടതും ഹീറോ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം, കാശിന് വേണ്ടിയല്ല ഞാനിത് ചെയ്യുന്നത്, എനിക്കിത് ഇഷ്ടമാണ്, ഇതെന്റെ പാഷനാണ്, അതുകൊണ്ടാണ് ഞാൻ തുടർന്നു പോകുന്നത്. സോ എവിടെ നിന്നാലേ എനിക്ക് ഇഷ്ടമാകൂ അവിടെ നിന്ന് ഞാനിത് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ആ ഓഫറും റിജക്ട് ചെയ്യുന്നുണ്ട്. നീ ആ പെണ്ണിനെ ലവ് ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് നിന്റെ ആക്ടിങ് സ്കില്ലും വളർന്നു വന്നത്. എന്തൊക്കെയായാലും നിന്റെ ഈ തീരുമാനം എനിക്ക് അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റൂ, അതുകൊണ്ട് ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹെറ ആന്റി അവിടെ നിന്ന് പോകുവാണ്. അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഇപ്പോ ഇവിടെ നമ്മുടെ ഹസഹീനെയാണ് കാണിക്കുന്നത്. എല്ലാവരും ആഗ്രഹിച്ച പോലെ ഒരു കംബാക്ക് കൊടുത്തിരിക്കുവാണ്. മൈക്ക് പിടിച്ച് ഡാൻസ് ചെയ്ത് ജോളിയായിട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ അവരുടെ ഫാൻസ് എല്ലാവരും സന്തോഷത്തിൽ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുവാണ്. നമ്മുടെ ഹീറോയിൻ പറഞ്ഞ പോലെ തന്നെ അവര് പിന്നെയും ഒരു ആക്ടറായി മാറിയിരിക്കുവാണ്. അതുകൊണ്ട് നമ്മുടെ മാനേജർക്കും അസഹീനയ്ക്കും നമ്മുടെ ഹീറോയിന്റെ മേലെ ഒരു റെസ്പെക്ട് ഒക്കെ വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വലിയ മാനേജർക്ക് ഒരു കോള് വരുന്നുണ്ട്. അറ്റൻഡ് ചെയ്ത് സംസാരിച്ചാൽ ഓ വലിയ സന്തോഷം എന്ന് പറഞ്ഞിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കുവാണ്. എന്താ വിഷയം എന്ന് നോക്കിയാല് നമ്മുടെ ഹീറോ ആ ഇറ്റാലിയൻ ഡയറക്ടറിന്റെ കൂടെ ഒരു ഫിലിം ചെയ്തില്ലേ, അതിൽ അവന് ബെസ്റ്റ് ആക്ടറിന് അവാർഡിന് സെലക്ട് ആയിരിക്കുവാണ്. ഈ വിഷയം കേട്ടതും എല്ലാവർക്കും വളരെ സന്തോഷമാകുന്നുണ്ട്, സ്പെഷ്യലി നമ്മുടെ ഹീറോയിന്. ഇപ്പോ ആ അവാർഡ് വേദിയാണ് കാണിക്കുന്നത്. ആക്ട്രസ് പെണ്ണിനും അവാർഡ് കിട്ടുന്നുണ്ട്. നമ്മുടെ മാനേജർ, ഡയറക്ടർ എന്ന് പറഞ്ഞ എല്ലാവരും അവിടേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഹീറോയിൻ മാത്രം വന്നിട്ടില്ല. അടുത്തത് ഹീറോയെ വിളിച്ച് അവാർഡ് കൊടുക്കുന്നുണ്ട്. അത് വാങ്ങി പിടിച്ചിട്ട് അവൻ ഫ്യൂ വേർഡ്സ് സംസാരിക്കാനായിട്ട് തുടങ്ങുവാണ്. ഞാൻ എല്ലാവരോടും താങ്ക്സ് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഏറ്റവും മുഖ്യമായ താങ്ക്സ് അത് ഒരേ ഒരാൾക്ക് മാത്രമേ ഞാൻ കൊടുക്കൂ. പക്ഷേ ആ പേഴ്സൺ ഇവിടെ വന്നിട്ടില്ല എന്ന് പറയുമ്പോ ഇതൊന്നും അറിയാതെ നമ്മുടെ ഹീറോയിൻ വീട്ടിലിരുന്ന് എന്തോ ചെയ്തുകൊണ്ടിരിക്കുവാണ്. എടി നീ വേഗം ഒന്ന് ആ ഷോ വെച്ച് നോക്കിയെന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്ത് പറയുന്നുണ്ട്. ഇപ്പോ നമ്മുടെ ഹീറോയിനും അവൻ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുവാണ്. ഇവിടെ ഹീറോയും ചെറുപ്പത്തിലെ ഞാൻ അധികമായിട്ട് കള്ളം പറയുമായിരുന്നു, ആ കള്ളം കാരണമാണ് ഞാൻ ഒരു വലിയ ആക്ടർ ആയിരിക്കുന്നതെന്ന് നിങ്ങൾ കരുതും. പക്ഷേ തുടർന്ന് നിങ്ങൾ കള്ളം പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ആരും വില തരില്ല, നിങ്ങളെ ആരും വിശ്വസിക്കില്ല. ഇതാണ് നാച്ചുറൽ ആയിട്ട് നടക്കുന്നത്. പക്ഷേ എന്റെ സത്യങ്ങളും കള്ളങ്ങളും വിശ്വസിക്കുന്ന ഒരു പേഴ്സൺ ഉണ്ട്. അവരാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ന്യൂസിൽ വന്ന എന്റെ മാനേജർ. അവൾ എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. അവൾ എന്നോട് പറഞ്ഞതുകൊണ്ട് ഞങ്ങളിപ്പോ രണ്ടുപേരും പിരിഞ്ഞിട്ടാണുള്ളത്. തനിയെ പിരിഞ്ഞിരുന്ന് ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുവാണ്. ഒരു മാനേജർക്കും സെലിബ്രിറ്റിക്കും ഇടയിൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത് തെറ്റാണെന്ന് നിങ്ങൾ പറയാം. ബട്ട് ഞാൻ ലവ് ചെയ്യുന്ന ഒരേ ഒരു പേഴ്സൺ അവള് മാത്രമാണ്. അവൾ എപ്പോഴും എന്റെ മാനേജർ ആയിരിക്കണം. അവൾ എന്റെ കൂടെ എപ്പോഴും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയും തുടർന്ന് നിറയെ ഹാർഡ് വർക്ക് ചെയ്ത് ഒരു വലിയ ആക്ടറായിട്ട് മാറണം. ആ മോമെന്റ്സ് അവൾ എന്റെ ലൈഫ് പാർട്ണറായിട്ട് കൂടെ ഇരുന്ന് ഇതെല്ലാം കാണണം. ഇതാണ് എന്റെ ആഗ്രഹം. താങ്ക് യു ഫോർ ദ അവാർഡ് എന്ന് പറഞ്ഞിട്ട് അവൻ അവന്റെ സ്പീച്ച് തീർക്കുവാണ്. ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ പുതിയ മാനേജറിന്റെ അടുത്ത് നിന്ന് കോള് വരുന്നുണ്ട്. ഞാൻ നിനക്ക് വേണ്ടി ഒരു വർക്ക് കണ്ടുവച്ചിട്ടുണ്ട്, വേഗം തന്നെ തിയേറ്ററിലേക്ക് വാ, ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിരിക്കാമെന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യും. ഇപ്പോ അവള് വേഗം പുറപ്പെട്ട് അവിടേക്ക് വരുന്നുണ്ട്. ഉള്ളിലേക്ക് വന്നാൽ ബൊക്കെയായിട്ട് നമ്മുടെ ഹീറോ അവിടെ ഇരിക്കുന്നുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും ഇവിടെ വെച്ച് മീറ്റ് ചെയ്യാൻ പോകുന്ന കാര്യം അറിയില്ല. മാനേജർ അല്ലേ എന്നോട് ഇവിടേക്ക് വരാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൺഫ്യൂഷൻ ആയിട്ട് നോക്കി നിൽക്കുവാണ്. അതേസമയം വെളിയിൽ നമ്മുടെ പുതിയ മാനേജർ ഒരു വഴിയെ രണ്ടുപേരെയും ചേർത്ത് വെച്ചെന്ന് പറഞ്ഞിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയ സ്മൈലും കൊടുത്തിട്ട് അവിടെ നിന്ന് നടന്നു പോകും. ഇവിടെ ഹീറോയിനെ നോക്കിയിട്ട് നീ എന്റെ അവാർഡ് ഷോക്ക് കണ്ടിരുന്നോ എന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചതും എന്തിനാ നിങ്ങൾ അങ്ങനെയൊക്കെ സംസാരിച്ചത്, ഇനി ഈ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ എങ്ങനെയാ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചതും അതിനെക്കുറിച്ച് എനിക്കറിയില്ല, ഞാൻ ഇനിയും എന്റെ സോഷ്യൽ മീഡിയ പേജസ് ഒന്നും ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ ഞാനാ പറഞ്ഞതിന് ശേഷം കുറച്ചു പേരെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാതിരിക്കില്ലല്ലോ. സീച്ചാൻ, ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്, അതെല്ലാം എന്റെ സത്യമായ കള്ളമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഹീറോയിനെ ഹഗ് ചെയ്തിട്ട് ഞാൻ ഒന്നിൽ നിന്നും ഗിവ് അപ്പ് ചെയ്യാനായിട്ട് പോകുന്നില്ല, പിന്നെ നീയും എന്റെ മാനേജറായിട്ട് കണ്ടിന്യൂ ചെയ്യാനാ പോകുന്നത്, എന്നാലല്ലേ എന്റെ കള്ളങ്ങൾ ഇനിയും ബ്രൈറ്റ് ആകൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ നോക്കി ചിരിച്ചതും അവളും ഇത് കേട്ട് ചിരിച്ചിട്ട് അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. അവൻ പറഞ്ഞത് അക്സെപ്റ്റും ചെയ്തു. ഇപ്പോ നമ്മുടെ ഹീറോ പറഞ്ഞ സ്പീച്ചിന് ശേഷം
നമ്മുടെ ഹീറോയിനെ ആരും ഹേറ്റ് ചെയ്യുന്നില്ല. അതിനു പകരം എല്ലാവരും അവരെ സപ്പോർട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ പുറത്തെല്ലാം പെർഫെക്റ്റ് ആയിട്ട് പോസിറ്റീവ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കട്ട് ചെയ്താൽ ഓഫീസിലാണ് കാണിക്കുന്നത്. ഇപ്പോ 2 പേരാണ് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ളത്. അതിലൊന്ന് നമ്മുടെ ഹീറോ, പിന്നെ നമ്മുടെ ഹസഹീന. അവരുടെ ആ ഓഫീസും പരപരപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. നമ്മുടെ മാനേജർ ആണെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ ആക്ടറിനെ മാനേജറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇപ്പൊ നോക്കിയാൽ പാവം നമ്മുടെ വലിയ മാനേജർ ആണെങ്കിൽ അസഹീനയുടെ മാനേജറായി. അവന് വേണ്ടി എടിപിടി ജോലികളൊക്കെ ചെയ്തിട്ട് അവന്റെ കൂടെ തന്നെയുണ്ട്. അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഇപ്പോൾ നമ്മുടെ ഹീറോയാണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോയിൻ അവന്റെ മാനേജറായിട്ട് തുടർന്നുകൊണ്ടിരിക്കുവാണ്. ഇതാ ഞാൻ നിങ്ങൾക്ക് ലഞ്ച് ബോക്സ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് തുറന്നു കാണിച്ചാൽ അവന് ഇഷ്ടമില്ലാത്ത ക്യാരറ്റ് ഒക്കെ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കഴിച്ചാലേ നിങ്ങൾക്ക് നല്ല സൗണ്ട് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അവൻ അതെല്ലാം എടുത്തു കൊടുത്തിട്ട് 2 പേരും പിന്നെയും കൈകോർത്ത് പിടിച്ച് സന്തോഷത്തിൽ നടന്നു പോകുവാണ്. നമ്മുടെ ഹീറോ ഒരു വലിയ സൂപ്പർ സ്റ്റാർ ആയി, ലവറായി, അവന്റെ മാനേജറായി. ഹീറോയിൻ അവനെ കെയർ ചെയ്തുകൊണ്ട് കൂടെയുണ്ട്. അങ്ങനെ അവരുടെ 2 പേരുടെയും ലൈഫ് ബ്യൂട്ടിഫുൾ ആയിട്ട് തുടരുന്നു. അങ്ങനെ ഇവിടെ വെച്ച് ഈ ഡ്രാമ അവസാനിച്ചിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ ഡ്രാമ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതില് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നിങ്ങളുടെ മനസ്സിൽ ടച്ച് ചെയ്ത ക്യാരക്ടർ ഏതാണെന്ന് പറയാൻ മറക്കരുത്. ഇതുപോലുള്ള അടിപൊളി ഡ്രാമകള് നമുക്ക് വീണ്ടും കാണണമെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണോടെ എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഇടാനായിട്ട് മറക്കരുത്. അപ്പോ ഒരു അടിപൊളി ഡ്രാമയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.